ഷിരൂരിൽ അർജുനായി തുടങ്ങിയ തിരച്ചിൽ സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് കർണാടക സർക്കാർ താൽക്കാലികമായി അവസാനിപ്പിച്ചിരിക്കുന്നു. നമ്മൾ കാത്തിരുന്ന പ്രതീക്ഷയുടെ വാർത്ത മാത്രം എത്തിയില്ല. ഒരു വേള വീട്ടിൽ നിന്നോ ജോലി സ്ഥലത്തു നിന്നോ പുറത്തേക്കിറങ്ങുമ്പോൾ നമ്മൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ പാതകളിൽ പതിയിരിക്കുന്ന അപകടങ്ങളെപ്പറ്റി? ഷിരൂർ നമ്മളെ വേദനിപ്പിക്കുന്നുണ്ട്, അതിലേറെ ചിന്തിപ്പിക്കുന്നുണ്ട്. റോഡുകളിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടങ്ങൾ മണ്ണായി ഒലിച്ചിറങ്ങുമ്പോൾ സുരക്ഷിത ജീവിതങ്ങൾക്കാരാണ് ഉറപ്പു നൽകുന്നത്? റിപ്പോർട്ടർ ലൈവത്തോണിലേക്ക് സ്വാഗതം. പാതകളിൽ നാം സുരക്ഷിതരും. കർണാടകയിലെ അങ്കോലയ്ക്കടുത്ത ചിരൂർ മലഞ്ചെരുവിലാണ് കഴിഞ്ഞ 14 നാളായി കേരളത്തിന്റെ കണ്ണും കാതും. മലയാളി ഡ്രൈവർ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുനു വേണ്ടിയുള്ള കാത്തിരിപ്പ്. ദേശീയപാത 66ലേക്ക് ഇടിഞ്ഞു വീണ മണ്ണുമല മാറ്റിയും പിന്നെ ഗംഗാവലി പുഴയിലും നടത്തിയ സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനം താൽക്കാലികമായി അവസാനിപ്പിച്ചെന്ന് കേൾക്കുമ്പോൾ നെഞ്ചുരുകി കേരളം ചോദിക്കുകയാണ്, ഞങ്ങളുടെ അർജുൻ എവിടെ? അതൊരു കുടുംബത്തിന്റെ മാത്രം വേദനയല്ല. സർവ്വലോക മലയാളികളുടെ മനസ്സിൽ ഒരു നെരിപ്പോട് പോലെ ആ ചെറുപ്പക്കാരനുണ്ട്. കേരളത്തിൽ നിന്ന് 250 കിലോമീറ്റർ മാത്രം അകലെയാണ് ഷിരൂർ. കേരളത്തെ കർണാടകയും മഹാരാഷ്ട്രയും തമിഴ്നാടുമായെല്ലാം ബന്ധിപ്പിക്കുന്ന NH 66ന്റെ പാതയോരത്താണ് ഷിരൂർ കുന്നിന്റെ തലയെടുപ്പുള്ള നിൽപ്പ്. റോഡിന്റെ വശങ്ങളിലെ മൺതിട്ടകൾക്ക് നിശ്ചിത ചെരിവ് നൽകണം. മൺഭിത്തികൾ 90 ഡിഗ്രി ലംബമായി മുറിച്ചു നിർത്തരുത്. മഴവെള്ളവും ഉറവകളും ഒഴുകാൻ ആവശ്യമായ ചാലുകൾ വേണം. കുന്നുകൾക്കും പർവ്വതങ്ങൾക്കുമരികിലൂടെ റോഡ് നിർമ്മിക്കുമ്പോൾ പാലിക്കണമെന്ന ഇന്ത്യൻ റോഡ് കോൺഗ്രസ് നിശ്ചയിച്ച മാനദണ്ഡങ്ങളാണ് ഇവയൊക്കെ. ഇതൊന്നും പാലിക്കാതെയുള്ള റോഡ് നിർമ്മാണമാണ് 11 ജീവനുകളെ കാണാമറയത്ത് നിർത്തിയ ഷിരൂർ മണ്ണിടിച്ചിലിന് കാരണമായതെന്നാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കണ്ടെത്തൽ. ഷിരൂർ കേരളത്തിനൊരു മുന്നറിയിപ്പാണ്. മഴയ്ക്കിടയിലും ദേശീയപാത 6 വരിയാക്കലിന്റെ പ്രവൃത്തികൾ നാടൊട്ടുക്കും പുരോഗമിക്കുകയാണ്. മലയുടെ വശം കുത്തനെ വെട്ടിയിറക്കി റോഡ് പണി തുടരുന്നു. പലയിടത്തും റോഡ് മണ്ണിട്ടുയർത്തുന്നു. ചിലയിടത്ത് ചെങ്കുത്തായ രീതിയിൽ മണ്ണ് എടുത്തു മാറ്റി ആഴം കൂട്ടുന്നു. റിപ്പോർട്ടർ പരിശോധിക്കുന്നു, പാതയിൽ നാം സുരക്ഷിതരോ? റിസർച്ച് ഡെസ്ക് റിപ്പോർട്ടർ. പാതകളിൽ കുന്നുകൾ ഭീഷണിയാകുമ്പോൾ മനുഷ്യജീവന് പുല്ലുവിലയോ? നമ്മുടെ റിപ്പോർട്ടർമാർ വിവിധയിടങ്ങളിൽ നിന്നായി ചേരുകയാണ്. ജേസൺ ചാമോളപ്പിൽ, അൽ അമീൻ, സിനോജ് തോമസ്, സന്ദീപ് രാജാക്കാട്, റിനു ശ്രീധർ, അഷിൻ ദിയാഗോ, ദിലീപ് ദേവസ്യ, TV പ്രസാദ്, ലേബി സജീന്ദ്രൻ, പ്രവീൺ പുരുഷോത്തമൻ, ദീപക് മോഹൻ, VS രഞ്ജിത്ത്, സാനിയോ മനോമി എന്നിവരാണ് വിവിധ റോഡുകളിൽ നിന്നുള്ള വിവരങ്ങളുമായി എന്നോടൊപ്പം ചേരുന്നത്. ഈ ലൈവത്തോൺ തുടങ്ങുകയാണ് ഇവിടെ. ആദ്യം നമ്മൾ തൃശ്ശൂരിലേക്കാണ് പോകുന്നത്. തൃശ്ശൂർ മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാതയിലും മണ്ണിടിച്ചിൽ ഭീഷണി തുടരുകയാണ്. ദേശീയപാതക്കരികിലെ കുന്നുകൾ ഏത് നിമിഷവും ഇടിയുന്ന അവസ്ഥയിലാണ്. കുന്നുകളിൽ വൻമരങ്ങളും ഭീഷണിയാകുന്നു. കുതിരാൻ തുരങ്കത്തിന്റെ മുകളിൽ സുരക്ഷാവേലി പോലുമില്ല. ജേസൺ ചാമോളപ്പിലേക്ക്. ജേസൺ, ഇപ്പോൾ ഷിരൂരിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ കേരളത്തിലെ സാഹചര്യം എന്ത് എന്ന പരിശോധനയിലേക്ക് കടന്നത്. ഒട്ടും വ്യത്യസ്തമല്ല നമ്മുടെ സാഹചര്യം. ഷിരൂരിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ ജാഗ്രത ഈ ഘട്ടത്തിൽ വേണ്ടതുണ്ട്. അപ്പോൾ അധികൃതരെ ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിലേക്ക് നടപടികളിലേക്ക് കടക്കാനുള്ള ഒരു തുടക്കമാക്കുകയാണ് നമ്മളിപ്പോൾ. തൃശ്ശൂരിലെ സാഹചര്യം എങ്ങനെയാണ്? ഇവിടെ വീടുകളില്ലല്ലോ. ഈ യഥാർത്ഥത്തിൽ ഈ NH റോഡുകൾ വരുന്ന ഘട്ടത്തിൽ വലിയ നഷ്ടപരിഹാരം നൽകിക്കൊണ്ട് തന്നെയാണ് പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുള്ളത്. അങ്ങനെ കുറേ പേരെങ്കിലും അവിടെ നിന്ന് വലിയ നഷ്ടപരിഹാരം വാങ്ങി
മറ്റിടങ്ങളിൽ വീടുകളും കടകളുമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അങ്ങനെയല്ല, പകുതി സ്ഥലം മാത്രം കൊടുത്തവർ ചില വീടുകൾ നിലനിർത്തുന്നുണ്ട്. അപ്പോൾ അതിൽ നഷ്ടപരിഹാരം കിട്ടുകയുമില്ല. അതേസമയം കുന്നിടിഞ്ഞു വീഴുമെന്ന ഭീഷണിയും അവിടെ നിൽക്കുന്നു. വീടുകൾ മാത്രമല്ലല്ലോ, റോഡിലേക്ക് മണ്ണിടിഞ്ഞാണല്ലോ ഷിരൂരിൽ അപകടമുണ്ടായത്. എന്താണ് തൃശ്ശൂരിൽ കാണുന്നത് ജേസൺ? സ്മൃതി, തീർച്ചയായും ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ, അതായത് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയപാതകളിലൊന്നായ മണ്ണുത്തി വടുക്കുംചേരി ദേശീയപാതയിലാണ്. ഈ ദേശീയപാതയിലാണ് കുതിരാൻ തുരങ്കം ഉൾപ്പെടെയുള്ളവ സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, വലിയ രീതിയിൽ വ്യവസായ ഇടനാഴി എന്ന് പറയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദേശീയപാത. ഈ ദേശീയപാതയുടെ നിർമ്മാണ ഘട്ടങ്ങളെല്ലാം തന്നെ വലിയ വിവാദങ്ങളും മറ്റു രീതിയിലുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ദേശീയപാതയിൽ പട്ടിക്കാട് മുതൽ ഏതാണ്ട് വാണിയമ്പാറ വരെ 3 ഇടങ്ങൾ വലിയ അപകടങ്ങൾ നിലനിൽക്കുന്ന ഒരു മേഖലയാണ്. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഇത് ദേശീയപാതയാണ്. ഈ ദേശീയപാതയുടെ ഓരം ചേർന്ന് റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നേരത്തെ പാറകൾ കട്ട് ചെയ്ത് റോഡ് വീതി കൂട്ടുന്ന ഈ പാറകൾ കട്ട് ചെയ്ത് ശേഷം ആ പാറയ്ക്ക് മുകളിലുള്ള വലിയ മരങ്ങൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. കഴിഞ്ഞ ദിവസം പോലും മരങ്ങൾ താഴോട്ട് വീഴുന്ന ഒരു സ്ഥിതിയുണ്ടായി. ഏത് നിമിഷവും ദേശീയപാതയിലേക്ക്, വാഹനങ്ങൾക്ക് മുകളിലേക്ക്, പരിസരത്തൂടെ പോകുന്ന ആളുകളുടെ ദേഹത്തേക്കൊക്കെ വീഴാൻ കഴിയാവുന്ന രീതിയിൽ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമായി കാണാനാകും. വേരുകൾ പുറത്തേക്ക് വന്ന് ചെറുതും വലുതുമായ മരങ്ങൾ അങ്ങനെ വീഴാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഓരോ മഴയത്തും ഏറെ ഭയപ്പാടോടുകൂടിയാണ് ഈ സമീപത്തോടുകൂടി, അതും ദേശീയപാതയാണെന്ന് ഓർക്കണം. സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയപാതയാണെന്ന് ഓർക്കണം. ഏറ്റവും പുതിയ ദേശീയപാതയാണ് എന്നോർക്കണം. വലിയ രീതിയിൽ ടോൾ കൊടുത്ത് യാത്ര ചെയ്യുന്ന ദേശീയപാതയാണെന്ന് ഓർക്കണം. ഇത്തരത്തിൽ ഏറെ പ്രധാനപ്പെട്ട ഒരു ദേശീയപാതയുടെ സ്ഥിതിയാണിത്. ഏകദേശം 3 ഇടങ്ങളിലായി ഏകദേശം 250-300 മീറ്റർ വെച്ച് തൃശ്ശൂരിലെ പട്ടിക്കാട് മുതൽ വാണിയമ്പാറ വരെ 3 ഇടങ്ങളിലായി ഏകദേശം 1 കിലോമീറ്ററോളം ഈ സ്ഥിതിയാണുള്ളത്. ഇവിടുത്തെ പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇത് യഥാർത്ഥത്തിൽ അവസ്ഥ എന്താ ഇവിടുത്തെ? വളരെ ദയനീയമാണ് ഇവിടുത്തെ അവസ്ഥ. കാരണം യാതൊരു സുരക്ഷാ മാനദണ്ഡം പാലിക്കാതെ NH 544 ശാസ്ത്രീയമായി പണിതതിൻ്റെ ഭാഗമാണ്. കാരണം ഈ പട്ടിക്കാട്, അതുപോലെ തന്നെ കുതിരാൻ, അതുപോലെ തന്നെ വാണിയമ്പാറ മേഖലകളിൽ ചെങ്കുത്തായിട്ട് സുരക്ഷാ മാനദണ്ഡം പാലിക്കാതെ മണ്ണെടുത്ത് പാറ പൊട്ടിച്ച് പോയതിൻ്റെ ഫലമായിട്ടാണ് ഏതു സമയത്തും അപകടം സംഭവിക്കാം. കഴിഞ്ഞ 2018 ഇതുപോലെ തന്നെ കുതിരാൻ അമ്പലത്തിൻ്റെ അവിടെ പ്രളയകാലത്ത് മണ്ണിടിഞ്ഞ് നേരം വെളുത്ത് റോഡ് തടസ്സം നീക്കാൻ വന്നപ്പോഴാണ് അതിൻ്റെ അടിയിലൊരു പാവപ്പെട്ട തൊഴിലാളി ഡ്രൈവർ മരണപ്പെട്ട് കിടക്കുന്നത് കണ്ടത്. അതുപോലെ നിർമ്മാണ ഘട്ടത്തിലൊക്കെ ഈ പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ചൂണ്ടിക്കാട്ടിരുന്നു എന്ന് മാത്രമല്ല, ഇപ്പോഴും ഇതിനെതിരെ നിരവധി പരാതികൾ ഉന്നയിക്കുമ്പോഴും ദേശീയപാതയുടെ അധികൃതർ ഇതൊന്നും കണ്ട ഭാവം നടിക്കുന്നില്ല എന്ന് മാത്രമാണ്. ഇവിടുത്തെ ആളുകൾ നിരന്തരം പരാതിയുള്ള ഒരു പ്രദേശമാണിത്. ഇത് ഏതൊക്കെ മേഖലകൾ? ഇപ്പോൾ പട്ടിക്കാട് മുതൽ വാണിയമ്പാറയാണ് പറയുകയാണെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നമില്ല. കുതിരാനുണ്ട്. കുതിരാൻ ഏത് സമയത്തും നമുക്ക് ഒരു അപകടം വരാവുന്ന സ്ഥിതിയിലാണ്. അവിടെ സുരക്ഷാ വേലി പോലും മുകളിൽ കെട്ടിയിട്ടില്ല. കുതിരാനിലൂടെ അരികിലൂടെ വെള്ളം ഒലിച്ചിറങ്ങുന്ന സ്ഥിതിയുണ്ട്. ഇത് ദേശീയപാത അതോറിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ഞങ്ങൾ പഞ്ചായത്ത് എന്ന രീതിയിൽ? ഓക്കെ, ഞങ്ങൾ കഴിഞ്ഞ മാസം പഞ്ചായത്തിൽ പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ ദേശീയപാത അധികൃതരെ വിളിച്ച് ഞങ്ങൾ ഈ കാര്യം സംസാരിച്ചപ്പോഴും അവരിതെല്ലാം ശ്രമിക്കാമെന്നുള്ള ഒരു ഉത്തരമാണ് പറയുന്നത്. അതുകൂടാതെ നമുക്കറിയാം ഇവിടെ നിരവധി പ്രദേശങ്ങൾ മണ്ണിടിയാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഇവിടെ ഒരുപക്ഷെ നമുക്കറിയാം നമ്മുടെ ഏതൊക്കെ ഭാഗമാണ് ഇപ്പോൾ ഇത് ഈ പറയുന്ന ഈ പട്ടിക്കാട് ഈ പഞ്ചായത്തിന്റെ മുൻഭാഗത്തുള്ള കല്ലുടുക്ക് പ്രദേശമായാലും വഴക്കുംപാറ പ്രദേശമായാലും കുതിരാൻ ഭാഗത്തെല്ലാം മണ്ണിടിയാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇവിടുത്തെ ആളുകൾ പൊതുവെ പറയുന്നത്, നമ്മൾക്കറിയാം ഇപ്പോൾ കർണാടകയിൽ ഷിരൂര് പോലുള്ള പ്രദേശത്തുണ്ടായ മണ്ണിടിച്ചിൽ പോലെ ഇവിടെ ഒരു മരണം ഉണ്ടാകേണ്ടി വരുമോ ഈ നാട്ടിൽ, ഇനിയൊരു ഈ മണ്ണ് നീക്കി പ്രവർത്തനം ചെയ്യേണ്ടതെന്ന് പറയേണ്ട സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. സർക്കാരിൻ്റെ ഇടപെടൽ അത്രമാത്രമുണ്ട്. ഇപ്പോൾ ദേശീയപാത അതോറിറ്റി കൈകാര്യം ചെയ്തില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് സംസ്ഥാന സർക്കാർ ഇടപെടണമല്ലോ. സർക്കാർ ഇതിനെ യാതൊരു ഇടപെടലും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ ഇവിടുത്തെ MLA റവന്യൂ വകുപ്പ് മന്ത്രിയാണ്, കേരളത്തിലെ 2ാമത്തെ മന്ത്രിയാണ്. പക്ഷേ മന്ത്രി ഒരു ഇടപെടലും ഇതിൽ നടത്തിയിട്ടില്ല. കാരണം ഞങ്ങൾ നിരന്തരം പല ആവശ്യങ്ങളും അദ്ദേഹത്തോട് ഞങ്ങൾ പറഞ്ഞത് ഒന്നും നടപ്പിലായിട്ടില്ല. കാരണം ടോൾ പിരിക്കുക, അവർ നമ്മളെ കൊള്ളയടിക്കുക എന്ന് മാത്രമാണ് ഈ കരാർ കമ്പനിക്ക് ഇപ്പം നിലവിൽ ഉള്ള ഒരു അവസ്ഥ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ടോൾ നിരക്ക് വാങ്ങിക്കുന്ന ഒരു സ്ഥലമാണ് പന്നിയങ്കര എന്ന് പറയുന്നത്. ആ പന്നിയങ്കരയിലേക്ക് പോകുന്ന വഴിയാണത്. ഇത്രയധികം ടോൾ കൊടുത്തിട്ടും ഒരു സുരക്ഷ ഇല്ല, ജീവന് പോലും സുരക്ഷയില്ലാത്ത ഒരു സ്ഥിതിയാണ് ഇവിടെ.
തീർച്ചയായും ഒരു സുരക്ഷയും ജനങ്ങൾക്കില്ല. കാരണം ജനങ്ങൾക്കായി എത്രത്തോളം പ്രായോഗികമാണ് എന്ന വിഷയം അവിടെ നിൽക്കുന്നു. വലിയ മലകൾക്ക് താഴെ ഒരു സുരക്ഷാ വേലി കൊണ്ട് എന്ത് സംഭവിക്കാൻ എന്നുള്ള പ്രശ്നം അവിടെ നിൽക്കുന്നു. മാത്രമല്ല, നാഷണൽ ഹൈവേ അതോറിറ്റി എന്നുള്ളത് കേന്ദ്രത്തിന് കീഴിൽ വരുന്ന സംവിധാനമാണ്. അതിൽ സംസ്ഥാന സർക്കാരിന് പ്രത്യേകമായി ഒന്നും ചെയ്യാനില്ല. പക്ഷേ ഏത് തരത്തിൽ സമ്മർദ്ദം ചെലുത്താനാകും എന്നുള്ള കാര്യമാണ് ഇനി ആലോചിക്കേണ്ടത്. പല ഇടത്തെയും റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയിൽ നാഷണൽ ഹൈവേ അതോറിറ്റിയോട് കേന്ദ്രം വിശദീകരണം ചോദിക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. ഈ തരത്തിൽ ഏത് ഏജൻസി അത് നടപ്പാക്കുന്നു? ഇപ്പോൾ ഷിരൂരിന്റെ കാര്യത്തിൽ ഏജൻസി കരാറെടുത്ത ഏജൻസിക്കെതിരെയാണ് നടപടിയെടുത്തിരിക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി വരേണ്ടതുണ്ട്. സംസ്ഥാന സർക്കാരിന് എത്രത്തോളം ഇതിൽ പ്രായോഗികമായി കാര്യങ്ങൾ ചെയ്യാനാകുമെന്നുള്ള വിഷയം അവിടെ നിൽക്കുന്നു. ഇവിടെ ഈ ഭാഗത്തൊന്നും വീടുകളില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലേ ജേസൺ? സ്മൃതി, വീടുകളില്ല എന്നതാണ് ഒരു ആശ്വാസം. പക്ഷേ ഈ മലയുടെ അപ്പുറത്തെ സൈഡ്, അതായത് ഓപ്പോസിറ്റ് സൈഡിൽ വീടുകളുണ്ട്. ഇത് ദേശീയപാത അന്ന് വലിയ തുക കൊടുത്ത് തന്നെയാണ് ഭൂമി ഏറ്റെടുക്കുന്ന സ്ഥിതി ഉണ്ടായത്. ഷിരൂരിനേക്കാളൊക്കെ വലിയ ദേശീയപാത എന്ന് നമുക്ക് പറയേണ്ടി വരും. ഏറ്റവും വലിയ വ്യവസായ ഇടനാഴികളിൽ ഒന്നാണ്. കാരണം കോയമ്പത്തൂർ തമിഴ്നാട്ടിലേക്ക് പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാതയാണ്. ഈ പാതയോട് ചേർന്നാണ് ഇത്തരത്തിൽ പാറകൾ വെട്ടി, അന്ന് സ്വാഭാവികമാണ് ദേശീയപാത നിർമ്മാണത്തിന് പാതകൾ ഉണ്ടാക്കണം. ആ പാതകൾ വലിയ വീതി ഉണ്ടാക്കണം. അവിടെ പാറകളായിരിക്കും ഭൂരിഭാഗം ഉണ്ടാവുക. പക്ഷെ അതെല്ലാം വെട്ടി ഒതുക്കിയ ശേഷം സുരക്ഷിതമായ വേലി നിർമ്മിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, ഈ ദേശീയപാതയുടെ ഏതാണ്ട് മല കൊണ്ട് ചുറ്റപ്പെട്ടതാണ്. പക്ഷേ ആ ഒരു പരിധി വരെ ഒരു ഭാഗത്തെ മലയൊക്കെ കുറച്ച് അകലെയാണ്. ഈ ഭാഗത്ത്, ഈ വലത് ഭാഗത്ത് മാത്രമാണ് അടുത്ത് ഈ ദേശീയപാതയോട് ചേർന്ന് നിൽക്കുന്നത്. പല ഘട്ടങ്ങളിലും മരങ്ങൾ താഴോട്ട് വീഴും. അപ്പോൾ അത് മുറിച്ചു മാറ്റും, അത് അങ്ങോട്ട് ഇടും. എന്നതിനപ്പുറത്തേക്ക് കാര്യമായി ഒന്നും നടക്കുന്നില്ല. പോകുന്ന വഴി എത്രത്തോളം സുരക്ഷിതമാണ് എന്ന അന്വേഷണം നമ്മൾ തുടങ്ങിയാണ്. ഇപ്പോൾ തൃശ്ശൂരിൽ നിന്നാണ് തുടങ്ങിയത്. തൃശ്ശൂർ മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാതയിൽ കാര്യങ്ങൾ അത്ര സുരക്ഷിതമല്ല എന്നതിന്റെ നേർചിത്രമാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തത് കൊയിലാണ്ടിയിലേക്കാണ്. കൊയിലാണ്ടി കുന്നോറമലയിൽ മണ്ണിടിച്ചിൽ ഭീഷണി തുടരുകയാണ്. കുന്നിന് മുകളിൽ 11 വീടുകളാണ് അപകട ഭീഷണിയിലുള്ളത്. കുത്തനെയുള്ള ചരിവുകളിൽ മണ്ണിടിയാൻ സാധ്യതയുണ്ട്. മണ്ണ് പരിശോധന വേണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. VS രഞ്ജിത്താണ് വിവരങ്ങളുമായുള്ളത്. VS രഞ്ജിത്ത്, ഇപ്പോൾ ഇത് ഈ NH പോകുന്ന പാതയാണോ? അങ്ങനെയുള്ള പാതയ്ക്ക് അരികിലുള്ള സ്ഥലം ഏറ്റെടുക്കൽ കൃത്യമായി നടപ്പാക്കിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ പിണറായി വിജയൻ അധികാരത്തിൽ വന്ന ശേഷമാണ് റോഡ് ഏറ്റെടുക്കൽ നടപടികളിലേക്ക് വളരെ വേഗത്തിൽ കടന്നത്. അത് സംസ്ഥാന സർക്കാർ കൂടി ചെലവ് വഹിച്ചുകൊണ്ട്, വിഹിതം നൽകിക്കൊണ്ട്, വലിയ രീതിയിൽ തന്നെ നഷ്ടപരിഹാരം നൽകിക്കൊണ്ടുള്ളൊരു പ്രശ്നപരിഹാരമാണ് ഇതിൽ കണ്ടിരുന്നത്. അത് വലിയ രീതിയിൽ വിജയിക്കുകയും ചെയ്തു. പക്ഷേ മുഴുവൻ ഭൂമിയും കൊടുക്കാതെ, മുഴുവൻ ഭൂമി ആവശ്യമില്ല, അതിൻ്റെ ഭാഗികമായ സ്ഥലത്ത് വീടുകൾ നിൽക്കുന്നവർക്കാണ് വലിയ അപകട ഭീഷണിയുള്ളത്. അതാണോ ഇപ്പോൾ കൊയിലാണ്ടിയിൽ കാണുന്നത്, രഞ്ജിത്ത്? ഇവിടെ ഷിരൂരിന് സമാനമായൊരു സാഹചര്യമുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ കാണുന്നത് 30 മീറ്റർ ഉയരത്തിലുള്ള കുന്നാണ്. ഇതിന് മുകളിലാണ് 12-15ഓളം വീടുകൾ ഇതിൻ്റെ മുകളിലുള്ളത്. ഇതിൻ്റെ ഒരു വർഷം മുമ്പാണ് ഇവിടെ കുന്നിടിഞ്ഞ് വീണത്. അതിനുശേഷം തുടർച്ചയായി കുന്നിടിക്കുന്നുണ്ട്. ഈ ഭാഗത്തേക്ക് നോക്കിയാൽ ഇവിടെ കുന്നിടിഞ്ഞ് വീണത് കാണാൻ പറ്റും. ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് ഈ കുന്ന് ഇവിടെ ഇടിഞ്ഞ് വീണിട്ടുള്ളത്. ഈ കുന്നിടിഞ്ഞ് വീണ ഈ മണ്ണ് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, വെറും ചളിയാണ്. ഈ ഇതുപോലുള്ള ഒരു ഉറപ്പുമില്ലാത്ത മണ്ണാണ് ഇതിൻ്റെ അടിഭാഗത്തുള്ളത്. ഇത് ഇടിഞ്ഞ് വീഴുകയാണ്. ഇത് ഇടിഞ്ഞ് വീഴുമ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യം മണ്ണ് പരിശോധന നടത്തണം. ഇപ്പോഴാണ് നാട്ടുകാർ മണ്ണ് പരിശോധന നടത്താൻ പറയുമ്പോൾ അധികൃതർ മണ്ണ് പരിശോധനയ്ക്ക് തയ്യാറാവും. നമുക്ക് ഈ ഭാഗത്തേക്ക് പോയാൽ, മിജേഷ്, ഈ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ കല്ലിട്ടത് കാണാൻ പറ്റും. ഈ കല്ല് വെച്ചിരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ഈ മലയുടെ ഒരു ഭാഗം ഇടിഞ്ഞു വീണിട്ട് ഈ ദേശീയപാത അതോറിറ്റിക്കാർ ഒരു ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുന്നത് പോലെ അവിടെ ഓട്ടയടച്ച് വെച്ചിരിക്കുന്ന ആ തുണി കെട്ടിയ ഭാഗം എന്ന് പറയുന്നത് ഓട്ടയടച്ച് വെച്ചിരിക്കുന്നതാണ്. ഈ ഭാഗത്ത് മണ്ണിടിക്കുന്നു. മണ്ണിടിഞ്ഞ് വീഴുമ്പോൾ ഉണ്ടാകുന്ന വലിയ പാറക്കല്ലുകളാണ്. ഈ വലിയ പാറക്കല്ലുകളാണ് ഈ നിരത്തിലേക്ക്, ദേശീയപാതയിലേക്ക് ഇടിഞ്ഞ് വീഴുന്നത്. ഈ തൊട്ടടുത്ത് കാണുന്ന വീട് ഈ അമ്മയുടെ വീടാണ്. അമ്മയുടെ പേരെന്താ? ഇപ്പോൾ ഈ മണ്ണിടിച്ചിലുണ്ട്. ഈ മണ്ണിടിഞ്ഞ എപ്പോഴാണ്? ഒരാഴ്ച കഴിഞ്ഞു. അപ്പോൾ നിങ്ങളെ ഈ വീടിൻ്റെ, ഈ കാണുന്ന ഈ വെള്ള പെയിൻ്റ് അടിച്ച വീടിൻ്റെ ഉടമസ്ഥയാണ് ഈ അമ്മ. സ്വാഭാവികമായിട്ടും ഇവരെപ്പോലുള്ള ആളുകൾ താഴത്ത് താമസിക്കുന്നുണ്ട്. 12 വീടുകൾ മുകളിലാണെങ്കിൽ താഴത്ത് താമസിക്കുന്നു. നിങ്ങൾ ഈ പരാതി പറഞ്ഞിരുന്നു? പരാതി കുറേ പറഞ്ഞു, അവർ അനുസരിക്കുന്നില്ല തീരെ. പിറ്റേന്ന് ഇവിടെ ഷാഫി വന്നേരം പറഞ്ഞ് പിറ്റേന്ന് എടുത്ത് മാറ്റിത്തരാൻ പറഞ്ഞ് ഇതുവരെ അതിനൊരു പരിഹാരം കണ്ടില്ല. മുറ്റത്തിറങ്ങാൻ കൂടിയും വൈകുന്നില്ല.
ഈ മണ്ണിടിഞ്ഞ് വീണത് മൂലം ഈ അമ്മയ്ക്ക് ഇവിടെ നടന്ന് പുറത്തേക്ക് പോകണമെങ്കിൽ ഈ മണ്ണ് മാറ്റി വേണം ഇവരെ ഈ വീട്ടിലേക്കുള്ള റോഡ് പോലും മാറ്റിക്കൊടുക്കാൻ. കഴിഞ്ഞ 2 ആഴ്ച മുമ്പാണ് ഈ മണ്ണിടിഞ്ഞ് വീണത്. ഇപ്പോഴും റോഡ് മാറ്റിയിട്ടില്ല. ഇവിടുത്തെ വാർഡ് കൗൺസിലർ ഇവിടെയുണ്ട്. നിങ്ങൾ ഈ ഷാഫി പറമ്പിൽ MP ഉൾപ്പെടെ പറഞ്ഞിരുന്നു എന്താണ് ഈ ഒരു കുന്നിടിച്ചിൽ ഭീഷണി? ഇപ്പോൾ വാഗാടാണ് ഇതിൻ്റെ കരാറുകാർ. എന്ത് പരിഹാരമാണ് നിങ്ങൾക്ക് നിർദ്ദേശിച്ചിട്ടുള്ളത്? ഷാഫി പറമ്പിലിനോട് പറഞ്ഞിട്ടുണ്ട്. ഷാഫി പറമ്പിൽ പറഞ്ഞ സമയത്ത് തന്നെ ഇവിടെ ഇടപെട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബഗാടിൻ്റെ ആൾക്കാരൊക്കെ അവിടെയൊക്കെ ശരിക്കും പറഞ്ഞതാണ്. ഇതെന്തായാലും ഭൂമി ഇവരെന്തായാലും ഇവിടെ ശാശ്വതമല്ല. ഇത് പിന്നെ സോയിങ് നെയിൽ ഇവിടെ തീരെ പറ്റൂല. കാരണം എന്താ വെച്ചാൽ അത്രയും സോഫ്റ്റായ പദമായ മണ്ണാണ് ഇവിടെ. ശരിക്കും തോണ്ടിയാൽ കയ്യിൽ വരുന്ന അതേ ഒരു അത്രയും ഉറപ്പില്ലാത്തൊരു മണ്ണാണ്. ഷാഫി പറമ്പിൽ എല്ലാ വീടുകളിലും പിന്നെ ഇവിടെ ഭീഷണി നേരിടുന്ന വീടുകളിലൊക്കെ പോയി പിന്നെ ഓരോരോ വീടുകളിലും പോയിട്ട് വീടുകളിനൊക്കെ വിള്ളലുണ്ട്. ചില വീടുകളിനൊക്കെ വിള്ളലുണ്ട്. അതുമാത്രമല്ല ഒരു 11.5 മീറ്റർ പിന്നെ നീളത്തിലാണ് ഈ കമ്പി അടിച്ചിട്ടത്. ഈ കമ്പി അടിച്ചിട്ടത് കമ്പീൻ്റെ ഉള്ളിൽ കൂടെ ഇപ്പോൾ ഒരു പൈപ്പ് തുറന്നിട്ടാൽ വരുമ്പോഴുള്ള വെള്ളം അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 12 വീട്ടുകാരെ മാറ്റി പാർപ്പിക്കണമെന്നും പുനരധിവസിപ്പിക്കണം എന്നുള്ളതാണ് നിങ്ങൾ ആവശ്യം? അതെ, അത് എന്തായാലും മാറ്റി താമസിക്കാൻ വേണ്ട നടപടികൾ അന്ന് തന്നെ മാറ്റി താമസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഷാഫി പറമ്പിൽ അന്ന് നാഷണൽ ഹൈവേ ആൾക്കാരോട് പറഞ്ഞത്. അവർ അന്ന് തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. കുറേ ആൾക്കാരൊക്കെ മാറിപ്പോയിട്ടുണ്ട്. ഇനിയും കുറച്ച് പേരും കൂടി മാറാനുണ്ട്. സ്മൃതി, ഇതിൻ്റെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, ഇപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് വോൾ എന്ന് പറയുന്നത് വെറും ഈ സിമൻറ്റ് അടിച്ച് കയറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഈ കമ്പികൾ കാണാൻ പറ്റും. ഈ പട്ടിക്കൂട്ടിനെ കടിക്കുന്ന കമ്പി പോലത്തെ കമ്പി അടിച്ചിട്ട് അതിലേക്ക് സിമൻറ്റ് അടിച്ച് കയറ്റുകയാണ്. ഇതൊരു ഉറപ്പുമില്ലാത്ത വോളാണ്. യഥാർത്ഥത്തിൽ ഇങ്ങനെ മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള പ്രദേശത്ത് ചെയ്യേണ്ട വോൾ എന്ന് പറയുന്നത് എഞ്ചിനീയർമാർക്ക് അറിയാം. ബ്രസ്റ്റ് വോൾ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. ഈ ബ്രസ്റ്റ് വോളാണ് ഇത്തരത്തിലുള്ള കുന്നുകൾ ഇടിച്ചു കഴിഞ്ഞാൽ കുന്നിൻ ചെരുവിലുള്ള റോഡുകളിൽ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ ബ്രസ്റ്റ് വോളിൻ്റെ ഏറ്റവും പ്രത്യേകത, ഇതിപ്പോൾ നേരത്തെ വാർഡ് കൗൺസിലർ പറഞ്ഞ പോലെ ഇവിടുന്ന് വെള്ളം പുറത്തേക്ക് വരും. ഈ വെള്ളം പുറത്തേക്ക് വരാൻ വേണ്ടി ഇത്തരത്തിലുള്ള കുഴലുകളാണ് ഇട്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള കുഴലുകളിലൂടെ വെള്ളം പുറത്തു വന്നാൽ പോലും ഇത് മണ്ണിടിയാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ബ്രസ്റ്റ് വോൾ ആവുന്ന സമയത്ത് ആദ്യം ഗേബിയോൺ എന്ന് പറയുന്ന ഒരു അറയുണ്ടാക്കും. ആ അറയിൽ ഈ നാട്ടിന് അനുയോജ്യമായ കല്ലുകൾ നിറയ്ക്കുന്ന അറയായിരിക്കും. ആ അറയ്ക്കുള്ളിലൂടെ വെള്ളം പുറത്തു വരാനും അതിനുശേഷം ഉറച്ച കോൺക്രീറ്റുകൾ കൊണ്ടുള്ള ഭിത്തി ഉണ്ടാക്കും. അങ്ങനെ 2-3 അറകളുള്ള ഈ സംവിധാനമാണ് ബ്രസ്റ്റ് വോൾ അഥവാ സ്തനഭിത്തികൾ എന്നറിയപ്പെടുന്നത്. അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഇത്തരത്തിലുള്ള പ്രദേശങ്ങളിൽ ഉണ്ടാക്കേണ്ടത്. അത് വേണമെന്ന് ഇതിൻ്റെ ആലോചനാഘട്ടത്തിൽ ചില എഞ്ചിനീയർമാർ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ കരാറുകാർ അതിന് സമ്മതിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശിരൂർ പോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ ഉറച്ച ഭിത്തികൾ, ബ്രസ്റ്റ് വോൾ പോലുള്ള സംവിധാനങ്ങൾ ഈ നാട്ടുകാർക്ക് ഇവിടെ ഉണ്ടാവേണ്ടതുണ്ട്. ഇവിടെ സ്വൈര്യമായി കടന്നുറങ്ങാനുള്ള ഒരു സംവിധാനം. അതിന് 2 കാര്യങ്ങളാണ്. ഇവിടെ ബ്രസ്റ്റ് വോൾ ഉണ്ടാക്കണം. ഇതിന് മുകളിലുള്ള ഈ 12 വീട്ടുകാരെ മാറ്റിപ്പാർപ്പിച്ച് ആ സ്ഥലം കൂടി ദേശീയപാത അതോറിറ്റി ഏറ്റെടുക്കേണ്ടതുണ്ട്. സ്മൃതി, വലിയ പരിസ്ഥിതി പ്രശ്നങ്ങൾ കൊയിലാണ്ടിയിലുണ്ട്. കുന്നോറമലയിൽ മണ്ണിടിച്ചിൽ ഭീഷണി, നിരവധി വീടുകൾ ഇവിടെയുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. ഒരുപാട് പരാതി ഷാഫി പറമ്പിൽ MLA അവിടെ സന്ദർശിച്ചിരുന്നു എന്നും ഈ പരാതി ഷാഫി പറമ്പിൽ പാർലമെന്റിൽ ഉന്നയിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. റോഡുകളുടെ സുരക്ഷ സംബന്ധിച്ചുള്ള വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നാഷണൽ ഹൈവേ അതോറിറ്റിയോട് വിശദീകരണം തേടിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള കുന്നോറമലയിലെ സാഹചര്യമാണ് PS രഞ്ജിത്ത് വിശദീകരിച്ചത്. ദേശീയപാത 66-ലും കേരളത്തിലും ഷിരൂർ മോഡൽ കുന്നുകളാണോ? കോഴിക്കോട് വടകര മുക്കാളിയിൽ മലയിടിഞ്ഞിട്ട് 1 മാസമാകുന്നുണ്ട്. ഹൈവേ നിർമ്മാണത്തിന് അശാസ്ത്രീയമായി മണ്ണെടുത്തതാണ് അപകട കാരണം. സുരക്ഷയ്ക്കായി ഉപയോഗിച്ച സോയിൽ നെയിലിംഗ് സംവിധാനം പരാജയപ്പെട്ടു. അതിതീവ്ര മഴയിൽ വെള്ളമിറങ്ങി കോൺക്രീറ്റ് ആവരണം തകർന്നാണ് മണ്ണിടിഞ്ഞത്. മുക്കോളിയിലെ ബദൽ സുരക്ഷാഭിത്തി നിർമ്മാണവും വൈകുകയാണ്. സുനോജ് തോമസ് വിവരങ്ങളുമായി. സുനോജ്, ഇപ്പോൾ കൊയിലാണ്ടിയിൽ നിന്ന് അധികം ദൂരമില്ലല്ലോ വടകരയിലെ സാഹചര്യവും അപകടകരമായ സാഹചര്യം. അവിടെ ഒരു തവണ മലയിടിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. എന്താണ് സംഭവിച്ചത്? ആളപായമൊന്നും ഉണ്ടായില്ലല്ലോ. എന്താണിപ്പോൾ അവിടുത്തെ ഒരു പരിസ്ഥിതിക്ക് കോട്ടമുണ്ടാക്കുന്ന രീതിയിലുള്ള നിർമ്മാണത്തിന്റെ വിവരങ്ങൾ എങ്ങനെയാണ്? സ്മൃതി, ഷിരൂരിൽ അപകടമുണ്ടായ ദേശീയപാത 66, അതേ ദേശീയപാതയാണ് നമ്മുടെ സംസ്ഥാനത്ത് കൂടി കടന്നു പോകുന്നത്. കാസർഗോഡ് ജില്ല വഴി കണ്ണൂരെത്തി കോഴിക്കോട് വഴി കടന്നു പോകുന്ന ദേശീയപാത. ആ ദേശീയപാതയിൽ വടകര മുക്കാളിൽ ഈ മാസം 1-ാം തീയതിയാണ് ഈ കാണുന്ന രീതിയിൽ വലിയ രീതിയിൽ മണ്ണിടിച്ചിലുണ്ടായത്. നേരത്തെ രഞ്ജിത്ത് പറഞ്ഞതുപോലെ തന്നെ വകാട് കമ്പനിയാണ് ഇവിടെ ദേശീയപാതയുടെ നിർമ്മാണം ഏറ്റെടുത്തിരിക്കുന്നത്. വെങ്ങളം മുതൽ അഴിയൂർ വരെയുള്ള സ്ട്രെച്ചാണ് വകാട് കമ്പനി നിർമ്മിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ കണ്ടാൽ അറിയാം, ഏകദേശം 18 മീറ്റർ ഉയരമുള്ള
വലിയ കുന്ന് കുത്തനെ ഇടിച്ചു താഴ്ത്തിയാണ് ഇവിടെ ദേശീയപാതയ്ക്ക് വേണ്ടി മണ്ണെടുത്ത് റോഡിന് വീതി കൂട്ടിയിരിക്കുന്നത്. നേരത്തെ സ്മൃതി ചോദിച്ചിരുന്നു എന്തെങ്കിലും അപകടം സംഭവിച്ചിരുന്നോ എന്ന്. ഭാഗ്യത്തിനാണ് വലിയ അപകടം ഒഴിവായത്. കാരണം ഈ പ്രദേശത്ത് ഷിരൂരിൽ കണ്ടതുപോലെയൊക്കെ തന്നെ വാഹനങ്ങൾ, ടാങ്കർ ലോറിയും ചരക്ക് ലോറിയൊക്കെ തന്നെ നിർത്തുന്ന സ്ഥലമായിരുന്നു. രാവിലെ 8 മണിക്കാണ് ഈ കുന്ന് ഇടിഞ്ഞു വീഴുന്നത്. ആ സമയത്ത് ഭാഗ്യത്തിന് ഇത് ഹൈവേയാണ്, ദേശീയപാത 66 തിരക്കുള്ള സമയമായിരുന്നു. പക്ഷേ ആരുടെയൊക്കെയോ ഭാഗ്യത്തിന് ഒരു വണ്ടി പോലും ഇവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആരും അപകടത്തിൽപ്പെട്ടില്ല. പക്ഷേ നാട്ടുകാർ അന്ന് റോഡ് മുഴുവൻ ഉപരോധിച്ചു. ഏകദേശം 8 മണിക്കൂറോളം ഗതാഗതം പൂർണ്ണമായി സ്തംഭിച്ചിരുന്നു. പക്ഷേ ദേശീയപാത അതോറിറ്റി ഇതുവരെയായിട്ട് ഒരു നടപടിയും ഇവിടെ എടുത്തിട്ടില്ല. ശാസ്ത്രീയമായി പഠിക്കുന്നു, വിദഗ്ധമായി ഇവിടെ സംരക്ഷണ ഭിത്തി കിട്ടുമെന്നൊക്കെയാണ് അവർ പറയുന്നത്. മണ്ണ് പോലും എടുത്തു മാറ്റിയിട്ടില്ല, മഴയായതുകൊണ്ട് എടുത്ത് മാറ്റിയില്ലെന്നാണ് പറയുന്നത്. ഇനി ഇവിടെ കാണുന്ന രീതി എന്ന് പറയുന്നത് സോയിൽ നെയിലിംഗ് എന്ന് പറയുന്ന സംവിധാനമാണ്. അതായത് ഈ മല കുത്തനെ ഇടിച്ചു താഴ്ത്തുന്നു. അതിനുശേഷം ഈ മണ്ണിലേക്ക്, ഇവിടേക്ക് നോക്കിയാൽ കാണാം, ഈ രീതിയിലുള്ള ഒരു ആണി അടിച്ചു കയറ്റി, ഏകദേശം 1 മീറ്ററോളം ദൂരത്തിൽ ആണി അടിച്ചു കയറ്റി സ്ക്രൂ നട്ടും ബോൾട്ടും ഇട്ട് മുറുക്കും. അങ്ങനെ മുറുക്കിയ ശേഷം നെറ്റിട്ട് അതിലേക്ക് സിമൻറ്റ്, കോൺക്രീറ്റ് മിശ്രിതം മെഷീൻ ഉപയോഗിച്ച് സ്പ്രേ ചെയ്ത് പിടിപ്പിക്കുന്ന രീതിയാണ്. അങ്ങനെ സ്പ്രേ ചെയ്ത് പിടിപ്പിക്കുകയും ഈ ഇവിടേക്ക് ക്യാമറ തിരിച്ചാൽ കാണാം ചെറിയൊരു പൈപ്പ് കാണാം. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പൈപ്പ് കൊടുക്കും. ഇതുവഴി വെള്ളം പുറത്തേക്ക് പോകാൻ വേണ്ടിയാണ് പൈപ്പ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഞങ്ങൾ ഈ മലയുടെ മുകളിലേക്ക് കയറിയിരുന്നു. നിരവധി വീടുകളുണ്ട്. എൻ്റെ തലയ്ക്ക് മുകളിൽ, തൊട്ട് മുകളിൽ ഒരു വീടുണ്ട്. ആ വീടിൻ്റെ മുറ്റം ചേർന്നാണ് ഈ കുന്ന് ഇടിഞ്ഞു പോയിരിക്കുന്നത്. വലിയ പ്രതിഷേധമുണ്ടായ സമയത്ത് ആ വീട്ടുകാരെ താൽക്കാലികമായി ദേശീയപാത അതോറിറ്റി തന്നെ വാടക വീട്ടിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അവരുടെ വീട്ടുമുറ്റത്തുള്ള കിണറ്റിൽ ഈ കുന്നോളം വെള്ളമുണ്ട്. അതായത് ഈ കുന്ന് നിറയെ വെള്ളമാണ്. ഈ അതിതീവ്ര മഴയിൽ ഈ കുന്ന് മുഴുവൻ വെള്ളം കുടിച്ചിരിക്കുകയാണ്. ആ വെള്ളം പുറത്തേക്ക് പോകാൻ വഴിയില്ലാതെയാണ് ഇത് ഇടിഞ്ഞു വീണിരിക്കുന്നത്. എനിക്ക് അതിൻ്റെ അടുത്തേക്ക് പോയി അതൊന്ന് തൊട്ട് കാണിക്കണമെന്നുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ കഷ്ടകാലത്തിന് അത് ഇടിഞ്ഞു വീണാൽ നമ്മളും അപകടത്തിൽപ്പെടാം. അതുകൊണ്ടാണ് അതിൻ്റെ അടുത്തേക്ക് പോയി അതിൻ്റെ കനം ഞാൻ പറയാത്തത്. ഏകദേശം ഒരു 4-5 ഇഞ്ച് കനം മാത്രമാണ് ഈ കോൺക്രീറ്റ് മിശ്രിതത്തിനുള്ളത്. ഇത് വെച്ചാണ് ഈ മല മുഴുവൻ ആവരണം ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിണ്ട് കീറിയ നിലയിൽ കാണുന്നുമുണ്ട്. അതെ, വിണ്ട് കീറി കിടക്കുകയാണ് പല സ്ഥലം. ഈ തകർന്ന ഭാഗമല്ല, ഇനി ബാക്കിയുള്ള ഭാഗത്തും വിണ്ട് കീറിയിട്ടുണ്ട്. ഞങ്ങളിങ്ങോട്ട് വരുന്ന വഴിക്ക് മടപ്പള്ളി ഭാഗത്തൊക്കെ തന്നെ സമാനമായ രീതിയിൽ, ഇതേ രീതിയിൽ നിർമ്മിച്ച ഭാഗങ്ങളൊക്കെ തന്നെ മല ഇടിഞ്ഞ് വീണിട്ടുണ്ട്. ഏകദേശം 4-5 ഇഞ്ച് മാത്രം കനത്തിലാണ്, ശരിക്കും പറഞ്ഞൊരു മുട്ടത്തോട് പോലെയാണ് ഈ മല ഇടിച്ച് താത്തിയ ശേഷം കോൺക്രീറ്റ് മിശ്രിതം വെച്ച് പൊതിഞ്ഞിരിക്കുന്നത്. ഇത് അശാസ്ത്രീയമാണെന്ന് തുടക്കത്തിൽ തന്നെ നാട്ടുകാർ പറഞ്ഞതാണ്. ഇവിടുത്തെ പ്രദേശവാസികളുടെ ഒരു എഞ്ചിനീയറുടെ കൂട്ടായ്മയുണ്ട്, അത് ദേശീയപാത സാങ്കേതിക പൗരസമിതിയുണ്ട്. അവരൊക്കെ തന്നെ ദേശീയപാത അതോറിറ്റിയോട് പറഞ്ഞത് ഇത്ര വലിയ സംവിധാനമാണ്, ധാരാളം എഞ്ചിനീയർമാരുള്ള സംവിധാനമാണ്, എന്നിട്ട് പോലും നമ്മുടെ മണ്ണിൻ്റെ ഘടന പഠിക്കാതെ, ഭൂമിശാസ്ത്രം പഠിക്കാതെ ഇങ്ങനെ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞിട്ട് പോലും അത് നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞിട്ടാണ് ഈ രീതിയിൽ നിർമ്മാണം നടത്തിയത്. നമുക്ക് ഇവിടെയുള്ള എഞ്ചിനീയർമാരോട് തന്നെ ചോദിക്കാം. മോഹനൻ സാറാണ്, ഇദ്ദേഹം റിട്ടയർഡ് എഞ്ചിനീയറാണ്. സാറേ, എന്തെങ്കിലും ശാസ്ത്രീയ വശമുണ്ടോ ഈ നിർമ്മാണത്തിന്? ഒന്ന്, നമ്മൾ ഇത്തരം സംഗതികൾ, വലിയ ദുരന്തങ്ങൾ ഉണ്ടായിട്ട് സംസാരിച്ച് പരിഹാരം കാണുന്നതിന് പകരം ഇത് ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകാത്ത രീതിയിൽ മുൻകൂട്ടി തയ്യാറാക്കുകയാണ് വേണ്ടത്. ഇവിടെ നാഷണൽ ഹൈവേ അതോറിറ്റി ചെയ്യുന്ന ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പുറത്തു നിന്നുള്ള ആരുടെയും ഒരു സഹായം അവർ തേടുന്നില്ല. മാത്രമല്ല, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ആളുകളുമായിട്ട് സംസാരിക്കാൻ തയ്യാറാവുന്നില്ല. ഇവിടെ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ യഥാർത്ഥത്തിൽ വേണ്ടത് വലിയൊരു പഠനം നടത്തിയ ശേഷം മാത്രമേ ഇത്തരം കാര്യങ്ങൾ ചെയ്യാവുള്ളൂ. കാരണം മണ്ണിൻ്റെ ഘടന, അതിൻ്റെ ഷിയർ സ്ട്രെങ്ത്ത്, ഇവിടെ ഇത്തരം കാര്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം ഈ മണ്ണിന് ഇത് അനുയോജ്യമാണോ എന്ന് നോക്കേണ്ട ആവശ്യമുണ്ട്. യഥാർത്ഥത്തിൽ വാട്ടർ ടേബിൾ എന്ന് പറയുന്ന നമ്മുടെ ഭൂഗർഭ ജലനിരപ്പ് അത് ഇതിന് മുകളിലാണ്. ഈ ഭൂഗർഭ ജലനിരപ്പ് മുകളിലാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഷിരൂറൊക്കെ കണ്ട മാതിരി വെള്ളം ഇതിൻ്റെ അടിയിൽ കൂടെ തന്നെ ഒഴുകി താഴേക്ക് വരും. അപ്പോൾ അങ്ങനെ വെള്ളം ഒഴുകി വരാൻ വേണ്ടിയിട്ട് ഇത് സോയിൽ നെയിലിംഗ് എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് സോയിൽ നെയിലിംഗ് അല്ല. സോയിൽ നെയിലിംഗ് ആണെങ്കിൽ അത് IS കോഡ് പ്രകാരം അതിന് 16680 1999 എന്നൊക്കെ പറഞ്ഞ IS കോഡുണ്ട്, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡുണ്ട്. യഥാർത്ഥത്തിൽ ഈ സോയിൽ നെയിലിംഗ് തന്നെ നമ്മുടെ നാട്ടിൽ വന്നിട്ട് വളരെ കുറച്ച് കാലമായിട്ടുള്ളൂ, 30 വർഷമായിട്ടുള്ളൂ. ആസ്ട്രേലിയയിലാണ് ഇത് തുടങ്ങിയത്. പക്ഷേ ഇവിടെ നാഷണൽ ഹൈവേ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ ഇതിന് ഒരു 2015 ഇതിൽ പിന്നെ ഒരു ഉത്തരവ് ഗൈഡ് ലൈൻ ഇറക്കിയിട്ടുണ്ട്. 14007 എന്നാണ് ആ ഗൈഡ് ലൈൻ്റെ പിന്നെ അന്തസത്ത. പക്ഷേ അത് പ്രകാരമല്ല ഇവിടെ ചെയ്തിരിക്കണേ.
യഥാർത്ഥത്തിൽ ഇത്തരം ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ഒന്നുകിൽ ഈ വെള്ളമുള്ള വാട്ടർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അശാസ്ത്രീയമായ റോഡ് നിർമ്മാണത്തിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏത് രീതിയിലാണ് സിമന്റ് ഇട്ടിരിക്കുന്നത്, ഇവിടെ വിണ്ട് കീറിയ മലയ്ക്ക് മുകളിൽ സിമന്റ് ഇട്ടുകൊണ്ട് ഈ വിണ്ട് കീറിയ പാതക്കരികിലെ ഭാഗമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് വടകര, കൊയിലാണ്ടി, മുക്കോളി പലയിടത്തും ഈ പ്രശ്നം മണ്ണിടിഞ്ഞു വീണ സാഹചര്യമുണ്ടായി. ദേശീയപാത 66 മുക്കോളി, മടപ്പള്ളി, കുന്നിയൂർ മലയടക്കമുള്ള പ്രദേശങ്ങളിലാണ് മണ്ണിടിച്ചിലുണ്ടായത്. ഇക്കാര്യത്തിൽ ഷാഫി പറമ്പിൽ MP കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് നേരിട്ട് നിവേദനം നൽകി. ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് ഷിരൂരിന്റെ പശ്ചാത്തലത്തിലാണ് അങ്ങനെ ഒരു നിവേദനം നൽകിയത്. ഈ റോഡുകളുടെ ചിത്രം എടുത്ത് നൽകിക്കൊണ്ടാണ് നിവേദനം നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നാഷണൽ ഹൈവേ അതോറിറ്റിയോട് നിതിൻ ഗഡ്കരി കേന്ദ്രമന്ത്രി വിശദീകരണം തേടിയ സാഹചര്യം കൂടി നമ്മുടെ മുന്നിലുണ്ട്. ഷിരൂരിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ കേരളത്തിലെ സാഹചര്യം എങ്ങനെയെന്ന് വിശദമായി പരിശോധിക്കുന്നത്. ഞങ്ങളുടെ പ്രതിനിധികൾ എല്ലായിടത്തു നിന്നും തയ്യാറാണ്. ഇനി മലപ്പുറത്തേക്കാണ്. മലപ്പുറം ഇടിമുഴിക്കലിൽ ദേശീയപാതയ്ക്കായി മണ്ണെടുക്കുന്നത് അശാസ്ത്രീയമായി. കഴിഞ്ഞ 2 വർഷങ്ങൾക്കിടെ നിരവധി അപകടങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. മണ്ണെടുത്ത സ്ഥലങ്ങളിൽ അപായ സൂചന ബോർഡുകളോ താഴേക്ക് വീഴാതിരിക്കാനുള്ള സംവിധാനമോ ഒരുക്കിയിട്ടില്ല. ഇടിമുഴിക്കലിൽ നിന്നും സാനിയ മനോമിയാണ് വിവരങ്ങളുമായുള്ളത്. സാനിയോ, എന്താണ് ഇടിമുഴിക്കലിൽ കാണുന്നത്? മലപ്പുറം മലബാർ ഭാഗത്തേക്കാണ് ഈ NH നിർമ്മാണം വലിയ തോതിൽ അപകട ഭീഷണി ഉയർത്തുന്നത് എന്നുള്ള കാര്യം ജനപ്രതിനിധികൾക്ക് തന്നെ വ്യക്തമായിട്ടുള്ളതാണ്. ഷിരൂരിന്റെ പശ്ചാത്തലത്തിൽ MK രാഘവൻ MP തന്നെ പറയുന്നത് നമ്മുടെ മലബാറിൽ ഇത്തരത്തിലൊരു അപകടത്തിന് സാധ്യതയുണ്ട്, പല റോഡുകളും ഈ രൂപത്തിലാണ് നിർമ്മിച്ചതെന്ന്. എന്താണ് ഇടിമുഴിക്കലിൽ കാണാനാകുന്നത് സാനിയോ? ഇടിമുഴിക്കലിലെ സാഹചര്യവും അപകടകരമാണ്. അതിൻ്റെ ദൃശ്യങ്ങൾ തന്നെ സംസാരിക്കുമെന്ന് തോന്നുന്നു. കഴിഞ്ഞ 2 ആഴ്ച മുൻപാണ് ഈ മല അങ്ങനെ തന്നെ, ഈ കുന്ന് അങ്ങനെ തന്നെ ഇടിഞ്ഞ് താഴെ റോഡിലേക്ക് വന്നത്. 12 ദിവസം ഇവിടുത്തെ ഗതാഗതം പൂർണ്ണമായും നിലയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് മല ഇടിയുന്ന സമയത്ത് ഏതെങ്കിലും വാഹനമോ മറ്റോ ഇതിനുള്ളിൽ പെട്ടുപോയിരുന്നുവെങ്കിൽ വലിയ അപകടമുണ്ടായേനെ എന്നാണ് ഇവിടുത്തെ നാട്ടുകാർ തന്നെ പറയുന്നത്. നമുക്കിപ്പം മെമ്പർമാരും നാട്ടുകാരും ഒക്കെ ഉണ്ട്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, ഈ മണ്ണിടിയുന്നതിന് പകരമായി അവിടെ ഒരു ഷീറ്റ് കൊണ്ട് മറച്ചിരിക്കുകയാണ്. അതായത് മഴവെള്ളം അതിലേക്ക് വീഴാതിരിക്കാൻ ഷീറ്റ് കൊണ്ട് മറച്ചിരിക്കുന്നു. എത്രമാത്രം അശാസ്ത്രീയമാണ് അതെന്ന് നമുക്ക് മനസ്സിലാവും. താഴെ നിന്ന് റീറ്റൈനിങ് വാൾ കെട്ടി വരുന്നത് കാണുന്നുണ്ട്. നേരത്തെ നമ്മൾ പന്തീരാങ്കാവിലും മറ്റും കണ്ടതാണ്. റീറ്റൈനിങ് വാൾ കെട്ടുന്നതിനിടെ മണ്ണ് തിക്കി അത് റീറ്റൈനിങ് വാൾ തന്നെ തകർന്ന് മറ്റ് വീടുകളിലേക്കും മറ്റും വീഴുന്നത് കണ്ടതാണ്. ഇത് നേരിട്ട് വാഹനങ്ങളുടെ മുകളിലേക്കാണ് വീഴുക. റീറ്റൈനിങ് വാൾ പകുതിയായിട്ടേ ഉള്ളൂ. പക്ഷേ അതിന് തന്നെ പലയിടത്തും പൊട്ടലുകളുണ്ട്. അതിനടുത്ത് പോയി നമുക്ക് ദൃശ്യങ്ങൾ എടുക്കുക സാധ്യമല്ല. കാരണം അത് റോഡാണ്, റോഡിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് അങ്ങോട്ട് പോകൽ സാധ്യമല്ല. ഏതായാലും റീറ്റൈനിങ് വാൾ കെട്ടുന്നുണ്ടെങ്കിലും അത് പൊട്ടാനായിരിക്കുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. നാട്ടുകാരും പഞ്ചായത്ത് മെമ്പർമാരും എല്ലാവരും നമുക്കൊപ്പം ഉണ്ട്. ഇത് വളരെ അശാസ്ത്രീയമായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. മുൻപൊക്കെ ഈ റോഡ് മുന്നേ തന്നെ പൊട്ടുന്നതുമായിരുന്നു. ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ മണ്ണെടുക്കുമ്പോൾ അതിനുള്ള അനുകൂല സാഹചര്യങ്ങളൊന്നും ഒരുക്കാതെ മണ്ണെടുക്കുന്നത് ഒരു അപകടകരമായ ഒരു സാഹചര്യം കൂടിയല്ലേ ഉണ്ടാക്കുന്നത്. അതായത് ഇത് മുൻകാലത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ സ്പിന്നിംഗ് മില്ല് എന്ന് പറഞ്ഞാൽ വർക്ക് ചെയ്ത് അന്ന് കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മണ്ണുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഭിത്തിയാണെങ്കിൽ ഉറച്ചു നിൽക്കുന്ന മണ്ണുകളായിരുന്നു. ഇപ്പോൾ ഈ റോഡിന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞാൽ ഈ സൈഡിൽ കൂടെ ഉള്ള ഈ റോഡ് പുതിയതായി വെട്ടിയ സമയത്ത് കട്ടിങ് കൂടുകയും, അതായത് ഹൈറ്റ് കൂടി, അന്നെന്ന് പറഞ്ഞാൽ സ്ലോപ്പായിട്ട് കിടക്കുന്ന സ്ഥലമായിരുന്നു. ആ കട്ടിങ് കൂടിയ സമയത്ത് എന്ന് പറഞ്ഞാൽ മണ്ണുകളെല്ലാം ഇളകി ആ കണ്ടീഷനിൽ നിൽക്കുന്ന സമയത്താണ് കഴിഞ്ഞ 2 മാസം മുന്നേ മെയ് മാസം 22-ാം തീയതിയോട് കൂടിയിട്ട് ആ ശക്തമായ മഴയിൽ ഇതേമാതിരത്തെ നിങ്ങൾ കാണുന്ന കല്ലുകളുണ്ടല്ലോ, അതേമാതിരത്തെ കല്ലുകൾ ഈ മണ്ണുകളെല്ലാം എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് മൊത്തം ഈ റോഡിലേക്ക് ഇട്ട് അവിടെയുള്ള വെള്ളം, അതായത് ഈ സ്പിന്നിംഗ് മില്ല് നിൽക്കുന്ന സ്ഥലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മില്ല് മാത്രമേ ഉണ്ടായിരുന്നു. അത് 25 ഏക്കറോളം ഉള്ള സ്ഥലങ്ങളുണ്ട്. അന്ന് ഇതിങ്ങനെ മണ്ണിടിയുന്ന സമയത്ത് വാഹനങ്ങളോ മറ്റോ ഉണ്ടായിരുന്നെങ്കിൽ വലിയ അപകടം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇന്നിപ്പം തന്നെ നമ്മൾ അവിടെ സംഭവിച്ചമായിരുന്നു കഴിഞ്ഞാൽ മണ്ണിന്റെ അടിയിൽ ആ വാഹനങ്ങളാവും 100% അങ്ങനെയാണ്. അപ്പോൾ അത് ഉണ്ടാവരുതെന്നുള്ള നിലക്കാണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5 മാസത്തോളം ഈ റോഡ് അടച്ചിട്ടിരിക്കുന്നു. ഈ നാഷണൽ ഹൈവേ അടച്ചിട്ടിട്ടെന്ന് പറഞ്ഞാൽ അധികം വണ്ടി മറ്റേ കുളക്കുത്ത് ഭാഗത്ത് കൂടെ തിരിച്ചു വിടുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതിന്റെ മുകളിൽ വന്ന ഈ ഫൗണ്ടേഷൻ, സബാന ഫൗണ്ടേഷന്റെ എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ മൊത്തം ബില്ലിങ്ങാണുള്ളത്. പഴയ കാലത്ത് എന്ന് പറഞ്ഞാൽ ഈ മഴ പെയ്തിട്ടെന്ന് പറഞ്ഞാൽ വെള്ളം ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺക്രീറ്റ് ബില്ലിംഗ് ആയി ആ വെള്ളം എല്ലാം കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് അവിടെ നിന്ന് നോക്കിയാൽ അറിയാം, പൈപ്പ് ഇട്ടിട്ട് റോഡുമേക്കാണ് പെട്ടത്. റീറ്റൈനിങ്
വാളിലടക്കം നിറയെ പൊട്ടലുകളുണ്ട്. ആ ഓട്ടോട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കിയാൽ കാണാം മൊത്തം പൊട്ടലുകൾ. ഈ റിട്ടേണിംഗ് വാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സാധാരണക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീടോ മറ്റൊന്നോ ഉണ്ടാക്കുമ്പോൾ അത് പാലിക്കേണ്ട ഒരു മാനദണ്ഡം ഇത് പാലിച്ചില്ല. റോഡിന്റെ ആ ബൗണ്ടറി തന്നെ ഇത്ര ഹൈറ്റോളമുള്ള റിട്ടേണിംഗ് വാൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അശാസ്ത്രീയമാണ്. അതെന്ന് പറഞ്ഞ പോലെ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. കാരണം ഏകദേശം 10 മീറ്ററോളം ഹൈറ്റിലാണ്. 10 മീറ്റർ ഹൈറ്റുള്ള ഇതിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു തലക്കെന്ന് പറഞ്ഞാൽ സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിൽ പോകുന്ന എല്ലാ വണ്ടീൻ്റെ മേലേക്ക് ഈ റിട്ടേണിംഗ് വാൾ മൊത്തത്തിൽ വീഴുക. അവിടെ ഇപ്പോൾ ഒരു കെട്ടിടം പോലെ കാണുന്നുണ്ട്, അതെന്താണത്? അത് ഒരു ഓഫീസാണെന്നാണ് പറയുന്നത്. ആ കെട്ടിടത്തിന്റെ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പറോ കാര്യങ്ങളോ ഒന്നുമില്ല. കെട്ടിടമടക്കം ഇങ്ങ് പോരുന്നത് അതാണ് അവിടെ മുഴുവൻ ടാർപ്പായ അന്ന് മുതൽക്ക് ആ ടാർപ്പായ ഇട്ട് വെച്ചത്. അതാണ് ആ കെട്ടിടം അടക്കം എന്ന് പറഞ്ഞാൽ ഇടിഞ്ഞ് ഈ റോഡുമൊക്കെ പോരാനുള്ള സംവിധാനമാണ്. മാഡത്തിന് നോക്കിയാൽ കാണാം, ഇതാ ഈ കല്ലുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ അവിടെ കട്ട് ചെയ്ത് വെച്ചതാണ് മണ്ണ്. ആ ലൂസ് മണ്ണാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. ആ മണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴവെള്ളം ഇറങ്ങുമ്പോൾ ഞാൻ കല്ലുകൾ മൊത്തം തന്നെ അങ്ങോട്ട് വീഴുന്നത്. ഇവിടെ യാത്രക്കാരെന്ന നിലക്ക് അല്ലെങ്കിൽ ഡ്രൈവർമാരെന്ന നിലക്ക് ഇത് വലിയ അപകടം ഉണ്ടാക്കാനുള്ള സാധ്യത. വലിയ അപകടമുണ്ടായിരുന്നു. വലിയ അന്ന് ഫസ്റ്റത്തെ മഴ പെയ്ത് തന്നെ അവിടുത്തെ വെള്ളം പുറത്ത് ഇങ്ങോട്ട് പോയിട്ട് അവിടുന്ന് ഒരു ആൾ മരിക്കാനിടണ്ടായി. ആ വെള്ളം അധികം ചെന്നിട്ട് പിന്നെ ഇവിടെ തൊട്ട് ആ തല വരെ എന്നും ബ്ലോക്കാണ്. ഇവിടെ നോക്കിയാൽ കാണാം, ഇവിടുന്ന് ആ തല വരെ എന്നും ബ്ലോക്കാണ്. പിന്നെ ബ്ലോക്ക് ആകുമ്പോൾ ഒരു ആംബുലൻസിന് പോലും പോകാൻ കഴിയാത്ത രീതിയിൽ റോങ് സൈഡ് കയറി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ഒച്ച കേട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ ഡ്രൈവർമാരാകുമ്പോൾ ഞങ്ങൾ അവിടുന്ന് വാഹനങ്ങൾ നിർത്തി കൊടുത്തിട്ട് ഓർക്ക് പോകാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കും. അപകടം ഉണ്ടാക്കുന്ന എല്ലാ സാഹചര്യമാണ്. ഇപ്പോൾ ഇത് ഫുള്ള് റോഡ് കുഴിയാണ്. ഇപ്പോൾ രാവിലെ പോലും വന്ന് നീക്കി കൊടുത്തതാണ് ഇപ്പോൾ ഇത് അത് വണ്ടി പോണത്. ഈ റീറ്റൈനിങ് വാളിന്റെ അടുത്തേക്ക് ഞങ്ങൾക്ക് എത്താൻ പറ്റുന്നില്ല, കാരണം അവിടെ മണ്ണിട്ടായതുകൊണ്ട് തന്നെ. അപ്പോൾ റീറ്റൈനിങ് വാൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, അവിടെ ഇങ്ങനെ പൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അതെ, തീർച്ചയായിട്ടും. അത് ഇവിടുന്ന് നോക്കിയാൽ ഒരു ആ തല വരെ പോയി കഴിഞ്ഞാൽ 15 ഭാഗത്തായിട്ട് ഈ പൊട്ട് വന്നിട്ടുണ്ട്. ഏത് സമയത്തും പൊളിഞ്ഞു വെക്കാൻ സാധ്യതയുണ്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ മാതിരി ശക്തമായ മഴ പെയ്ത് കഴിച്ചാൽ ചിലപ്പം ഈ വാള് തകർന്നു പോകാൻ സാധ്യതയുണ്ട്. പലവട്ടം ഈ കമ്പനിയോട് നമ്മൾ ഈ പഞ്ചായത്തും ഇവരൊക്കെ ആവശ്യപ്പെട്ടതാണ് ഈ പണി നിർത്തിവെക്കാം. ഇപ്പം സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞു വെക്കുന്നത്. പക്ഷേ ഏത് സമയത്തും ഈ മറ്റേ കർണാടകയിൽ ഉണ്ടായ മാതിരി ദുരന്തം ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്നാണ് ഇവിടുത്തെ പ്രദേശത്തെ ജനങ്ങളായി നമുക്ക് പറയാനുള്ളത്. വലിയ അപകടത്തിന്റെ സാഹചര്യമാണ് ഇടിമിന്നലിലുള്ളത്. ദേശീയപാതക്കായി മണ്ണെടുക്കുന്ന അശാസ്ത്രീയമാണ് എന്നതിന്റെ കൃത്യമായ തെളിവുകളാണ് ഇടിമുഴക്കിൽ നിന്ന് കാണുന്നത്. ഇവിടെ മല ഇടിഞ്ഞു കഴിഞ്ഞു. മല ഇടിഞ്ഞൊരു ഭാഗത്തേക്ക് വീണു. ഭാഗ്യത്തിന് അവിടെ വാഹനങ്ങൾ ഓടിയിരുന്ന സമയമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയ ദുരന്തം ഒഴിവായിരിക്കുന്നു. അവിടെ ഇനി മല ഇടിയാതിരിക്കാൻ ചെയ്തു വെച്ചിരിക്കുന്ന നടപടി നോക്കൂ. അവിടെ ടാർപോളിൻ ഷീറ്റ് കൊണ്ട് മഴ തടയാൻ വേണ്ടി മലയ്ക്ക് മുകളിൽ ഷീറ്റ് വിരിച്ചിരിക്കുകയാണ്. ഇത്രയും മാത്രം അശാസ്ത്രീയമായ രീതിയിലാണ് അപകടങ്ങൾ ഒഴിവാക്കാനുള്ള നടപടിയെടുത്തു എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് കൃത്യമായ ഉത്തരവാദിത്തമുള്ള വിഷയമാണ്. ഇതിൽ കേന്ദ്ര സർക്കാർ ആരോടൊക്കെ വിശദീകരണം തേടും? യഥാർത്ഥത്തിൽ നാഷണൽ ഹൈവേ അതോറിറ്റി എങ്ങനെയാണ് റോഡ് നിർമ്മിക്കുന്നതെന്ന് വിശദമായ പരിശോധനയിലേക്ക് കേന്ദ്രം കടക്കേണ്ട സാഹചര്യം അതിക്രമിച്ചു കഴിഞ്ഞു എന്നതിൻ്റെ ദൃഷ്ടാന്തമാണിപ്പോൾ കേരളത്തിലെ മലബാറിലെ 3 റോഡുകളിൽ നിന്നായി നമ്മൾ കണ്ടത്. ആദ്യം തൃശ്ശൂരിൽ കണ്ടു, വടകരയിലും കൊയിലാണ്ടിയിലും കണ്ടു, ഇപ്പോൾ മലപ്പുറം ഇടിമുഴക്കിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. ഞങ്ങളുടെ പ്രതിനിധികളിലേക്ക് പോകും മുമ്പ് റോഡ് സുരക്ഷാ വിദഗ്ധൻ ഉപേന്ദ്രനാരായണനും. ശ്രീ ഉപേന്ദ്രനാരായണൻ, ഷുറൂരിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മുടെ റോഡുകൾ എങ്ങനെ, കേരളത്തിലെ NH റോഡുകൾ എങ്ങനെ, റോഡിൻ്റെ പരിസരം എങ്ങനെ എന്നുള്ളൊരു പരിശോധനയിലേക്ക് റിപ്പോർട്ടർ കടന്നത്. ഇപ്പോൾ കണ്ടല്ലോ വിവിധ റോഡുകളിലെ സാഹചര്യം എത്രത്തോളം അശാസ്ത്രീയമായി നിർമ്മിക്കുക, എത്രത്തോളം അപകടകരമായ സാഹചര്യമെന്ന്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഉത്തരവാദി ആരാണ്? സംസ്ഥാന സർക്കാരിന് ഇതിൽ എത്രമാത്രം റോളുണ്ട് ഇതിൽ നടപടിയെടുക്കുന്നത്? ഈ വിഷയം ഏറ്റെടുത്തതിൽ ഞാൻ റിപ്പോർട്ടർ ചാനലിനോട് നന്ദി പറയുകയാണ്. കാര്യം ഇന്ത്യയിൽ ആകമാനം റോഡപകടങ്ങൾ കുത്തനെ കൂടിയ ഒരു രാജ്യമാണ്. ദേശീയപാത അതോറിറ്റിയെ പറ്റി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞേക്കുന്നത് നാഷണൽ ഹൈവേകൾ കില്ലർ ഹൈവേസ് എന്നാണ് സുപ്രീം കോടതിയുടെ അഭിപ്രായം. സത്യത്തിൽ അത് തന്നെയാണ്. ഇതിനകത്ത് എന്താ സംഭവിച്ചിരിക്കുന്നത്? ഷുറൂറിൽ സംഭവിച്ചതും അതുതന്നെയാണ്. ഉറപ്പുണ്ടായിരുന്ന ഒരു മല റോഡ് നിർമ്മാണ കോൺട്രാക്ടർക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ആ ഉറപ്പുള്ള മല കുത്തനെ ഇടിച്ചു നിരത്തി അതിന് ഇളക്കം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം മഴ വന്നപ്പോൾ എല്ലാം കൂടി ഇടിഞ്ഞു പൊളിഞ്ഞു വീണു. ഈ ലോറി പുഴയിലേക്ക് പോകാതിരിക്കാനായിട്ട് റോഡിൻ്റെ വശങ്ങളിൽ, പുഴയുടെ വശത്ത് ഇത് റീറ്റെയിനിങ് വാൾ കെട്ടാൻ പറ്റത്തില്ല. പക്ഷേ ഗാർഡ് റെയിൽസ്, റീഎൻഫോഴ്സ്ഡ് ഗാർഡ് റെയിൽസ് ഉണ്ടായിരുന്നെങ്കിൽ ഈ ലോറി അതുമേ തട്ടി അവിടെ നിന്നേനെ. അപ്പോൾ അതൊരു വിഷയം അങ്ങനെയാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, എവിടെ റോഡ് നിർമ്മാണം നടക്കുമ്പോഴും ഹൈവേകൾ പുതുതായിട്ട് ഉണ്ടാക്കുമ്പോഴും ഒരിക്കലും അടുത്തൂടെ പോകുന്ന മലയെ തൊടാൻ പാടില്ല. കാര്യം ഇത് കോൺട്രാക്ടർക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ഒരു ചെയ്യുന്ന പ്രക്രിയയാണ്. റോഡ് അലൈൻമെൻറ്റ് ഫിക്സ് ചെയ്യുമ്പോൾ തന്നെ ഏതെങ്കിലും മലയുടെ പരിസരത്തൂടെ കൊണ്ടുപോയിട്ട് ആ മലയെ ഇടിച്ച് പ്രകൃതി ദുരന്തം ഉണ്ടാക്കാനുള്ള ഒരു ഗൂഢ ശ്രമം
എഞ്ചിനീയർമാർക്കുണ്ട്, അതേപോലെ തന്നെ റോഡ് ഡിസൈനേഴ്സിനുണ്ട്, കോൺട്രാക്ടേഴ്സിനുണ്ട്. അപ്പോൾ ഈ ദുരന്തങ്ങൾ കേരളം ഇപ്പോൾ ഷിരൂർ കഴിഞ്ഞാൽ ഉടനെ കേരളത്തിലേക്ക് വരും. കാര്യം ഇവിടെ പുതിയ പുതിയ ഹൈവേകൾ വരുന്നുണ്ട്. പ്രത്യേകിച്ച് മലയോര ഹൈവേ വരുമ്പോൾ അതത് സർക്കാർ ശ്രമിക്കേണ്ടത് ഒരു കാരണവശാലും ഈ മണ്ണെടുത്ത് മാറ്റാനും മലയിടിക്കാനും സമ്മതിക്കരുത്. അതൊരു ബാൻ ഉണ്ടാകണം ഉടൻ തന്നെ. കേരള സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കണം. ദേശീയപാതകൾ കേരളത്തിൽ വരുന്നത് നല്ലതാണ്, പക്ഷേ അത് ജനസാന്ദ്രത കൂടിയ സംസ്ഥാനമാണ് കേരളം. ഇവിടെ റോഡിനായി സ്ഥലമേറ്റെടുക്കൽ തന്നെ വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയതാണെന്ന് താങ്കൾക്കറിയാം. ഇപ്പോൾ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ശേഷമാണ് ഈ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ, ഒരു കൃത്യമായ നഷ്ടപരിഹാരം സംസ്ഥാന സർക്കാർ കൂടി പങ്കാളികളായിക്കൊണ്ട് നഷ്ടപരിഹാരം നൽകിക്കൊണ്ട് അതൊരു പ്രശ്നം പരിഹാരത്തിലേക്ക് കടന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് റോഡ് വേണം എന്നുള്ളത് വികസനത്തിൽ പ്രധാനപ്പെട്ട കാര്യമാണ്. അതേസമയം മലകൾ തുരന്നല്ലാതെ എങ്ങനെ സാധ്യമാകും എന്നുള്ള ചോദ്യം നിൽക്കുന്നു. എന്താണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത്? അതായത് ഈ ട്രാൻസ്പോർട്ടേഷൻ, അതായത് സോയിൽ കൊണ്ടുവരാനും റോക്സ് കൊണ്ടുവരാനായിട്ടും അല്പം 5-10 കിലോമീറ്റർ മാറിയിട്ട് റോഡ് സൈഡ് അല്ലാത്ത സ്ഥലത്തുനിന്ന് ഇത് ട്രാൻസ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ വിഴിഞ്ഞം പദ്ധതി നമ്മളങ്ങനെ നടത്തി, അവിടെ ഒരു മലയില്ലല്ലോ. ഇതൊക്കെ കൊണ്ടുവരുമ്പോൾ ഇതിൻ്റെ എസ്റ്റിമേറ്റ് കോസ്റ്റ് അല്പം കൂടാൻ സാധ്യതയുണ്ട്. കോൺട്രാക്ടറുടെ ലാഭം കുറയും, എഞ്ചിനീയർമാരുടെ കമ്മീഷൻ കുറയും. ഇതൊക്കെയാണ് നടക്കുന്നത്. എന്തായാലും ഒരു സേഫ്റ്റി ഓഡിറ്റ് ചെയ്യാതെ കേരളത്തിൽ ദേശീയപാതകൾ ഒരിക്കലും മലയോര പ്രദേശത്തൂടെ മലയുടെ സമീപത്തൂടെ പോകുമ്പോൾ അത് ഇടിഞ്ഞു വീഴുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യം. പക്ഷേ അത് മനഃപൂർവ്വമായിട്ട് മണ്ണെടുക്കാൻ വേണ്ടി റോഡ് മലയുടെ അരുവത്തൂടെ കൊണ്ടുപോവുകയും ആ മണ്ണ് ഇടിച്ച് നേരെ കുഴികൾ, അതായത് ടെറൈൻ അങ്ങനെയാണല്ലോ, പലയിടത്തും കുണ്ടും കുഴിയൊക്കെ ആണല്ലോ. അപ്പോൾ അത് നികത്താൻ വേണ്ടി അടുത്ത മലയിൽ തന്നെ അറ്റാക്ക് ചെയ്യാൻ പാടില്ല. അതാണ് ഇവിടെ സംഭവിച്ചേക്കുന്നത്. ഇനി കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് അതാണ്. ഒന്നാമത് ദേശീയപാത അതോറിറ്റിയോട് ആർക്കും ചോദിക്കാൻ പറ്റില്ല. ഇപ്പോൾ പാലക്കാട് ഒരു പ്രോജക്റ്റ് ഡയറക്ടറുണ്ട്, അയാൾക്ക് മെയിൽ അയച്ചാലോ ഒരു ടെലിഫോൺ ചെയ്താൽ അയാൾ വരില്ല. ഒന്നാമത് വടക്കേ ഇന്ത്യക്കാരെയാണ് കേരളത്തിൽ പ്രോജക്റ്റ് ഡയറക്ടറായിട്ട് വെക്കുന്നത്. നമുക്ക് സംസ്ഥാന സർക്കാരിന് പോലും ഒരു അപ്രോച്ചില്ല. ജില്ലാ കളക്ടറെ വിളിച്ചാൽ അയാളൊരു മീറ്റിങ്ങിന് വരില്ല. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? ഈ ടോൾ കമ്പനികൾക്ക് വേണ്ടിയാണ് ഈ പ്രോജക്റ്റ് ഡയറക്ടർമാരും എഞ്ചിനീയർമാരും നിലകൊള്ളുന്നത്. സാധാരണ ജനങ്ങൾക്ക് വേണ്ടി കൊള്ളലാഭം പിരിക്കുന്ന GIPL മാതിരിയുള്ള ടോൾ പ്ലാസകൾക്ക് വേണ്ടി ആണ് ഈ ദേശീയപാത അതോറിറ്റി നിലകൊള്ളുന്നത്, ജനങ്ങൾക്ക് വേണ്ടിയല്ല. ഇത് ജനങ്ങൾക്കെതിരാണ്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ടത് കേരള സർക്കാരാണ്. അതുകൊണ്ട് അടിയന്തരമായിട്ടൊരു സേഫ്റ്റി ഓഡിറ്റ് ദേശീയപാതയിൽ ഉടനീളം നിർമ്മാണം നടക്കുന്നിടത്ത് ഉണ്ടാകണം. നമുക്കറിയാം, ആലപ്പുഴയിലൊക്കെ തന്നെ റോഡ് പണി നടക്കുന്നിടത്ത് എന്തുമാത്രം ബുദ്ധിമുട്ടുകളും മരണങ്ങളും ഉണ്ടായിട്ടുണ്ട്. കേരള സർക്കാർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരിട്ട് ഇടപെടണം. ഇതിനൊരു സേഫ്റ്റി ഓഡിറ്റ്, എഞ്ചിനീയർമാരെ മാത്രം പോരാ, റോഡ് സുരക്ഷയെപ്പറ്റി ഗ്രാഹ്യമുള്ള ആൾക്കാരെ കൂടി ഇതിനകത്ത് പെടുത്തണം. കൂടാതെ റീറ്റെയിനിങ് വാൾ കിട്ടുന്നതൊന്നും ശാസ്ത്രീയമല്ല, മറിച്ച് ഒരിക്കലും മലയെ എക്സ്കവേറ്റർ വെച്ച് തുരക്കാതിരിക്കാൻ ശ്രമിക്കണം. അതാണ് വേണ്ടത്. കാര്യം ഉറപ്പുള്ള ഒരു മല എവരുടെ മണ്ണിനും കല്ലിനും ആവശ്യത്തിന് വേണ്ടി ആ റോഡ് സൈഡിൽ നിന്ന് തന്നെ മാന്തി എടുക്കുകയാണ്. അപ്പോൾ സുരക്ഷ നമുക്ക് അതിപ്രധാനമാണ്. തീർച്ചയായും നാഷണൽ ഹൈവേ അതോറിറ്റിയോട് കാര്യങ്ങളിൽ വിശദീകരണം തേടാൻ പോലും പറ്റാത്ത രീതിയിൽ അദൃശ്യരായി അവിടെ നിൽക്കുന്നു. സംസ്ഥാന സർക്കാരിന് സമീപിക്കാൻ പറ്റാത്ത രീതിയിൽ അവർ അദൃശ്യരായി നിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഉപേന്ദ്രനാരായൺ ചൂണ്ടിക്കാണിച്ചത്. ശ്രീ ഉപേന്ദ്രനാരായൺ, താങ്കൾ തുടരുക. വിവിധ റോഡുകളിലെ സാഹചര്യങ്ങൾ നമുക്ക് പരിശോധിച്ച് വരാം. അടുത്തത് തിരുവനന്തപുരത്തേക്കാണ്. തിരുവനന്തപുരത്ത് ദേശീയപാതയിൽ ഭീഷണിയായി കുന്നുകളുണ്ട്. വെള്ളാർ മുതൽ കാരോട് വരെ ദേശീയപാതയിൽ അപകട ഭീഷണിയാവുകയാണ്. കുന്നുകൾ 90 ഡിഗ്രിയിലാണ് ഇവിടെ കുന്നുകൾ ഇടിച്ചത്. കുന്നുകൾ ഇടിയാതിരിക്കാൻ നിർമ്മിച്ച സുരക്ഷാ മതിലുകൾ എത്രത്തോളം സുരക്ഷിതമാണെന്ന ചോദ്യം ഉയരുന്നുണ്ട്. കോവളം വിഴിഞ്ഞം റോഡിൽ നിന്ന് റോഷിപാലും TV പ്രസാദുമാണ് ഉള്ളത്. പ്രസാദ്, ഇപ്പോൾ ഈ റോഡിൻ്റെ ഏത് ഭാഗത്താണ് പ്രസാദ് നിൽക്കുന്നത്? കുന്നുകൾ ഇവിടെ പൂർണ്ണമായും ഇടിച്ചു കഴിഞ്ഞ സാഹചര്യമാണോ? അവിടെ തന്നെ സുരക്ഷാ മതിലുകൾ ഉണ്ടോ അവിടെ? സ്മൃതി, ഞാനിപ്പോൾ ഇരിക്കുന്നത് ഒരു ഗുഹയിലല്ല, ഒരു റോഡിൻ്റെ അരികിലെ കുന്നിൻ്റെ അരികിലാണെന്ന് പറഞ്ഞാൽ പലരും ഞെട്ടിപ്പോവും. അതായത് ഇവിടെ നിന്നാൽ പോലും ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പിന്നീട് കുന്നാണ്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. ഈ ദേശീയപാതയാണ്, അതായത് കഴക്കൂട്ടം മുതൽ കാരോട് വരെയുള്ള ദേശീയപാത പണി പൂർണ്ണമായും പൂർത്തിയായതാണ്. അതിൻ്റെ അരികിലുള്ള ഈ മതിലാണ്, ഈ കുന്നാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. അതായത് 90 ഡിഗ്രി ഉണ്ട് എന്ന് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 90 ഡിഗ്രിക്കകത്തേക്ക് കയറി ഇവിടെ ഒരാൾക്ക് നിൽക്കാൻ പറ്റുന്ന പാകത്തിനകത്തേക്കുണ്ട്. ഇവിടെ എന്ത് സുരക്ഷിതത്വം ഉണ്ട് എന്ന് ചോദിച്ചാൽ വട്ടപൂജ്യം എന്ന് തന്നെയാണ് ഉത്തരം.
തീർന്നില്ല സ്മൃതി. ഇതിൻ്റെ ഭീകരമായ ദൃശ്യത്തിലേക്ക് നമുക്ക് പോകാം. വിണ്ട് കയറി തുടങ്ങിയിട്ടുണ്ട് ഈ ഭാഗം. താഴത്തെ ഭാഗം ഇങ്ങനെയാണെങ്കിൽ മുകളിലേക്കുള്ള ഭാഗം നമുക്ക് പറയേണ്ടതില്ലല്ലോ. ഇവിടെ ആകെ ശാസ്ത്രീയമായി ചെയ്തതെന്ന് പറഞ്ഞാൽ അകത്ത് വെള്ളം നിറഞ്ഞാൽ അത് പുറത്തേക്ക് വരാൻ പാകത്തിൽ 2 മീറ്റർ ഗ്യാപ്പിൽ ഓരോ പൈപ്പ് ഇട്ടിട്ടുണ്ട് എന്ന് മാത്രമാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. അതായത് റോഡ് നിർമ്മിക്കുന്നവർക്ക് റോഡ് മാത്രം നിർമ്മിച്ച് പോവുക എന്നതിലുപരിയായി അതിൻ്റെ അരികെങ്ങനെ നിൽക്കുന്നു എന്ന കാര്യം അവർക്ക് വിഷയമേയല്ല. കാരണം ഓരോ കിലോമീറ്ററിന് ഇത്ര രൂപ എന്ന നിലയിലാണല്ലോ അവർക്ക് കരാറുണ്ടാകുന്നത്. ഇവിടെ കഴക്കൂട്ടത്ത് നിന്ന് കാരോടേക്ക് പോകുന്ന ഈ 4-വരിപ്പാത ദേശീയപാതയാണ്. അതിൻ്റെ അരികിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ വഴി, നമ്മളിപ്പോൾ കോവളം ഭാഗത്താണുള്ളത്, ഒരു വലിയ കുന്നിടിച്ച് അതിൻ്റെ നടുവിലൂടെയാണ് പോകുന്നത്. സ്വാഭാവികമായി ഇവിടുന്ന് ഏറ്റവും ചുരുങ്ങിയത് ഒരു 45 ഡിഗ്രിയെങ്കിലും ചരിച്ചിരുന്നുവെങ്കിൽ ഈ ബുദ്ധിമുട്ടുണ്ടാകുമായിരുന്നില്ല. ശ്രുതി, ഇങ്ങോട്ടേക്ക് ദൃശ്യങ്ങളിലേക്ക് നോക്കാം. റോഷിപ്പാൽ കൂടി നമുക്കൊപ്പമുണ്ട്. നേരത്തെ നമ്മൾ പല എഞ്ചിനീയർമാരോട് സംസാരിച്ചു. അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്തായിരുന്നു റോഷി ഇതിനകത്ത്? ഇതിൽ പ്രസാദ്, ഈ റോഡ് നിർമ്മാണത്തിൽ സ്ഥലം ഏറ്റെടുക്കുന്നതിൽ അശാസ്ത്രീയതയുണ്ടെന്നാണ് ഈ ദേശീയപാതയുമായി ബന്ധപ്പെട്ട എഞ്ചിനീയർമാർ തന്നെ, കരാർ കമ്പനികളുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ടെക്നിക്കൽ ഉദ്യോഗസ്ഥന്മാർ തന്നെ പറയുന്നത്. കാരണം ഈ സ്ഥലം ഏറ്റെടുക്കുന്നത് പാതാ നിർമ്മാണത്തിന് മാത്രമാണ്. 45 മീറ്റർ ദേശീയപാതയാണെങ്കിൽ അതിനും സർവീസ് റോഡിനും മാത്രം സ്ഥലം ഏറ്റെടുക്കും. അപ്പോൾ ഈ വലിയ കുന്നുകൾ ഇടിച്ചു നിരത്തി അവിടെ ഈ തരത്തിൽ റോഡ് നിർമ്മിക്കുമ്പോൾ ഇവർക്ക് അത് ചെരിച്ചുകൊണ്ട് ഒരു സ്ലോപ്പായി ഇവിടെ നിർമ്മിക്കാൻ, ഈ സംരക്ഷണ ഭിത്തി നിർമ്മിക്കാൻ കഴിയില്ല എന്നാണ് അവരുടെ വിശദീകരണം. പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നത് പോലെ ഇത് 90 ഡിഗ്രി ചെരുവിൽ നിർമ്മിക്കുമ്പോഴുണ്ടാകുന്ന അപകട സാധ്യത, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ ഈ തരത്തിലുള്ള ഒരു നിർമ്മാണം അശാസ്ത്രീയമാണെന്ന് വിദഗ്ധരൊക്കെ ചൂണ്ടിക്കാട്ടുന്നു. മാത്രമല്ല ഇവിടെ പൈപ്പ് സ്ഥാപിച്ചെങ്കിലും ആ പൈപ്പിലൂടെ കൃത്യമായി വെള്ളം ഇറങ്ങുന്നില്ല എന്നാണ് നമുക്ക് കാഴ്ചയിൽ മനസ്സിലാകുന്നത്. കാരണം ഇതിനകത്തേക്ക് സിമെൻറ്റ് കയറി അത് പൂർണ്ണമായി അടഞ്ഞ അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ മുകളിൽ വെള്ളം കെട്ടി നിന്നാൽ ഏത് സമയവും ഈ വലിയ ഭിത്തി താഴേക്ക്, ഈ കുന്ന് താഴേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട്. മാത്രവുമല്ല ഈ തരത്തിൽ പലയിടങ്ങളിലായി തിരുവനന്തപുരത്ത് ഏതാണ്ട് കാരോട് വരെ സമാനമായ രീതിയിലാണ് ഈ ഭാഗത്ത് ഒരിടത്ത് പോലും നോ പാർക്കിംഗ് എന്ന ബോർഡ് സ്ഥാപിച്ചിട്ടുമില്ല. വാഹനം സുരക്ഷിതമായി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം കാണുമ്പോൾ ഈ ദീർഘദൂര യാത്രക്കാർ ഇവിടെ വാഹനം പാർക്ക് ചെയ്ത് അല്പം വിശ്രമിക്കാനുള്ള സാധ്യതയുണ്ട്. ഏതെങ്കിലും ഘട്ടത്തിൽ കനത്ത മഴയിൽ ഈ മതിലിടിഞ്ഞാൽ ഈ വാഹനങ്ങൾ അതിനകത്ത് കുടുങ്ങുകയും ചെയ്യും. ഏതായാലും വളരെ വലിയ അപകട സാധ്യതയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. സ്മൃതി, നമുക്ക് ഇത് ഒരൊറ്റ ഭാഗത്ത് മാത്രമല്ല സ്മൃതി, നമുക്ക് ഇങ്ങോട്ടേക്ക് നോക്കിയാൽ കാണാം ഏതാണ്ട് 300 മീറ്ററിലധികമാണ് ഇതിൻ്റെ നീളം. നമുക്ക് ഇങ്ങോട്ടേക്ക് നോക്കാം. ഇവിടെ നിന്ന് ഈ മതിലൊന്ന് താഴേക്കിടിഞ്ഞാൽ ഇതിലേക്ക് പോകുന്ന ലോറിയല്ല, ഏറ്റവും വലിയ വാഹനങ്ങൾ പോലും മണ്ണിലടിയിലാകുമെന്ന കാര്യം ഉറപ്പാണ്. അവിടെയാണ് ഇത്തരത്തിൽ 90 ഡിഗ്രി ചരിച്ചുകൊണ്ട് 90 ഡിഗ്രി കുത്തനെ ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു നെറ്റ് കെട്ടി ആ നെറ്റിൽ കോൺക്രീറ്റ് സ്പ്രേ ചെയ്തുകൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ പൂർണ്ണമായും നമുക്ക് കരാറുകാരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. നേരത്തെ റോഷി പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. അതായത് 45 മീറ്ററാണ് റോഡിൻ്റെ വീതിയെങ്കിൽ ആ 45 മീറ്ററിലും റോഡ് മാത്രമാണെന്നതാണ്. അരികിൽ വരുന്ന കുന്ന് ചെരിച്ച് കെട്ടാനുള്ള ഒരു സ്പേസ് അവിടെ ഉണ്ടാകുന്നില്ല. ശാസ്ത്രീയമായി പറയുന്നത് ഓരോ മീറ്ററെങ്കിലും ഉയരത്തിൽ കുറച്ച് കെട്ടി പിന്നെ വീണ്ടും നേരെയാക്കി വീണ്ടും 1 മീറ്റർ ഉയർത്തി അങ്ങനെ കൊണ്ടുപോവുകയാണെങ്കിൽ ഈ ഒരു ഭീതി ജനങ്ങൾക്കുണ്ടാവില്ല. സ്മൃതി, ഈ ദൃശ്യങ്ങൾ നോക്കൂ. ഇത് ഈ ഒരു ഭാഗത്ത് മാത്രമല്ല, മനു ക്യാമറ ഇങ്ങോട്ടേക്ക് തിരിച്ചാൽ മറുഭാഗത്തും ഇത് തന്നെയാണ് സ്ഥിതി. കോവളം ഭാഗത്തേക്ക് പോകുന്നവർക്കറിയാം ഇതിൻ്റെ മുകളിലൂടെ ഒരു സർവീസ് റോഡ് പോവുകയാണ്. എന്തെങ്കിലും ഒന്ന് സംഭവിച്ച് ഈ മതിലൊന്ന് താഴേക്ക് ഇടിയുന്നു എങ്കിൽ ഇതിലൂടെ പോകുന്നവർക്ക് അവരുടെ ജീവന് എന്ത് ഗ്യാരണ്ടി എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ റോഡിനെക്കാളും പ്രാധാന്യം കൊടുക്കേണ്ടത് റോഡരികിലുള്ള ഇത്തരം കുന്നുകൾ എങ്ങനെ സംരക്ഷിച്ചു എന്നിടത്ത് തന്നെയാണ്. പലയിടങ്ങളിലും ഇങ്ങനെ മണ്ണ് വീഴുന്ന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇവിടെ അത്തരം സംഭവങ്ങൾ എന്തോ ഭാഗ്യം കൊണ്ട് ഉണ്ടായില്ല. പക്ഷേ സംഭവിച്ചാൽ സ്മൃതി ആരിതിന് മറുപടി പറയുമെന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞത് 90 ഡിഗ്രി ആയിരുന്നുവെങ്കിൽ ഇവിടെ നിന്ന് മുകളിലേക്കെങ്കിലും നേരെ പോകണമായിരുന്നു. പക്ഷേ അതില്ല. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോയാൽ കാണാം. ഇതുപോലെ എങ്ങനെയാണോ ഇടിക്കുന്ന സമയത്ത് ഈ കുന്നുള്ളത് അതുപോലെ നിലനിർത്തിക്കൊണ്ട് മനുഷ്യൻ്റെ ജീവന് ഒരു വിലയും കൽപ്പിക്കാത്ത നിർമ്മാണമാണ് അത് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്.
കരാറുകാരുടെ ഭാഗത്തുണ്ടാകുന്നത്? ആരാണ് ഇതിന് മറുപടി പറയേണ്ടത് എന്ന് ചോദിച്ചാൽ ജനങ്ങൾക്കൊന്നും അറിയാത്ത ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. എന്തായാലും ഇതുപോലെയുള്ള കാഴ്ചകൾ ഞാനും റോഷിപ്പാലും മനുവും നിൽക്കുന്ന ഈ ഭാഗത്ത് മാത്രമല്ല, കഴക്കൂട്ടത്ത് നിന്ന് കാരോടേക്ക് പോകുന്ന പല മേഖലകളിലും ഇതുപോലെ വലിയ താഴെയാണ് കാണിച്ചു തന്നിരിക്കുന്ന ദൃശ്യങ്ങൾ. ഏതായാലും ഇതുവരെ കണ്ട ദൃശ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് എന്നുള്ളതാണ്. 90 ഡിഗ്രിയിലാണ് ഇവിടെ മല ചുരന്നിരിക്കുന്നത്. ഈ രൂപത്തിൽ കുന്നുകൾ നിലനിർത്താൻ ആരുടെ ഉപദേശമാണ് നാഷണൽ ഹൈവേ അതോറിറ്റി സ്വീകരിച്ചെന്ന് അറിയില്ല. ഏതായാലും അശാസ്ത്രീയമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. വലിയ ഭീഷണിയാണ് ഈ കുത്തനെയുള്ള കുന്നുകൾ ഉയർത്തുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇക്കാര്യത്തിൽ അധികൃതരുടെ പ്രതികരണമാണ് നമുക്ക് അറിയേണ്ടത്. സംസ്ഥാന സർക്കാർ നാഷണൽ ഹൈവേ അതോറിറ്റിയോട് കാര്യങ്ങളിൽ വിശദീകരണം ചോദിക്കാനാവാത്ത സാഹചര്യമുണ്ട്. അവരെ കണ്ടെത്താൻ പറ്റാത്ത സാഹചര്യമുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലാണ് നാഷണൽ ഹൈവേ അതോറിറ്റി വരുന്നത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിന് ഇക്കാര്യത്തിൽ പൂർണ്ണമായ ഉത്തരവാദിത്തമുണ്ട്. സംസ്ഥാനത്തെ ദേശീയപാതയിൽ പതിയിരിക്കുന്നത് വലിയ ദുരന്തങ്ങളാണ് എന്നതിൻ്റെ നേർക്കാഴ്ചകളാണിപ്പോൾ റിപ്പോർട്ടർ കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. അടുത്തത് കൊച്ചിയിലേക്കാണ്. ദുരന്ത ഭീതിയിലാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാത. ദേവികുളം മുതൽ പെരിയ കനാൽ വരെ അപകട ഭീഷണിയിലാണ്. ഗ്യാപ്പ് റോഡിൽ മാത്രം 4 തവണയാണ് മലയിടിച്ചിൽ ഉണ്ടായത്. 2019 മലയിടിച്ചിലിൽ 2 തൊഴിലാളികൾ അപകടത്തിൽപ്പെടുന്നു. ഇതിൽ ഒരാളെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുമില്ല. JCB ഓപ്പറേറ്ററായിരുന്ന തമിഴ്നാട് സ്വദേശി ശരവണനെയാണ് കണ്ടെത്താനാകാഞ്ഞത്. ഗ്യാപ്പ് റോഡിൽ നിന്നും സന്ദീപ് രാജാക്കാട്. സന്ദീപ്, ഇപ്പോൾ ഇടുക്കിയിൽ പല ഘട്ടങ്ങളിലായി മലയിടിഞ്ഞുള്ള അപകടങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വലിയ അപകടം തന്നെ അവിടെ സംഭവിച്ചിട്ടുണ്ടല്ലോ ഇതിനു മുമ്പ്. ഇപ്പോൾ ഗ്യാപ്പ് റോഡ് നിർമ്മാണത്തിൻ്റെ സാഹചര്യം എങ്ങനെയാണ് നമുക്ക് വിശദീകരിക്കാനാവുക? എത്രത്തോളം അശാസ്ത്രീയമാണ് അവിടുത്തെ നിർമ്മാണം? ഈ സ്ഥലം കറക്റ്റ് ചെയ്താ ഇത് കറക്റ്റ് ചെയ്താ മലയിടിച്ചിലും ഉണ്ടായതിൻ്റെ ദുരന്തം നിലനിന്നിരുന്ന ഒരു മേഖലയാണ് ഗ്യാപ്പ് റോഡ്. നമുക്കിപ്പോൾ തന്നെ കാണാം, ഇവിടുത്തെ കാലാവസ്ഥ ഒരു പ്രത്യേക രീതിയിലാണ്. പെട്ടെന്ന് മഞ്ഞു മൂടുകയും അതിശക്തമായ മഴ പെയ്യുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഓരോ വർഷവും ഏറ്റവും കൂടുതൽ ഈ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക. ഇത്തവണയും വളരെ കുറച്ച് സമയം മാത്രമാണ് ഇതുവഴിയുള്ള ഗതാഗതം തുറന്നു കൊടുത്തിട്ടായിട്ടുള്ളൂ. ഏതാണ്ട് ഒരാഴ്ച മാത്രമേ ആകുന്നുള്ളൂ ഇതുവഴിയുള്ള ഗതാഗതം. നമുക്ക് ഇപ്പോൾ കാണാം, മഞ്ഞ് മൂടുന്നത് കൊണ്ടാണ് ആ ദൃശ്യങ്ങൾക്ക് അല്പം നമുക്ക് ബുദ്ധിമുട്ട് നേരിടുന്നത്. ഈ ഇപ്പുറവശത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ ഈ കാണുന്ന ഭാഗം പൂർണ്ണമായി ഇടിഞ്ഞ് താഴത്തേക്ക് പോയതാണ്. ഏതാണ്ട് ഒരു 50 അടിയിലധികം താഴെയായിരുന്നു റോഡ് ഉണ്ടായിരുന്നത്. 2017 ഉണ്ടായിട്ടുള്ള മണ്ണിടിച്ചിലാണ് ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായത്. വലിയൊരു ഇടുക്കി ഗ്യാപ്പ് റോഡിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പറയൂ സന്ദീപ്, ഇടയ്ക്ക് ഓഡിയോ കട്ടായി, പറഞ്ഞോളൂ. തീർച്ചയായിട്ടും അത്തരത്തിൽ വലിയ പാറകൾ ഉരുണ്ടുപോരാൻ പാകത്തിന് ഇപ്പോഴും ഈ റോഡരികിൽ ഇരിക്കുന്നു എന്നുള്ളത് ഏറ്റവും വലിയ അപകട സാധ്യത വർദ്ധിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ നിയന്ത്രണം ഈ റോഡുകളിലേക്ക് ഏർപ്പെടുത്തേണ്ടി വരുന്നത്. ആദ്യഘട്ടം മുതൽ തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു, പരാതികൾ ഉയർന്നിരുന്നു. വലിയ തോതിലുള്ള പാറഖനനം ഇവിടെ നടത്തുന്നു എന്നത് കാണിച്ചുകൊണ്ട് അത് കോടതിയിലടക്കം എത്തുകയും പിന്നീട് ജിയോളജി വകുപ്പ് അടക്കം പരിശോധന നടത്തി അത് കണ്ടെത്തുകയും പിഴ ചുമത്തുകയും അടക്കം ചെയ്തിരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ തരത്തിൽ വലിയ തോതിലാണ് ഈ പാറഖനനം ഈ മേഖലയിൽ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിൽ കഴിഞ്ഞ തവണയും നമ്മൾ ചാനൽ റീലോഞ്ച് ചെയ്തതിന് ശേഷവും ഏറ്റവും ആദ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഇവിടെ നിന്നുള്ള മണ്ണിടിച്ചിലായിരുന്നു എന്നുള്ളതാണ്. ഇവിടെ നിന്ന് ഉണ്ടായിരിക്കുന്ന മണ്ണിടിച്ചിലിൻ്റെ ഒരു വ്യാപ്തി നമ്മൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇവിടെ നിന്ന് താഴേക്ക് ഏതാണ്ട് 10 കിലോമീറ്ററിലധികമാണ് മണ്ണും ചെളിയും അടക്കം ഒഴുകിയെത്തുകയും നിരവധിയായിട്ടുള്ള കൃഷിയിടങ്ങൾ, നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ താഴെ കാണുന്നത് മുഴുവൻ കൃഷിയിടങ്ങളായിരുന്നു. ആ കൃഷിയിടങ്ങൾ പൂർണ്ണമായും ഈ ഒരൊറ്റ മലയിടിച്ചിലിൽ പാറക്കെട്ടുകളായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. താഴെയുണ്ടായിരുന്ന വീടുകളുണ്ട്. ഇന്നും അവിടെയുള്ള ആളുകൾക്ക് പൂർണ്ണമായും നഷ്ടപരിഹാരം കൊടുത്ത് തീർത്തിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ തരത്തിൽ വലിയ ഒരു ദുരന്തത്തിലേക്ക് നയിച്ചിരിക്കുന്ന നിർമ്മാണ പ്രവർത്തനമായിരുന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇടുക്കി ജില്ലയിലേക്ക് എത്തുന്ന ആളുകൾക്ക് ഏറ്റവും മനോഹരമായി യാത്ര ചെയ്യാൻ വേണ്ടി ഉണ്ടായിരുന്ന ഒരു റോഡായിരുന്നു ഈ
ഗ്യാപ് റോഡ് എന്ന് പറയുന്നത്. ഇതിലൂടെ പോവുക എന്നുള്ളത് അത്ര മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു. ആ കാഴ്ചകൾ പോലും ഇല്ലാതായി. ഒപ്പം തന്നെ അപകടക്കെണിയായി ഈ ദേശീയപാത മാറി എന്നുള്ളതാണ്. ഈ ഓരോ മഴക്കാലം എത്തുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ചിന്നക്കനാൽ പഞ്ചായത്ത് പൂർണ്ണമായും ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഈ നിരവധിയായ പരാതികൾ നൽകിയിട്ട് പോലും നടപടിയില്ല. കാരണം ഇതുവഴിയുള്ള ഗതാഗതം നിലയ്ക്കുന്നതോടെ ചിന്നക്കനാൽ പഞ്ചായത്തിന് മൂന്നാർ മേഖലയിലേക്ക് പോകണമെങ്കിൽ ഏതാണ്ട് 65 കിലോമീറ്ററോളം ചുറ്റി സഞ്ചരിക്കേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ഒപ്പം തന്നെ നിരവധിയായിട്ടുള്ള അപകടങ്ങൾ, രാത്രികാലത്ത് ഈ മഞ്ഞ് വളരെ പെട്ടെന്ന് മൂടുന്നത് കൊണ്ട് തന്നെ പാറകൾ മുകളിൽ നിന്ന് അടർന്നു വീഴാനുള്ള സാധ്യതയുണ്ട്. മണ്ണ് ഇടിഞ്ഞ് താഴേക്ക് പതിക്കാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിൽ രാത്രി കാലങ്ങളിൽ വാഹനങ്ങൾ എത്തുമ്പോൾ അത് വലിയ അപകടങ്ങൾക്ക് വഴിയൊരുക്കുന്ന ഒരു സ്ഥിതിയുമുണ്ട്. ഒപ്പം തന്നെ ഈ ഇടിഞ്ഞ ഭാഗങ്ങളുടെ ബാക്കിയുള്ള ഭാഗങ്ങൾ നീക്കം ചെയ്യുന്നതിനോ അവിടെ ഒരു സുരക്ഷിതമായിട്ടുള്ള സംവിധാനം ഒരുക്കുന്നതിനോ ഈ അധികൃതർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ കൂറ്റൻ പാറയുടെ മുകളിൽ നിന്ന് ഇനിയും ഇടിഞ്ഞു വീഴാൻ പാകത്തിനിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അത്തരമുള്ള ഈ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന ഇളകിയിരിക്കുന്ന കല്ലുകൾ നീക്കം ചെയ്യുന്നതിന് പോലും അധികൃതർ ശ്രമിക്കാറില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ഈ ഒരു നേരിടുന്ന ഈ ഒരു പെട്ടിമുടി ദുരന്തമടക്കം കണ്ടിട്ടുള്ള ഇടുക്കിയിൽ ദേശീയപാതയിലെ സാഹചര്യം ഒട്ടും വിഭിന്നമല്ല എന്നുള്ളതാണ്. കൊച്ചി ധനുഷ്കോടി ദേശീയപാത ദേവികുളം മുതൽ പെരിയക്കനാൽ വരെ വലിയ അപകട ഭീഷണിയിലാണ്. പാറപ്പൊട്ടിക്കലാണ് ഇതുപോലെ ഈ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു 4 കിലോമീറ്റർ മാത്രമല്ല, ഇത്രയും സംവിധാനമുള്ള സാഹചര്യങ്ങളില്ല. നമ്മളൊരു മിഷനറി ഉപയോഗിച്ച് പൊട്ടിക്കുമായിരുന്നെങ്കിൽ ഇതുപോലൊരു അപകടം വരാനുള്ള സാധ്യത കുറവായിരുന്നു. സത്യത്തിൽ ഈ പഞ്ചായത്തിൽ മണ്ണിടിച്ചിൽ ഒന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ഈ ഗ്യാപ് റോഡിൽ ഈ പാറപ്പൊട്ടിക്കൽ മൂലമാണ് മണ്ണിടിച്ചിൽ വ്യാപകമായി ഉണ്ടായിരിക്കുന്നത്. ഇത് എത്ര തവണ ഇവിടെ മണ്ണിടിച്ചിൽ ഇതുപോലെ ഉണ്ടായി? വർഷകാലം തുടങ്ങിക്കഴിഞ്ഞാൽ മിക്കവാറും ഈ സ്ഫോടനം നടന്നതിൻ്റെ അകത്തിലിരിക്കുന്ന മണ്ണ് മുകളിൽ നിന്നിറങ്ങി എല്ലാ വർഷവും തന്നെ ഇവിടെ ഗതാഗത തടസ്സം ഉണ്ടാകാറുണ്ട്. ഈ ഒരു മേഖലയിൽ നിരവധിയായിട്ടുള്ള അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരാളെ ഇനിയും കണ്ടെത്താനും തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലത്തു നിന്ന് ഒരു കിറ്റാച്ചി സേതം പോയിട്ട് ഇതുവരെ ആ അദ്ദേഹത്തിന്റെ ബോഡി 4 തവണ മലയുണ്ടായിരിക്കുന്നു. ഇവിടെ മറ്റിടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പാറ ഖനനമാണ് വലിയ ഭീഷണിയാകുന്നത്. പാറ ഖനനം പല രൂപത്തിൽ ഉപദ്രവിച്ചിട്ടുണ്ട്. 2019 മലയിടിച്ചിലുണ്ടായി 2 തൊഴിലാളികൾ അപകടത്തിൽപ്പെട്ടു. ഇതിൽ ഒരാളെ ഇപ്പോഴും കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഈ ലൈവത്തോണിൽ പ്രേക്ഷകർക്കും പ്രതികരിക്കാം എന്നുള്ളതാണ്. കൂടുതൽ പ്രേക്ഷകർ നമ്മോടൊപ്പം പ്രതികരിക്കാൻ എത്തുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഷിരൂരിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ നമ്മുടെ റോഡുകൾ എത്രത്തോളം സുരക്ഷിതമാണെന്ന പരിശോധനയിലേക്ക് കടന്നിരിക്കുന്നത്. പുനലൂരിൽ നിന്നൊരു പ്രേക്ഷകരുണ്ട്, ജിജോ പ്രതികരിക്കാൻ. ജിജോ പറഞ്ഞോളൂ. മാഡം, എൻ്റെ പേര് ജിജോ എന്നാണ്. അതായത് നമുക്ക് ഈ മണ്ണ് എടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് മണ്ണ് എക്സ്കവേഷൻ ചെയ്യുമ്പോൾ ഈ മണ്ണിന് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അതായത് മണ്ണ് പല ടൈപ്പ് മണ്ണുണ്ടാകും. ടൈപ്പ് A, B, C, D അങ്ങനെ പല ടൈപ്പ്. അപ്പൊ ഓരോ ടൈപ്പ് മണ്ണിനും ഓരോ സൈസ് എഡ്ജ് പ്രൊട്ടക്ഷൻ ആണ് കൊടുക്കേണ്ടത്. അതായത് ചിലയിടത്ത് ബെഞ്ചിങ് എന്ന് പറയാം, അതായത് റബ്ബറിന്റെ പ്ലാറ്റ്ഫോം പോലെ തട്ടുതട്ട് പോലെ, ചിലയിടത്ത് സ്ലോപ്പിങ് മതി. അതും ഈ കൃത്യമായിട്ട് റിസ്ക് അസസ്മെന്റ് നടത്താത്തതുകൊണ്ടാണ് ഇത്രയും ഈ അപകടങ്ങൾ ഉണ്ടാകാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത്. ശരി, ഒന്ന് ഈ മണ്ണിന്റെ ലാബ് ടെസ്റ്റ് നടത്തുന്നില്ല അവർ. 2 കൃത്യമായിട്ടുള്ള അസസ്മെന്റ്. നമുക്ക് ഒരു വർഷം നമ്മൾ എക്സെപ്റ്റ് ചെയ്യുന്ന മഴ, ആ മഴ ഈ മണ്ണ് എത്രത്തോളം താങ്ങും അതനുസരിച്ചുള്ള എഡ്ജ് പ്രൊട്ടക്ഷൻ. അവിടെ ഷോറിംഗ് ഉണ്ട്, ബെഞ്ചിങ് ഉണ്ട്, പിന്നെ സ്ലോപ്പിംഗ് ഉണ്ട്. അപ്പൊ അത് കൃത്യമായിട്ടുള്ള അസസ്മെന്റ് ചെയ്യാതെ നടത്തുന്ന അതാണ് ഇത്രയും അപകടങ്ങൾ ഉണ്ടാകുന്ന മെയിൻ കാരണം എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട പോയിന്റാണ് താങ്കൾ ചൂണ്ടിക്കാണിച്ചത്. ജിജോ പുനലൂരിൽ നിന്ന്. പലയിടത്തും മണ്ണിന്റെ ഘടന വ്യത്യസ്തമാണ്. അപ്പോൾ മണ്ണിന്റെ ഘടനയ്ക്കനുസരിച്ച് വേണം അവിടെ സംരക്ഷണ ഭിത്തി നിർമ്മിക്കാൻ. പക്ഷെ അങ്ങനെയല്ല സംഭവിക്കുന്നത്. കണ്ടല്ലോ, മലയ്ക്ക് മുകളിൽ കോൺക്രീറ്റ് കെട്ടിക്കൊണ്ട് പലയിടത്തും വിണ്ട് കീറിയ നിലയിൽ മല ഇടിഞ്ഞ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മലബാറിലെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. കൊച്ചിയിലും ഇടുക്കിയിലേക്ക് എത്തി. ഇടുക്കിയിൽ വലിയ പാറ ഖനനമാണ് വലിയ തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അവിടെ ചിന്നക്കനാൽ പഞ്ചായത്ത് തന്നെ ഒറ്റപ്പെടുന്ന രീതിയിലാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്നത് എന്നുള്ള അപകടകരമായ സാഹചര്യമാണ് നേരത്തെ സന്ദീപ് രാജാക്കാട് ചൂണ്ടിക്കാണിച്ചത്. അടുത്തത് തട്ടേക്കാട് കുട്ടൻപുഴ റോഡിലാണ്. അവിടെയാണ് ലേബി സജീന്ദ്രനുള്ളത്. റോഡിന്റെ ഒരു ഭാഗത്ത് മണ്ണെടുപ്പ് നടക്കുകയാണ്. ഇപ്പോൾ തികച്ചും അപകടാവസ്ഥയിലാണ് ഈ റോഡുള്ളത്. ഒരു ഭാഗം പുഴയും. എന്ത് സുരക്ഷിതത്വമാണ് ഇവിടെ ഉള്ളതെന്ന് പരിശോധിക്കാം. ലേബി, എന്താണ് അവിടെ കാണുന്നത്?
സ്മൃതി, ഷിരൂരിന് സമാനമായ ഒരു ഭൂപ്രദേശം എന്നതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കും. ഇത് കോതമംഗലത്തുനിന്ന് പൂയംകുട്ടിയിലേക്കുള്ള റോഡാണ്. തത്രപ്പടി എന്ന സ്ഥലം. ഇതിൻ്റെ ഒരു ഭാഗത്ത് കുത്തനെയുള്ള മലനിരകൾ, അതിന് താഴെ ഈ സംസ്ഥാന പാത കടന്നു പോകുന്നു. ഈ റോഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തൊട്ടടുത്താണ് തട്ടേക്കാട് പക്ഷി സങ്കേതം. ഇത് പഴയ ആലുവ മൂന്നാർ രാജപാതയാണ്. ഇപ്പോൾ ഇതുവഴി പൂയംകുട്ടിക്ക് പോകാം. ഇവിടുന്ന് മൂന്നാറിനുള്ള വിനോദസഞ്ചാരികൾ കടന്നു വരുന്നു. ഈ റോഡിന് അതാണ് ഷിരൂരിന് സമാനം എന്ന് പറയുന്നത്. തൊട്ട് താഴെ പുഴയാണ്. ഇത് കുട്ടമ്പുഴയാറ്. ഇത് കുത്തിയൊലിച്ച് ഒഴുകുന്നു. ഗംഗാവാലി പുഴ ഒഴുകുന്നത് പോലെ ഒരു സൈഡിൽ പുഴ ഒഴുകുന്നു, ഒരു സൈഡിൽ ഇതിനോട് ചേർന്ന് റോഡ്. ഈ റോഡിന് ഒരു വശത്തായി കുത്തനെ മണ്ണെടുപ്പ് നടക്കുന്നു. ഈ മലകളിൽ നിന്നൊക്കെ മണ്ണ് എടുത്തുകൊണ്ടിരിക്കുന്നു. അപകടകരമായ സാഹചര്യം. ഇവിടെ ഒരിടത്തും സംരക്ഷണ ഓഡിയോ കട്ടായിരിക്കുകയാണ്. ലേബിയുള്ളത് തട്ടേക്കാട് കുട്ടൻപുഴ റോഡിലാണ്. ഇവിടെ റോഡിൻ്റെ ഒരു ഭാഗത്ത് മണ്ണെടുക്കുന്ന ദൃശ്യങ്ങൾ കാണാം. മണ്ണെടുത്തിരിക്കുന്ന റോഡ് കാണാം. തികച്ചും അപകടാവസ്ഥയിൽ. അപ്പുറത്ത് പുഴയുമാണ്. ഈ പ്രദേശം ഷിരൂരിന് സമാനമായ സാഹചര്യം എന്നാണ് ഇപ്പോൾ ലേബി വിശേഷിപ്പിച്ചത്. ഇവിടെ ദേശീയപാതയ്ക്കായി മല തുറക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ. ലേബി, തുടരാം. തട്ടേക്കാട് കുട്ടൻപുഴ റോഡിലെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. റോഡിൻ്റെ ഒരു ഭാഗത്തു നിന്നും മണ്ണെടുത്തുകൊണ്ടിരിക്കുന്നു, മറ്റൊരു ഭാഗം പുഴയുമാണ്. ഇവിടെ മണ്ണെടുപ്പ് എത്രത്തോളം അശാസ്ത്രീയമാണ് എന്ന കാര്യമാണ് ലേബി വിശദീകരിച്ചുകൊണ്ടിരുന്നത്. അതിനിടയ്ക്ക് ഫോൺ കട്ടായിരിക്കുന്നു. വീണ്ടും ലേബിയിലേക്ക് എത്താം. വീണ്ടും റോഡ് സുരക്ഷാ വിദഗ്ധൻ ശ്രീ ഉപേന്ദ്രനാരായണിലേക്ക്. ശ്രീ ഉപേന്ദ്രനാരായണൻ, നേരത്തെ ഒരു പ്രേക്ഷകൻ വിളിച്ച് സംസാരിച്ച് താങ്കളും കേട്ടിരിക്കുമല്ലോ, പലയിടത്തും മണ്ണിൻ്റെ ഘടന വ്യത്യസ്തമാണ്. മണ്ണിൻ്റെ ഘടനയ്ക്കനുസരിച്ച് വേണം അവിടെ സുരക്ഷിതത്വം തീർക്കാൻ എന്നുള്ളത്. സുരക്ഷിതത്വമേ ഇല്ലാത്ത സാഹചര്യം. ഇപ്പോൾ മണ്ണിൻ്റെ ഘടന പരിശോധിക്കുന്ന നിലവിൽ അങ്ങനെയൊരു സംവിധാനമുണ്ടോ? സത്യത്തിൽ ഒന്നുമില്ല. അതായത് ഈ കേന്ദ്ര പദ്ധതികൾ പൊതുവെ വലിയ വലിയ മുതലാളിമാർക്ക് ഇത് കോൺട്രാക്റ്റ് കൊടുക്കുന്നല്ലാണ്ട് അവർക്ക് ഈ നാടിനോടോ ഈ നാട്ടിലെ ജനങ്ങളുടെ സുരക്ഷയെപ്പറ്റി ഒരു താല്പര്യമില്ല. കാര്യം അവരുടെ കൊള്ളലാഭം മാത്രമാണ് നമ്മൾ കണ്ടേക്കുന്നത്. അങ്ങനല്ല, ഇത് സംസ്ഥാന സർക്കാരിനും കൂടി ഇതിന്മേലൊരു മേൽനോട്ടം ഉണ്ടാവണം. ഇന്നിപ്പോൾ അതില്ല. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പറയുന്ന കോൺട്രാക്ടർ വരുന്നു, തൊട്ടടുത്ത മലയിടിക്കുന്നു, റോഡ് പണിയുന്നു. അത് പുഴയുണ്ടെങ്കിൽ അവിടെ ഗാർഡ് റെയിലിംഗ് സമ്പ്രദായം, റീഎൻഫോഴ്സ്ഡ് ഗാർഡ് റെയിലിംഗ് സമ്പ്രദായം ഉണ്ടായാൽ മാത്രമേ വാഹനങ്ങൾ പുഴയിലേക്ക് പോകാതിരിക്കാനുള്ള രീതിയൊക്കെ അവലംബിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനൊരു ഉത്തരവാദിത്വം ആർക്കും ഇല്ലാത്ത രീതിയിലേക്കാണ് നിർമ്മാണവും അതിൻ്റെ ടോൾ പിരിവും അതിൻ്റെ മെയിൻ്റനൻസും നടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറയുന്ന മല ഒരു കാരണവശാലും തൊടാൻ പാടില്ല എന്ന് കേരള ഗവൺമെൻറ് നിയമം ഉണ്ടാക്കണം. പൊതുനിരത്തുകൾ പണിയുമ്പോൾ മലയിൽ നിന്ന് മാറി വേണം. കാര്യം എക്സ്കവേറ്റർ മാതിരിയുള്ളതും പിന്നെ പാറ പൊട്ടിക്കുന്ന പരിപാടികളൊക്കെ കുന്നുമ്മേ ചെയ്യുമ്പോൾ അത് ഫലത്തിൽ പ്രകൃതിക്ഷോഭം ഉണ്ടാകുകയും നമ്മുടെ റോഡുകൾ കൊലയാളി സംഘം പോലെ നമുക്കെതിരെ പ്രവർത്തിക്കും. അത് നമുക്ക് സഹിക്കാൻ പറ്റുന്നതല്ല കേരളത്തിന് ഒട്ടും തന്നെ. കാര്യം നമുക്ക് വേണ്ടത്ര ഭൂമിയില്ല, വാഹന ബാഹുല്യമുണ്ട്, യാത്ര ചെയ്യേണ്ട ആവശ്യം മറ്റാരേക്കാളും കൂടുതലാണ്. കാര്യം ഇതൊരു ടൂറിസം ഡെസ്റ്റിനേഷനാണ് കേരളം. അത് ബഹുമാനപ്പെട്ട PWD മന്ത്രി, ടൂറിസം മന്ത്രിയും കൂടിയാണ്. അദ്ദേഹം ഇന്ന് തന്നെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിൽ ഒരു സേഫ്റ്റി ഓഡിറ്റ് ചെയ്യിക്കണം. എന്നിട്ട് എവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ട് ആ പ്രദേശം ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനെന്താണ് പ്രിവെൻഷൻ സ്ട്രാറ്റജീസ് ഡിസൈൻ ചെയ്യേണ്ടത്. അത് പ്രധാനപ്പെട്ട കാര്യമാണ് താങ്കൾ പറഞ്ഞ ടൂറിസം വകുപ്പിന് കൂടി ഉത്തരവാദിത്തമുള്ള ഒരു വിഷയമാണ് ഇത് എന്നുള്ള കാര്യം. ഇപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസ് ഇപ്പോൾ ഷിരൂരിലെ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഇതുകൂടി അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിലേക്ക് ഞങ്ങൾ കൊണ്ടുവരികയാണ്. വീണ്ടും ലേബിയിലേക്ക് പോകുന്നു. ലേബി തട്ടേക്കാട് കുട്ടൻപുഴ റോഡിലാണുള്ളത്. ലേബി പറയുന്നതിനിടയിൽ ഫോൺ കട്ടാവുകയായിരുന്നു. അവിടുത്തെ ഒരു മണ്ണെടുപ്പിൻ്റെ രീതി എങ്ങനെയാണ്?
സ്മൃതി, ഇതൊരു ഭാഗം, ഈ റോഡിൻ്റെ ഒരു ഭാഗം കുത്തനെയുള്ള മലയാണ്. ഇവിടെ ഇടിച്ചാണ് ഈ റോഡ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ മണ്ണെടുക്കുന്നത് കൊണ്ട് തന്നെ സമീപത്തുള്ള വീടുകളൊക്കെ ഈ മണ്ണെടുപ്പിൻ്റെ ഭീഷണിയിലാണ്. അതുപോലെ തന്നെ ഈ റോഡ് വളരെ അപകടാവസ്ഥ. അത് ഞാൻ പറയുമ്പോൾ ഒരിടത്തും സംരക്ഷണ ഭിത്തി കിട്ടിയിട്ടില്ല. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിൽ ഉൾപ്പെടുന്ന ഭാഗമായതുകൊണ്ട് തന്നെ ഇവിടെ ശിരൂരിന് സമാനമായ രീതിയിൽ ഇവിടെ ഈ റോഡ് സൈഡിൽ ഈ ലക്ഷ്മണൻ്റെ കടയ്ക്ക് സമാനമായ രീതിയിലുള്ള ചെറിയ ചെറിയ കടകളുണ്ട്. വൈകുന്നേരമായാൽ ഇങ്ങോട്ടെല്ലാം ആളുകൾ എത്തി ഈ ഭാഗത്ത് നമ്മളിപ്പോൾ കാണുന്ന ഈ കുട്ടമ്പുഴ ആറിന് തൊട്ടപ്പുറത്ത് വനമേഖലയാണ്. അവിടെ ആനയും മാനുമൊക്കെ ഇറങ്ങി നിൽക്കുന്ന സ്ഥലമാണ്. വൈകുന്നേരമായാൽ ആളുകളെല്ലാം ഇവിടെ വന്ന് ഇറങ്ങി നിന്ന് ഈ കാഴ്ചകൾ കാണാനെത്തും. ഇവിടെ സംരക്ഷണ ഭിത്തി കെട്ടാതെ വളരെ അശാസ്ത്രീയമായി റോഡ് നിർമ്മിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ വളരെയേറെ അപകടാവസ്ഥയിലാണ് ഇതിൻ്റെ റോഡ് നിർമ്മാണം നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അത് മാത്രമല്ല, ഇത് പതിവായി മഴക്കാലം എത്തിയാൽ മണ്ണിടിയുന്ന സ്ഥലമാണ്. ഇതിൻ്റെ പല ഭാഗത്തും മണ്ണിടിച്ചിൽ എപ്പോഴും ഉണ്ടാവാറുണ്ട്. വളരെ അപകടാവസ്ഥയിലാണ് ഇതിൻ്റെ സമീപത്തെ വീടുകളെല്ലാം ഉള്ളത്. ഇപ്പോൾ ഈ പ്രദേശത്ത് ഈ കുട്ടമ്പുഴ പഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിബി കുട്ടമ്പുഴ ചേരുകയാണ്. ഇത് പതിവായി അപകടം ഉണ്ടാകുന്നൊരു സ്ഥലമാണല്ലോ മണ്ണിടിച്ചിലും. ഇടയ്ക്ക് മണ്ണിടിച്ചിലുണ്ടാവാറില്ല. ഈ റോഡ് പണി വേണ്ടതോടുകൂടി അവർ വലിയ കട്ടിങ് ആക്കി വെച്ചേക്കുവാണ്. ഒരു സംരക്ഷണ ഭിത്തി പണി ഒന്നും ചെയ്യാത്തതുകൊണ്ട് 2012 പ്രളയം ഉണ്ടായ സമയത്ത് ഇവിടെ മണ്ണിടിച്ചായിരുന്നു. അപ്പോൾ നമ്മൾ JCB ഒക്കെ വിളിച്ച് മാറ്റി. പക്ഷേ ഇപ്പോഴത്തെ ഈ വലിയ കട്ടിങ് ഒരു വലിയ അപകടമാണ്. കാരണം വെച്ചാൽ മാമലക്കണ്ടമുള്ള ടൂറിസ്റ്റ് മേഖലയ്ക്ക് പോകുന്ന ഇത് വഴിയാണ് മൂന്നുമാറൊക്കെ കടന്നു പോകാം, പൂയംകുട്ടിക്കൊക്കെ പോകാം. അപ്പോൾ ഒത്തിരി ആളുകൾ വേനലായി കഴിഞ്ഞാൽ മഴക്കാലത്താണെങ്കിലും ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പുറ സൈഡിൽ വന്യമൃഗങ്ങൾ വരുമ്പോൾ കാണാനായിട്ട് ആളുകൾ കൂടാറുണ്ട്. സമയത്തൊക്കെ ഒരു ദുരന്തം വന്ന് സംരക്ഷണ ഭിത്തി വേണം എന്നുള്ള ആവശ്യങ്ങളൊക്കെ നിങ്ങൾ പഞ്ചായത്ത് ഉന്നയിക്കുന്നതല്ലേ? ഞങ്ങൾ നേരത്തെ തന്നെ ഇത് ഈ റോഡ് പണിതപ്പോൾ തന്നെ പറഞ്ഞാണ്. അന്നേരം അവർ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു പൈസ തീർന്നു പോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് കോൺട്രാക്ട് ചെയ്യാണ്ട് പോയത്. ഈ വീടൊക്കെ വളരെ അപകടകരമായ അവസ്ഥയിലാണല്ലോ ഈ വീട്. അതുപോലെ തന്നെ ആ വീടൊക്കെ അവിടെ ആൾതാമസവും ഉണ്ടല്ലോ. ഈ ഒരു അപകടമൊക്കെ പഞ്ചായത്തിൻ്റെ ശ്രദ്ധയിലും പെടുന്നില്ലേ? ഇതൊക്കെ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടോ ഇതിനു മുമ്പ്? ഞങ്ങളിത് PW തന്നെ അറിയിച്ചേക്കണെയാണ് പഞ്ചായത്ത്. ഇതിൻ്റെ സൈഡ് ഓട തീർത്ത് സൈഡൊക്കെ സൈഡ് വാൾ കെട്ടി സംരക്ഷിക്കണം എന്നുള്ളത്. പക്ഷേ അത് ഇതുവരെ നടപടികളൊന്നും ആയിട്ടില്ല. ഒരു അപകടം വരുമ്പോൾ മാത്രമാണ് സർക്കാർ ഇതിനകത്തേക്ക് ശ്രദ്ധിക്കാറുള്ളൂ. ഈ ഒരു ഭൂപ്രദേശത്തിൻ്റെ പ്രത്യേകത ഞാൻ പറയുകയായിരുന്നു. ശിരൂരിന് സമാനമായ രീതിയിൽ ഒരു ഭാഗത്ത് കുത്തനെ ഉയർന്നു നിൽക്കുന്ന കുന്നുകൾ, അതിടിച്ച് റോഡുണ്ടാക്കിയിരിക്കുന്നു. ഒരു ഭാഗത്ത് പുഴ. ഇവിടെ നിറയെ ആളുകളൊക്കെ വന്നിരിക്കുന്ന സ്ഥലമല്ലേ? ഒട്ടനവധി ആളുകൾ വരുന്ന ഒരു ടൂറിസ്റ്റ് മേഖലയാണിത്. അപ്പോൾ ആളുകൾ ഒത്തിരി വരുന്നതാണ്. അടിയന്തരമായിട്ട് സംരക്ഷണ ഭിത്തി വേണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. ഇവിടെ കെട്ടിയിരിക്കുന്നതാണെങ്കിലും ഇച്ചിരി കംപ്ലൈൻ്റ് ഉണ്ട്. അത് പൊളിഞ്ഞു പോകാൻ ഈ പുഴയിലേക്ക് കെട്ടിയിരിക്കുന്നതിനും കംപ്ലൈൻ്റ് ഉണ്ട്. ഒരു 4 പില്ലറിൻ്റെ ഭാഗം പൊളിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. സ്മൃതി, അതും ശ്രദ്ധിക്കുക. ഇത് ഈ മലയുടെ ഒരു ഭാഗം മണ്ണെടുത്തുണ്ടാക്കിയിരിക്കുന്ന റോഡ്, ഈ റോഡിൻ്റെ തൊട്ട് മാറി തന്നെയാണ് പുഴ കുത്തിയൊലിച്ച് ഒഴുകുന്നത്. ഈ പുഴയ്ക്ക് ഉണ്ടാക്കിയിരിക്കുന്ന സംരക്ഷണ ഭിത്തി പോലും ഉറപ്പില്ലാത്തതാണ് എന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പറയുന്നു. ഇവിടെ ഇതിൻ്റെ 4 ഭാഗത്ത് വിള്ളലുകളുണ്ട് എന്ന് പറയുന്നു. നമുക്കത് അപ്പുറത്തുനിന്ന് മാത്രമേ ദൃശ്യവൽക്കരിക്കാൻ സാധിക്കുകയുള്ളൂ. എങ്കിലും ഇത് കഴിഞ്ഞാൽ നേരെ പുഴയാണ്. അത്രത്തോളം അപകടകരമായ അവസ്ഥയിലാണ് ഈ കുട്ടൻപുഴയിൽ, കോതമംഗലത്ത് നിന്ന് കുട്ടൻപുഴയിലേക്കുള്ള ഈ റോഡ്. ഈ കുട്ടമ്പുഴ പ്രദേശം ഇത് പൂയംകുട്ടിയിലേക്കുള്ള റോഡാണ്. പൂയംകുട്ടിയിലേക്കുള്ള സഞ്ചാരികൾ, ഒപ്പം തന്നെ മൂന്നാറിലേക്കുള്ള സഞ്ചാരികൾ ഒക്കെ ധാരാളമായി വരുന്ന സ്ഥലമാണ്. ഈ പുഴയ്ക്ക് തൊട്ടപ്പുറം വനമേഖലയാണ്. അവിടെ വൈകുന്നേരമായാൽ ആനയും മറ്റ് വന്യമൃഗങ്ങളും ഒക്കെ ഇറങ്ങി നിൽക്കും. ഇത് കാണുന്നതിന് ഈ ഭാഗത്തെല്ലാം വൈകുന്നേരത്തോടെ ആളുകൾ എത്തുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അത്രത്തോളം ആൾത്തിരക്കുണ്ട്. ഇവിടെ ആളുകൾ വാഹനങ്ങൾ നിർത്തി ഈ കാഴ്ച കാണാൻ ഇറങ്ങുന്നു. വളരെ മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ ഉള്ള സ്ഥലം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ആളുകൾ കൂടുതലായി ഇങ്ങോട്ട് എത്തുന്നു. തൊട്ടപ്പുറത്താണ് ഇതിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ശിരൂരിന് സമാനമായ സാഹചര്യം. ഇപ്പുറത്ത് പുഴ, അപ്പുറത്ത് മലയ്ക്ക് മുകളിൽ ചില വീടുകളുമുണ്ട്. താഴെ ചായ കുടിക്കാനൊക്കെയുള്ള ചെറിയ തട്ടുകട സംവിധാനങ്ങളുമുണ്ട്. ഇതൊക്കെ തന്നെ ശിരൂരിന് സമാനമായൊരു സാഹചര്യമാണ് എന്നുള്ളതാണ്. വലിയ അരക്ഷിതാവസ്ഥ അവിടെ ഉണ്ട് എന്നുള്ള കാര്യം ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഇനി പ്രേക്ഷകരിലേക്ക് പോവുകയാണ്. സനൽ ഹരിപ്പാട് നിന്ന് പ്രതികരിക്കാൻ. സനൽ, പറയൂ. ഈ അപകടം, ഈ ദുരന്തം ഉണ്ടാകുന്നതിന് മാസങ്ങൾക്ക് മുമ്പേ ഹൈവേയുമായി ബന്ധപ്പെട്ട ഈ കുത്തനെയുള്ള മല ഇടിച്ചുള്ള സുരക്ഷാ ഭീഷണി ഉയർത്തുന്നു. ഞാൻ പല പ്രാവശ്യം റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടെ ഞാൻ കമന്റായിട്ട് അയച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ ഈ വിഷയം അരുൺ സാറുമായിട്ട് പരിപാടി സംസാരിച്ചായിരുന്നു. അപ്പൊ ഈ വിഷയം അതിന്റെ അത്രയും ഗൗരവത്തിലെടുത്ത് ചർച്ച ചെയ്തതിന് റിപ്പോർട്ടർ ചാനലിന് പ്രത്യേക ഒരു അഭിനന്ദനം. അതായത് മറ്റൊരു ചാനലുകാരും ഈ വിഷയം ഏറ്റെടുക്കാത്തത് റിപ്പോർട്ടർ ചാനൽ ഏറ്റെടുത്തത് ജനങ്ങളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയം.
ഹൈവേയിൽ ഒരുപാട് സ്ഥലങ്ങൾ നടക്കുന്നുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാരാരും ഇത് മോണിറ്ററിങ് ചെയ്യാനായിട്ട് ആരുമില്ല. ഈ കോൺട്രാക്ടർമാരാണ് വന്ന് ഈ പണികളെല്ലാം ചെയ്യുന്നത്. അത് ഈ വളരെ വിഷയമാണ്. എല്ലാ സ്ഥലങ്ങളിലും ഇതൊക്കെ തന്നെ. കുറെ പേര് വരുന്നു, ജോലി ചെയ്യുന്നു, അവരുടെ ഭാഗം ക്ലിയർ ചെയ്ത് അവർ പോകുന്നു. അടുത്ത പാർട്ടിക്കാർ, അടുത്ത ഗ്രൂപ്പിലുള്ളവർ വരുന്നു, അവരും ജോലി ചെയ്യുന്നു, അവരും പോകുന്നു. അതാണ് ഇന്നിപ്പോൾ ഹൈവേ നടന്നു വരുന്നത്. സൂപ്പർവൈസിങ് ചെയ്യാനായിട്ട് ഒരു ഉദ്യോഗസ്ഥന്മാരില്ലാത്ത ഒരു സ്ഥിതിയാണ് ഇന്ന് ഹൈവേ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുള്ളൂ. വലിയ വീഴ്ച തന്നെയാണ് താങ്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. സനൽ ഹരിപ്പാട് നിന്നുള്ള പ്രേക്ഷകനാണ്. ഷിരൂരിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ കേരളത്തിലെ പാതകൾ എത്രത്തോളം സുരക്ഷിതമാണ് എന്ന പരിശോധനയിലേക്ക് കടന്നിരിക്കുന്നത്. വലിയ റോഡുകൾ നിർമ്മിക്കപ്പെടുന്നു. NH പലയിടത്തും റോഡുകൾ തുറന്നു കൊടുത്തിരിക്കുന്നു. റോഡ് വികസനത്തിന് ഒരു നാഴികക്കല്ലാവുന്ന കാര്യം തന്നെയാണ്. പക്ഷേ അതോടൊപ്പം ചുറ്റുപാട് എങ്ങനെയാണ്, അപ്പുറത്തെ മലകൾ എങ്ങനെ, താമസ സ്ഥലം എങ്ങനെ, വീടുകൾ ഈ കുന്നിന് മുകളിൽ, കുത്തനെയുള്ള കുന്നിന് മുകളിൽ ഒരൊറ്റ വീട് മാത്രമൊക്കെ നിൽക്കുന്നത് കാണാം. വലിയ അപകട ഭീഷണിയിൽ നിൽക്കുകയാണ് അത്തരം വീടുകൾ. മാത്രമല്ല മല എങ്ങനെയാണ്, മലയ്ക്ക് സംരക്ഷണ കവചം തീർത്തിരിക്കുന്നത്, എത്രത്തോളം ശാസ്ത്രീയമായിട്ടാണ് അതിൻ്റെ നിർമ്മാണം എന്നൊക്കെ നമ്മൾ കാണുന്നു. പലയിടത്തും വിണ്ട് കീറിയ കുന്നിൻ്റെ ഭാഗങ്ങൾ നമ്മൾ കണ്ടു. പലയിടത്തും മല ഇടിഞ്ഞു വീണത് നമ്മൾ കണ്ടു. അപ്പുറത്ത് പുഴയും ഇപ്പുറത്ത് മലയും എന്നുള്ള ദൃശ്യം ഷിരൂരിലേതുപോലെ തന്നെ കുട്ടൻപുഴയിൽ ഇപ്പോൾ ലേബി കാണിച്ചു തന്നു. തിരുവനന്തപുരത്താകട്ടെ കുത്തനെ 90 ഡിഗ്രിയിലാണ് മല ചുരന്നിരിക്കുന്നത്. അത് എങ്ങനെയാണ് അപകടമുണ്ടാകുക എന്ന് പറയാൻ പറ്റാത്തൊരു സാഹചര്യം. ഇങ്ങനെയൊരു നിർമ്മാണം, എത്രത്തോളം അശാസ്ത്രീയമായ നിർമ്മാണം, ഇതിനാരാണ് പച്ചക്കൊടി കാണിച്ചത് എന്നറിയേണ്ടതുണ്ട്. രക്ഷൻ പറഞ്ഞതുപോലെ കരാറുകാരെ ഏൽപ്പിച്ച് നാഷണൽ ഹൈവേ അതോറിറ്റി അങ്ങ് മാറുന്നു. പിന്നീട് ചോദിച്ചാൽ ഉത്തരം പറയാൻ ആളില്ലാത്ത വല്ലാത്ത അവസ്ഥയാണ് റോഡ് നിർമ്മാണത്തിൻ്റെ കാര്യത്തിൽ ഉള്ളത്. അടുത്തത് പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ പ്ലാച്ചേരി മുതൽ പത്തനംതിട്ട മൈലപ്ര വരെയുള്ള ഭാഗങ്ങൾ പലയിടത്തും കുന്നുകൾ ഇടിച്ച് റോഡ് നിർമ്മിച്ചിരിക്കുകയാണ്. കുന്നുകൾ ഇടിച്ചു എന്നതൊഴിച്ചാൽ അവശേഷിക്കുന്ന ഭാഗം ഇടിയാതിരിക്കുന്നതിനുള്ള ശാസ്ത്രീയമായ ഒന്നും റാന്നി മുതൽ മൈലപ്ര വരെയുള്ള ഭാഗങ്ങളിൽ ചെയ്തിട്ടില്ല. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിലെ ഇടിമൂട് മണ്ണാറക്കുളത്തിൽ നിന്നും പ്രവീൺ പുരുഷോത്തമൻ. പ്രവീൺ, ഏകദേശം സമാനമായ കാഴ്ചയാണിപ്പോൾ വടക്കും തെക്കും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണിപ്പോൾ പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിലെ സ്ഥിതി, പ്രവീൺ? സ്മൃതി, ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ മണ്ണാറക്കുളഞ്ഞിക്കും ഉദിമൂട്ടിനും ഇടയിലുള്ള സ്ഥലമാണ്. പത്തനംതിട്ട ജില്ല ഒരു മലയോര ജില്ലയാണ്. പത്തനംതിട്ട ജില്ലയിൽ കൂടി പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാത കടന്നു പോയപ്പോൾ റോഡിൻ്റെ വശങ്ങളിലുള്ള കുന്നുകൾ മുഴുവൻ ഇടിച്ചാണ് ഭൂരിഭാഗം പ്രദേശങ്ങളിലും ഈ റോഡ് വികസനം നടന്നിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത കൂടി പറയാം. ഇപ്പോൾ നമുക്ക് കാണാം, എൻ്റെ വലതുവശത്തായി കാണുന്നത് പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയുടെ റോഡരിയിലുള്ള ഒരു വലിയ കുന്നാണ്. ഈ കുന്നിടിച്ചാണ് നിലവിൽ ഇവിടെ ഉണ്ടായിരുന്ന റോഡിൻ്റെ വീതി കൂട്ടിയത്. നേരത്തെ പുനലൂരിൽ നിന്നും ഒരു പ്രേക്ഷകൻ പറയുകയുണ്ടായി, മണ്ണിൻ്റെ സ്വഭാവം അനുസരിച്ച് വേണം എപ്പോഴും അപകട സാധ്യത കുറവാക്കുന്നതിനായി ഈ കരാറുകാർ റോഡിൻ്റെ നിർമ്മാണം നടത്തേണ്ടത്. ഞാനിപ്പോൾ ഒരു കാഴ്ച കാണിച്ചു തരാം. ഈ മണ്ണിൻ്റെ പ്രത്യേകത, ഈ മണ്ണ് ഇപ്പോൾ മഴയുള്ള സമയമാണ്. ഈ മലയുടെ ഈ ഭാഗത്ത് മണ്ണ് എങ്ങനെ വെറുതെ ഒരു വടിക്കഷ്ണം കൊണ്ട് ചുരണ്ടിയാലും ഇതിങ്ങനെ ഇളകി പോകുന്നത് കാണാം. അതായത് കാലം കഴിയും തോറും ഈ കുന്നിനകത്തേക്ക് ഈ മണ്ണ് വെള്ളം ഇറങ്ങി അത് ദുർബലമാകാനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത്. അങ്ങനെ വരുമ്പോൾ കാലക്രമേണ ഈ മണ്ണിൻ്റെ ഉറപ്പ് ഇല്ലാതാവുകയും അത് റോഡിലേക്ക് ഇടിഞ്ഞു വീഴാനുള്ള സാധ്യതയുമുണ്ട്. ഇത് ഏകദേശം 20 അടിയോളം ഉയരമുള്ള ഒരു കുന്നാണ്. ഈ കുന്നിൻ്റെ ഒത്ത മുകളിൽ നമുക്ക് ഒരു വീട് കൂടി കാണാം. അതായത് ഈ റോഡിൻ്റെ പാർക്കിംഗ് സൗകര്യം രേഖപ്പെടുത്തിയിട്ടുള്ള ആ ഭാഗത്തു നിന്നും കേവലം 1-2 മീറ്റർ മാത്രം മാറിയാണ് ഈ വലിയ കുന്ന് ഇവിടെ ഉള്ളത്. സാധാരണഗതിയിൽ ഇത്തരത്തിൽ റോഡ് നിർമ്മാണം നടത്തുമ്പോൾ ഇങ്ങനെ കുന്ന് 90 ഡിഗ്രി ചരിവിൽ ഒരിക്കലും അത് ഇടിക്കരുത് എന്നാണ്. പക്ഷേ പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയുടെ പലയിടങ്ങളിലും ഇത്തരത്തിൽ കുന്നുകൾ ഇടിച്ചിരിക്കുന്നത് കൃത്യമായും 90% ഡിഗ്രിയിൽ തന്നെയാണ്. അതാണ് ഏറ്റവും കൂടുതൽ ഒരു അപകടകരമായിട്ടുള്ള അവസ്ഥയുള്ളത്. ഈ കാണുന്ന ഈ ഭാഗത്തൊക്കെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ വാഹനത്തിൻ്റെ പാർക്കിംഗ് ഭാഗം, അതായത് അത് വെള്ള വര തിരിച്ചിട്ടിരിക്കുന്ന ഭാഗമാണ്. ഇവിടെ നിന്നും കേവലം
2 ചുവട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗത്തേക്ക് എത്താൻ കഴിയും. അതായത് ഇവിടെ മീറ്റർ കണക്കിന് ഉയരത്തിൽ ഇങ്ങനെ ഒരു കുന്ന് എന്ന് തന്നെ പറയാം. അതിൻ്റെ മുകളിൽ ഒരു വീടുമുണ്ട്. ഇത് പത്തനംതിട്ട ഈ പുല്ലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയുടെ ഒരു ഭാഗം മാത്രമാണ്. സാധാരണഗതിയിൽ കരാറുകാർക്ക് അത് അവരോട് പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിൽ കുന്നുകൾ ഇടിക്കുമ്പോൾ അത് ലെയർ മാതൃകയിൽ അത് ഇടിക്കണമെന്നുള്ളതാണ്. അതായത് ഇവിടെ ഒരു തട്ട്, മീറ്ററുകൾക്ക് മാറി മറ്റൊരു തട്ട്, അങ്ങനെ 4-5 തട്ടുകളായി ഇവിടെ കുന്ന് ഇങ്ങനെ ഇടിക്കുകയായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ മണ്ണിടിഞ്ഞാലും അതിന് ആഘാതം കുറയാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ കാര്യത്തെപ്പറ്റിയൊക്കെ ശാസ്ത്രീയമായി പഠിച്ചിട്ടുള്ള പ്രസാദ് കുഴിക്കാല എന്ന അദ്ദേഹം കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ഇതിപ്പോൾ ഒരു കാഴ്ച മാത്രമാണ്. ഇവിടെ എത്രമാത്രം അപകടകരമാണിത്? ഇല്ല, ഇവിടെ പുനലൂർ മൂവാറ്റുപുഴ റോഡിനെ സംബന്ധിച്ച് പറയുന്നുണ്ടെങ്കിൽ അതിൽ കല്ലിട്ടിരിക്കുന്ന സ്ഥലം പോലും എടുത്തിട്ടല്ല ഇവിടെ നിർമ്മാണം നടത്തിയിട്ടുള്ളത്. ഇവിടെ ഇതേ രീതിയിൽ തട്ടുതട്ടായിട്ട് 5 മീറ്റർ വരെ വീതിക്കകത്ത് തട്ടുണ്ടാക്കി 3-4 തട്ടുണ്ടാക്കിയായിരുന്നു എങ്കിൽ ഈ മുകളിൽ നിന്ന് വരുന്ന മണ്ണുകളൊന്നും ഇടിഞ്ഞാൽ റോഡിലേക്ക് വീടില്ല. പക്ഷേ അതല്ല ഇവിടുത്തെ സ്ഥിതി. ഇവിടെ നമുക്കറിയാം, ഇവിടെ നെറ്റ് ഇട്ടുകൊണ്ട് ഇവിടെ കല്ല് കെട്ടി ഇവിടെ തിരിച്ചിട്ടുണ്ട്. ആ കല്ല് കെട്ടി തിരിച്ചിരിക്കുന്നത് പോലും ഇന്ന് തള്ളി പുറത്തേക്ക് നിൽക്കുകയാണ്. അതും അപകടകരമായ ഒരു സ്ഥിതിയിലാണ് നിൽക്കുന്നത്. പക്ഷേ എഞ്ചിനീയർമാർ ഒരു കാരണവശാലും ഇതൊന്നും നോക്കുന്നില്ല. ഇത് പണിഞ്ഞ് അവർ പണം കൊണ്ട് പോകുന്നു. കോടിക്കണക്കിന് രൂപ ജനങ്ങളുടെ പൈസയാണ് ഇവിടെ നഷ്ടപ്പെടുന്നത് എന്ന് പറയുമ്പോൾ ഇത് ആരോടാണ് ചോദിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ആർക്കും ഒരു പരാതികളൊന്നും തന്നെ ഇവിടെ പരിഹരിക്കപ്പെടുന്നില്ല. അപകടങ്ങൾ ദിവസവും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ റോഡിലെ സ്ഥിതി ഇത് തന്നെയാണ്. സ്മൃതി, മറ്റൊരു കാഴ്ച കൂടി റോഡിൻ്റെ എതിർഭാഗത്ത് നമുക്ക് കാണാം. അതായത് പുല്ലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാത നിർമ്മിച്ചപ്പോൾ പലയിടങ്ങളിലും റോഡിൻ്റെ ഉയരം വർദ്ധിപ്പിച്ചു. അവിടെ റോഡിൻ്റെ ഉയരം വർദ്ധിപ്പിച്ചപ്പോൾ സമീപത്തുള്ള പ്രദേശങ്ങൾ അത് മണ്ണിടിയാതിരിക്കുന്നതിനായി ആ കരിങ്കല്ലുകൾ കൂട്ടിയിട്ട് ഇത്തരത്തിൽ കമ്പികൾ ഇങ്ങനെ കെട്ടിയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇതൊരു ശാസ്ത്രീയ നിർമ്മിതി എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ ജനങ്ങൾക്കൊരു ആശങ്കയുള്ളത് ഈ കമ്പികൾ 2-3 അല്ലെങ്കിൽ 4 വർഷമൊക്കെ കഴിയുമ്പോൾ ദ്രവിച്ച് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇത്രയും വലിയ ഒരു റോഡിനെ താങ്ങി നിർത്തുന്നത് ഇത്തരത്തിലുള്ള ഈ കരിങ്കൽ ഭിത്തികൾ മാത്രമാണ്. ഈ കരിങ്കൽ ഭിത്തിയുടെ അരികുകൂടി നമുക്ക് കാണാം. ഏകദേശം ഒരു 6 മീറ്ററോളം താഴ്ചയിലാണ്, അല്ലെങ്കിൽ അത്രയും ഉയരത്തിലാണ് ഈ റോഡിൻ്റെ വശം മുഴുവൻ ഇങ്ങനെ കരിങ്കൽ ഇങ്ങനെ കെട്ടി നിർത്തി അതിന് മുകളിൽ നെറ്റിട്ട് നിർത്തിയിരിക്കുന്നത്. പക്ഷേ ഇത് എഞ്ചിനീയർമാർ പറയുന്നത് ഇതൊരു ശാസ്ത്രീയ നിർമ്മാണമാണ്, ഇതൊരിക്കലും നശിക്കില്ല എന്ന രീതിയിലുള്ള അഭിപ്രായങ്ങൾ വരുന്നു. പക്ഷേ എങ്കിൽ പോലും സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കുണ്ടാകുന്ന ഒരു സംശയമാണ്, ഈ നെറ്റുകൾ എത്ര വർഷം ഇങ്ങനെ ബലവത്തായി കിടക്കും, ഇത് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ടോ? കാരണം ഈ കരിങ്കൽ ഉറച്ചു നിൽക്കുന്നത് ഈ നെറ്റിൽ മാത്രമാണ്. പുല്ലൂർ മൂവാറ്റുപുഴ പാതയുടെ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ ഈ നെറ്റുകൾ കൂട്ടിക്കെട്ടി കരിങ്കൽ ഭിത്തികൾ ഉണ്ടാക്കിയപ്പോൾ പല വീട്ടുടമകളും പരാതിയുമായി പോയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ റോഡ് നിർമ്മാണം നടത്തിയവർ ഈ കരിങ്കൽ കെട്ടുകൾ മാറ്റി അവിടെ കോൺക്രീറ്റ് ഭിത്തികൾ ആക്കിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ കോൺക്രീറ്റ് ഭിത്തികൾ തന്നെയാണോ നിർമ്മിക്കേണ്ടത്? അല്ല, ഏത് ഭിത്തി നിർമ്മിച്ചാലും അത് ശാസ്ത്രീയമായിട്ട് പഠിച്ചാണ് നിർമ്മിക്കേണ്ടത്. ഇപ്പോൾ ഇത് കാണിച്ച് വെച്ചിരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഏത് സമയത്തും ഇത് മൊത്തത്തിൽ ഇടിഞ്ഞ് അഗാധമായ കുഴിയാണ് താഴെ. ഇത് മാത്രമല്ല, ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇതുപോലെയുള്ള കുത്തനെ റോഡുകളെ വെട്ടി എടുക്കുമ്പോൾ ആദ്യം സോയിൽ ടെസ്റ്റ് നടത്തണമെന്നാണ് പറയുന്നത്. ആ സോയിൽ ടെസ്റ്റ് നടത്തി സോയിലിൻ്റെ കനം അത് മനസ്സിലാക്കുകയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇതൊന്നും അത് സാധാരണ ചെയ്യാറില്ല. എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുന്നൊരു പരിപാടിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ കുത്തനെ അത് ഭൂമി എടുത്തു കഴിഞ്ഞാൽ അത് ഇടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്താണ് ചെയ്യുന്നത്? എഞ്ചിനീയറിംഗ് വിദഗ്ധന്മാർ പറയുന്നത് 30% മാത്രമേ ചരിവ് ഉണ്ടാകാൻ പാടുള്ളൂ. ആ രീതിയിലാണ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. പക്ഷേ ഇതൊന്നും അല്ല ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഈ വീട് തന്നെ കണ്ടു കഴിഞ്ഞാൽ ഏത് സമയത്തും ഇടിഞ്ഞ് വീഴുന്ന രീതിയിലാണ് ഈ വീട് നിൽക്കുന്നത്. ആ സാധുക്കളായ ആളുകൾ എന്ത് ചെയ്യും? അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ ഭാഗത്ത് കാണുന്നത് ഇത് ഏത് സമയത്തും നല്ലൊരു ഒഴുക്കുണ്ടായി കഴിഞ്ഞാൽ ഈ കല്ലെല്ലാം കൂടെ ആ റോഡിലേക്ക് പോകുന്ന സ്ഥിതിയാണ് ഉണ്ടാകുന്നത്. അശാസ്ത്രീയമായ പരിപാടികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്മൃതി, ഈ ആളുകൾക്കെല്ലാം ഇതേ അഭിപ്രായം തന്നെയാണുള്ളത്. അതായത് റോഡ് വികസനം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഈ കരാറുകാർ എപ്പോഴും ചെയ്യുന്നത് റോഡ് അവർ ഉന്നത നിലവാരത്തിൽ ടാർ ചെയ്യും, ഓടകൾ നിർമ്മിക്കും. പക്ഷേ ഈ മലയോര മേഖലകളിൽ ഇതിൻ്റെ റോഡിൻ്റെ വശങ്ങളിലുള്ള കുന്നുകൾ അത് എപ്രകാരമായിരിക്കണം നികത്തേണ്ടത്? മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, സർക്കാർ ഈ ഭൂമി ഏറ്റെടുക്കുന്നതിന് പണം അനുവദിക്കുമ്പോൾ നമുക്ക് കാണാം ഈ റോഡരികിലുള്ള പുരയിടങ്ങൾ അത് ഇത്ര സെൻറ്റ് എടുക്കും എന്ന് പറഞ്ഞാണ് പണം കൊടുക്കുന്നത്. പക്ഷേ ഒരു വിദഗ്ധ
വ്യക്താഭിപ്രായം എന്നുള്ളത് ഇത്തരത്തിലുള്ള കുന്നുകളുള്ള സ്ഥലങ്ങളിൽ പലപ്പോഴും സ്വകാര്യ വ്യക്തികളുടെയൊക്കെ ആയിരിക്കും ഈ കുന്നുകൾ ഉള്ള സ്ഥലം. അത് ഏറ്റെടുക്കുമ്പോൾ 90 ഡിഗ്രി ചരിവിൽ നിർമ്മിക്കത്തക്ക രീതിയിലല്ലാതെ കുറച്ചുകൂടി സ്ഥലം അതിനുകൂടി സർക്കാർ പണം കണ്ടെത്തണം. ഒരു 4-5 സെന്റ് കൂടി കൂടുതൽ ഏറ്റെടുക്കത്തക്ക രീതിയിലാണെങ്കിൽ ഈ കരാറുകാർക്ക് അത് ലംബം എന്നതിന് പകരം കുറച്ചുകൂടി സമാന്തരമായി ലെയറുകളായി തന്നെ ഈ കുന്നുകൾ നിർമ്മിക്കാൻ കഴിയുമെന്നൊരു അഭിപ്രായം കൂടി ഉയരുന്നുണ്ട്. ഏതായാലും ഈ കരാറുകാരെ സംബന്ധിച്ച് അവർ പലപ്പോഴും ഈ പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയാണെങ്കിൽ പോലും ഇത്തരത്തിൽ റോഡിൻ്റെ ഇരുവശങ്ങളിലും കുന്നിടിച്ച് അത് മണ്ണിൻ്റെ ഘടനയോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും അപകട സാധ്യതയോ ഉണ്ടോ എന്നുള്ള ഒരു പരിശോധനയും നടത്താറില്ല. ശരിയാണ് പ്രവീൺ. ഏതായാലും മൂവാറ്റുപുഴ സംസ്ഥാന പാതയിലെ ഇടിമൂട് മണ്ണാറക്കുളത്തിൽ കണ്ടിരിക്കുന്ന കാഴ്ച മറ്റിടങ്ങളിൽ നിന്ന് അല്പം വ്യത്യസ്തമാണ് എന്നുള്ളതാണ്. അവിടെ സംരക്ഷണത്തിന് തീർത്തിരിക്കുന്ന കരിങ്കല്ലുകളിൽ നെറ്റ് കെട്ടിക്കൊണ്ടാണ്. വിചിത്രമായ രീതിയാണ്. അവിടെ നാട്ടുകാർ പരാതിപ്പെട്ടിട്ടും ഒരു നടപടിയും എടുത്തിട്ടില്ല എന്നുള്ളതാണ്. അതുമാത്രമല്ല, വീടുകൾ കുത്തനെ ചെത്തിയിരിക്കുന്ന കുന്നിന് തൊട്ടു മുകളിലായി ഒറ്റ വീടുകൾ ഇങ്ങനെ ഒറ്റപ്പെട്ട് ചില വീടുകൾ നിൽക്കുന്ന കാഴ്ച പലയിടത്തും കണ്ടു. അവർക്ക് കൂടി നഷ്ടപരിഹാരം നൽകിക്കൊണ്ട് അവരെ കൂടി അവിടെ നിന്ന് ഒഴിപ്പിച്ചുകൊണ്ടുള്ളൊരു സംവിധാനത്തിലേക്ക് പോകേണ്ടതുണ്ട്. അത് ചെയ്യാത്തത് വലിയ അപകട ഭീഷണിയായി തന്നെ നിൽക്കുകയാണ്. അടുത്തത് കൊയിലാണ്ടിയിൽ നിന്നുള്ള പ്രേക്ഷകനാണ് പ്രകാശൻ മുണ്ടോത്ത്. പ്രകാശൻ മുണ്ടോത്ത്, താങ്കൾക്ക് പറയാം, ഇപ്പോൾ ഈ റോഡ് നിർമ്മാണം വലിയ രീതിയിൽ ഭീഷണി സൃഷ്ടിച്ചിരിക്കുന്നു. ഈ വടകര കൊയിലാണ്ടി ഭാഗത്തും മുക്കാളി, മടപ്പള്ളി, കുഞ്ഞൂർ മല അടക്കമുള്ള സ്ഥലങ്ങളിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്, മലയിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. അത് സ്ഥലം MP അക്കാര്യം കേന്ദ്രമന്ത്രിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് താങ്കൾക്ക് താങ്കളുടെ നാടിനെ സാഹചര്യത്തെക്കുറിച്ച് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, നമ്മൾ കോഴിക്കോട് നിന്ന് ഈ 4 വരി പാത വരുന്ന സമയത്ത് കൊയിലാണ്ടി എത്തുമ്പോൾ അത് ദേശീയപാത വഴിതിരിച്ച് ബൈപ്പാസ് റോഡായിട്ട് ചെങ്ങോട്ടാവ് മുതൽ നന്ദി വരെ ബൈപ്പാസ് റോഡായിട്ടാണ് പോകുന്നത്. അവിടെ കൊയിലാണ്ടി കഴിഞ്ഞ് ചെങ്ങോട്ടാവ് കഴിഞ്ഞതിന് ശേഷം കൊല്ലം എന്നൊരു സ്ഥലമുണ്ട്. ആ കൊല്ലം പ്രദേശത്ത് നമ്മൾ ശിരൂരിൽ കണ്ടതിനേക്കാൾ എത്രയോ ഉയരത്തിലാണ് മണ്ണ് കുത്തനെ വെട്ടിയിറക്കി 4 വരി പാത പണിതിട്ടുള്ളത്. അതേ രൂപത്തിൽ തന്നെയാണ്. നിങ്ങൾ ചാനലുകാർ അവിടെ വന്നിട്ട് ആ രംഗം ഒന്ന് കാണേണ്ടതാണ്. അത്രയും ഭീകരമായ ഒരു അവസ്ഥയിലാണ്. ഭാവിയിൽ വലിയൊരു പ്രത്യാഘാതം ഉണ്ടാക്കുന്ന വാഹനങ്ങളൊക്കെ മണ്ണിലടിയിൽ പോകാനുള്ള വലിയ സാധ്യതയുള്ള ഒരു നിർമ്മാണ രീതിയാണ് ഇവിടെ അവലംബിച്ചിട്ടുള്ളത്. വേണ്ടപ്പെട്ട ആളുകളും ചാനലുകാരും എത്രയും പെട്ടെന്ന് ഈ അശാസ്ത്രീയമായിട്ടുള്ള ദേശീയപാത നിർമ്മാണത്തിൽ ഇടപെട്ടുകൊണ്ട് അധികാരികളുടെ കണ്ണ് തുറപ്പിക്കാനുള്ള നടപടി എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രകാശൻ, ഒന്നുകൂടി ഒരു വ്യക്തമായി ഏത് ഭാഗത്തായിട്ടുള്ള റോഡിനെയാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? അതായത് കൊയിലാണ്ടിയിലെത്തുന്ന സമയത്ത് ദേശീയപാത ബൈപ്പാസ് റോഡായിട്ടാണ് വരുന്നത്. 6 വരി പാത ചെങ്ങോട്ടുകാവ് നന്ദി ബൈപ്പാസ് 6 വരി പാത. അതെ, ചെങ്ങോട്ടുകാവ് നന്ദി ബൈപ്പാസിൽ കൊല്ലം പ്രദേശത്ത്. ശരി, VS രഞ്ജിത്ത്, ഞാൻ രഞ്ജിത്തിന്റെ ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ്. ഇത് കൊയിലാണ്ടി നന്ദി ദേശീയ പാതയിലെ പ്രശ്നമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. അവിടുത്തെ താമസക്കാരനാണ് പ്രകാശൻ മുണ്ടോത്ത്. വളരെ നന്ദി പ്രകാശൻ മുണ്ടോത്ത് പ്രതികരിച്ചതിന്. സംസ്ഥാനത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് മേഖലയാണ് തിരുവനന്തപുരം പൊന്മുടി. മഴക്കാലമായാൽ ഇവിടെ മണ്ണിടിച്ചിൽ പതിവാണ്. മണ്ണിടിച്ചിൽ തടയാൻ ചിലയിടത്ത് സംരക്ഷണ ഭിത്തി കെട്ടിയെങ്കിലും ഫലമില്ല. മഴക്കാലമായാൽ ടൂറിസം മേഖല പൂർണ്ണമായും അടച്ചിടേണ്ട അവസ്ഥയാണ്. റിനു ശ്രീധറാണ് വിവരങ്ങളുമായുള്ളത്. റിനു, മഴ പെയ്തു കഴിഞ്ഞാൽ പൊന്മുടിയിലേക്ക് പ്രവേശനമില്ല, ഇതാണ് സ്ഥിരമായി വരുന്ന ഒരു അറിയിപ്പ്. അവിടെ ഈ മണ്ണിടിച്ചിൽ വലിയ ഭീഷണിയായി തന്നെ നിൽക്കുന്നു. എന്താണ് റിനുവിന് ഇപ്പോൾ പൊന്മുടിയിൽ കാണാനാകുന്നത്? സ്മൃതി, തിരുവനന്തപുരത്തെയും സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും വലുതുമായിട്ടുള്ള ഒരു ടൂറിസം മേഖലയാണ് പൊന്മുടി ടൂറിസം മേഖല. ഇവിടെ വലിയ വശ്യ സൗന്ദര്യമൊക്കെയാണ് പൊന്മുടി. പക്ഷേ ഇവിടുത്തെ പാതയോരങ്ങളെല്ലാം തന്നെ അപകട ഭീഷണി ഉണ്ടാക്കുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഞാനിപ്പോൾ നിൽക്കുന്നതിന് തൊട്ടു പുറകിലായി കാണാവുന്ന ഈ കല്ലുകൾ, വലിയ പാറക്കല്ലുകൾ, ഈ മല ഇടിഞ്ഞ് റോഡിലേക്ക് വന്നതിന് ശേഷം നാട്ടുകാരും പഞ്ചായത്ത് അധികൃതരും ചേർന്ന് ഇവിടെ ഡിവൈഡർ പോലെ നിരത്തി ഇട്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇത്. വലിയ രീതിയിൽ മഴക്കാലത്ത് അപകടമുണ്ടായി താഴേക്ക് പതിച്ച പാറക്കല്ലുകളാണ് എന്നുള്ളതാണ്.
പലയിടങ്ങളിലും ഏകദേശം വിതുര ജംഗ്ഷനിൽ നിന്ന് 20 കിലോമീറ്റർ ഉള്ളിലാണ്, മലയോര മേഖലയാണ്, ഹൈ റേഞ്ചാണ് ഈ പൊന്മുടിയിലേക്ക് എത്തുവാൻ. ഇവിടെയിൽ ഏകദേശം 10 കിലോമീറ്ററും ഒരു വശം വലിയ മലയാണ്. ഈ മലയുടെ താഴ്ഭാഗത്ത് ഏകദേശം 1.5 മീറ്ററിൽ താഴെ മാത്രമാണ് ചെറിയ രീതിയിൽ സംരക്ഷണ ഭിത്തി നിർമ്മിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ അടുത്ത കാലത്ത് തന്നെ DK മുരളി MLA പ്രാദേശിക വികസന ഫണ്ട് വിനിയോഗിച്ചൊക്കെയാണ് ഇത് നിർമ്മിച്ചത്. പക്ഷേ ഇത് പൂർണ്ണമല്ല എന്ന് തന്നെ പറയേണ്ടി വരും. സ്മൃതി സൂചിപ്പിച്ചതുപോലെ തന്നെ മഴക്കാലമായാൽ തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾ ആദ്യം നൽകുന്ന വാർത്ത പൊന്മുടി ടൂറിസം മേഖല പൂർണ്ണമായും അടച്ചിട്ടു എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ചിത്രത്തിൽ കാണാം, ഇത് വലിയൊരു മലയാണ്. മുകളിലേക്ക് അല്ലെങ്കിൽ കാഴ്ചയിൽ തന്നെ നമുക്കൊരു പരിധിയുണ്ട് ഇത് കാണിക്കുവാൻ. ഈ മലയുടെ തൊട്ട് താഴ്ഭാഗത്തായി പാറക്കല്ലുകളൊക്കെ തന്നെ ഉരുണ്ടു വന്നിരിക്കുന്ന ഒരു സാഹചര്യം. ഇതിൻ്റെ തൊട്ട് താഴ്ഭാഗത്തായി ചില ചെറിയ ചെറിയ മരങ്ങൾ, കുറ്റിമരങ്ങൾ നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ വേരുകളിൽ പിടിച്ചാണ് ഈ പാറക്കല്ലുകളും അതുപോലെ തന്നെ ഈ മണ്ണും തടഞ്ഞു വെച്ചിരിക്കുന്നത്. ഈ മഴ ചാറുമ്പോൾ അല്ലെങ്കിൽ നല്ലൊരു കാറ്റ് വന്നാൽ ഈ മരങ്ങൾ താഴേക്ക് പതിക്കും. അങ്ങനെയാണെങ്കിൽ ഈ വലിയ മലയും താഴേക്ക് ഒപ്പം വരുമെന്നുള്ളതാണ്. ഏകദേശം 10 കിലോമീറ്റർ ഭാഗത്ത് നിരവധി സ്ഥലങ്ങളിൽ വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിൽ ഇപ്പോഴുമുണ്ട്. പക്ഷേ നമുക്ക് ഈ മൊബൈൽ നെറ്റ്വർക്കിൻ്റെ ഒരു പരിധി ഉള്ളത് കൊണ്ടാണ് ആ പ്രദേശത്ത് നമുക്ക് ലൈവ് നിൽക്കുവാൻ വേണ്ടി കഴിയാത്തത്. തുടർന്നാണ് ഈ ഭാഗത്തേക്ക് എത്തിയത്. ഇവിടെയും സമാന സ്ഥിതി തന്നെയാണ്. വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിൽ തന്നെയാണ് ഇവിടെ ഉണ്ടാകുന്നത്. നാട്ടുകാരും വിദേശികളും അല്ലെങ്കിൽ ഒപ്പം സ്വദേശികളായിട്ടുള്ള ടൂറിസ്റ്റുകളും നിരവധി പേർ കടന്നു പോകുന്ന, സ്കൂൾ കുട്ടികളടക്കം ദിവസവും വന്നു പോകുന്ന ഒരു മേഖലയാണ്. കഴിഞ്ഞ ഏകദേശം മാസങ്ങൾക്ക് മുമ്പാണ് 2 കാറുകൾ തൊട്ട് താഴേക്ക് പതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഒരു ദിവസത്തോളം നീണ്ടുനിന്ന പ്രയത്നത്തിലൊടുവിലാണ് അതിൽ ഒരു കാറ് മുകളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി കഴിഞ്ഞത്. അത് പക്ഷേ മണ്ണിടിച്ചിലിൻ്റെ ഭാഗം അല്ല എന്ന് കൂടി നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു പോകേണ്ടതുണ്ട്. ഈ മണ്ണ് താഴേക്ക് പതിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പാറ വരികയാണെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അപകടത്തിൽപ്പെട്ടാൽ ഏകദേശം ഞാനിപ്പോൾ നിൽക്കുന്നതിന് തൊട്ട് താഴേക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഗർത്തമാണ്, കൊക്കയാണ്. ഇവിടേക്ക് പതിക്കുക തന്നെ ചെയ്യും. രക്ഷാദൗത്യം പോലും നടത്താൻ പറ്റാത്ത അത്രയും അധികം ഒരു മലയടിവാരമാണ് താഴ്ഭാഗത്തേക്ക് ഉള്ളത്. ഇവിടെ സാധാരണഗതിയിൽ നാട്ടുകാരും ഒപ്പം വാർഡ് മെമ്പർ അടക്കമുള്ളവർ പറഞ്ഞു വെക്കുന്നത് ഈ സംരക്ഷണ ഭിത്തി കെട്ടുന്നതിനൊരു പരിധിയുണ്ട്. കാരണം വലിയ മലയാണ്, മലഞ്ചരിവാണ് എന്നുള്ളതാണ്. എങ്കിൽ പോലും ശാസ്ത്രീയമായി പഠിച്ച് കൃത്യമായി ഒരു സംരക്ഷണ ഭിത്തി കെട്ടേണ്ടതായിട്ടുള്ള ആവശ്യകതയുണ്ട്. അത് നിലവിൽ ചെയ്യുവാൻ വേണ്ടി ടൂറിസം വകുപ്പോ സംസ്ഥാന സർക്കാരോ തയ്യാറാകുന്നില്ല. അതിന് പ്രധാനമായും പറയുന്ന ഒരു കാരണം എന്ന് പറയുന്നത് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും ടൂറിസം വകുപ്പും വിവിധ വകുപ്പുകൾ തമ്മിലുണ്ടാകുന്ന, റവന്യൂ വകുപ്പ് ഉൾപ്പെടെ ഉണ്ടാകുന്ന ഒരു ഏകോപനമില്ലായ്മ എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കൊരു വിഷ്വൽ കൂടി കാണാം. മഴക്കാലമാകുമ്പോൾ ഈ മലഞ്ചെരുവിൽ നിന്ന് ഇതുപോലെ വെള്ളം താഴേക്ക് പതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇത് എന്നുമുള്ളൊരു ഓടയോ അല്ലെങ്കിൽ കനാലോ വെള്ളച്ചാട്ടമോ ഒന്നുമല്ല. ഈ മഴക്കാലത്ത് മാത്രം ഈ മലഞ്ചെരുവിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന ഒരു പ്രതിഭാസമാണ്. ഇത് ഇളകിയ മണ്ണ് അല്ലെങ്കിൽ മുകളിൽ വെള്ളം കെട്ടി നിന്ന് താഴേക്ക് പതിക്കുന്ന ഒരു കാഴ്ചയാണ്. ഇത് വലിയ രീതിയിൽ അപകടത്തിന് മുന്നോടിയായി ശിരൂരിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ ഒരു അപകടമുണ്ടാകുമ്പോൾ ഇത്തരം വെള്ളച്ചാട്ടം അല്ലെങ്കിൽ ഇത്തരം ഒരു വെള്ളം ഒലിച്ചു വരുന്നത് അപകടത്തിന് മുന്നോടിയായിട്ടുള്ളൊരു മുന്നറിയിപ്പാണ് എന്നുള്ളത് വിദഗ്ധരടക്കം പറഞ്ഞു വെക്കുന്നത്. ഇവിടെ ഈ ഏകദേശം 10 കിലോമീറ്റർ സഞ്ചരിക്കുമ്പോഴും ഇത്തരത്തിൽ തന്നെയാണ്. ഈ കല്ലുകൾ ഉൾപ്പെടെ ഞാൻ നിൽക്കുന്ന ഈ പ്രദേശത്തിന് താഴേക്ക് ഇടിഞ്ഞ് പതിച്ചതാണ്. പക്ഷേ അല്ലെങ്കിൽ ഒരു ഗൈഡോ അങ്ങനെ ഒന്നുപോലും നിലവിൽ ഈ ഭാഗത്ത് ഒന്നുമില്ല. അപകട സാധ്യതയുള്ള മേഖലയാണ്, ശ്രദ്ധിച്ച് നിങ്ങൾ പോകണമെന്ന് പറയാൻ അല്ലെങ്കിൽ നിർദ്ദേശം നൽകാൻ ഒരു ഗൈഡ് പോലും ഈ പ്രദേശത്ത് ഇല്ല എന്നുള്ളതാണ്. വനസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് ടൂറിസം മേഖലയിലേക്ക് ഈ ആളെ കയറ്റിവിടുന്നത്, വിനോദസഞ്ചാരികളെ ഉൾപ്പെടെ കയറ്റിവിടുന്നത്. പക്ഷേ ഒരു രീതിയിലുള്ള മുന്നറിയിപ്പോ അല്ലെങ്കിൽ മുന്നറിയിപ്പ് ബോർഡുകളോ സുരക്ഷാ ക്രമീകരണങ്ങളോ ഒന്നും തന്നെ ഈ ഭാഗത്ത് ഇല്ല എന്നുള്ളതാണ്. എന്തായാലും പൊന്മുടിയുടെ വശ്യ സൗന്ദര്യം ആസ്വദിക്കുവാൻ എത്തുന്നവരോട് നമുക്കും പറയാനുള്ളത് ഈ പാതയോരങ്ങളിൽ വലിയ അപകടം പതിയിരിപ്പുണ്ട്. അതുകൊണ്ട് കൃത്യമായി തന്നെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഈ വരുന്ന ടൂറിസ്റ്റുകളോട് പറയാനുള്ളത്. ഒപ്പം ഇവിടുത്തെ സർക്കാരിനോടും അതുപോലെ തന്നെ ടൂറിസം വകുപ്പിനോടും പറയാനുള്ളത് അടിയന്തരമായി തന്നെ ഇത്തരം അപകടങ്ങൾ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ നടത്തണം. ഇത്രയും ഈ ചിത്രത്തിൽ കാണാം, ഇത് സംരക്ഷണ ഭിത്തിയാണ്. ഏകദേശം എനിക്ക് പകുതി ഏകദേശം 1.5 മീറ്ററിൽ താഴെ മാത്രമാണ് ഈ സംരക്ഷണ ഭിത്തി ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. ഇത് പോരാ, ഇതിലും ഉയർത്തി കൃത്യമായി തന്നെ മാനദണ്ഡങ്ങൾ പാലിച്ച് ശാസ്ത്രീയമായി പഠിച്ചു വേണം ഈ സുരക്ഷാ മതിലുകൾ അല്ലെങ്കിൽ സുരക്ഷാ ഭിത്തികൾ കെട്ടാൻ ഉള്ളത് എന്നുള്ളതാണ് സ്മൃതി. ശരി, റിനു ശ്രീധരനാണ്
വളരെ വിശദമായി തന്നെ ടൂറിസം മന്ത്രി കൂടി ശ്രദ്ധ വയ്ക്കേണ്ട ഒരു കാര്യമാണ് ചൂണ്ടിക്കാണിച്ചത്. പൊന്മുടിയിൽ മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടേക്ക് ആരും വരേണ്ട എന്ന് ബോർഡ് വയ്ക്കുന്നു. പക്ഷേ ഇവിടെ മണ്ണിടിച്ചിൽ പതിവാകുന്ന സാഹചര്യം ഒഴിവാക്കാൻ എന്തു ചെയ്യുന്നു എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം അവിടെ നിൽക്കുകയാണ്. കഴക്കൂട്ടം കാരോട് 4 വരി പാതയിൽ ആക്കുളത്തിനടുത്ത് റോഡിനോട് ചേർന്ന കൂറ്റൻ കുന്നിന്റെ 2 ഭാഗവും കരിങ്കല്ല് ഇരുമ്പ് വലയുടെ സംരക്ഷണയിലാണ്. കേരളത്തിലെ റോഡരികിൽ കണ്ടതിൽ ഏറ്റവും സുരക്ഷിതമെന്ന് തോന്നുന്ന നിലയ്ക്കാണ് ഈ നിർമ്മാണം. ഇതിലുപയോഗിച്ച കല്ലുകളുടെ വലുപ്പത്തിന്റെ കാര്യത്തിലും ചില അഭിപ്രായ വ്യത്യാസം വിദഗ്ധർക്കുണ്ട്. അശ്വിൻ ഡിയാഗോ വിവരങ്ങൾ നൽകും. അശ്വിൻ, ഇവിടുത്തെ റോഡ് നിർമ്മാണം എങ്ങനെയാണ്? റോഡിന്റെ ഇരുകരകളും എങ്ങനെയാണ് സുരക്ഷിതമാക്കി നിർത്തിയിരിക്കുന്നത്? ഈ കരിങ്കല്ല് കൊണ്ടുള്ള സംരക്ഷണം, അത് നെറ്റ് കെട്ടിയുള്ള സംരക്ഷണം വേറെ ചിലയിടത്തും കണ്ടിരുന്നു, പത്തനംതിട്ടയിൽ കണ്ടിരുന്നു. ഇപ്പോൾ തിരുവനന്തപുരത്തും ആ രൂപത്തിലുണ്ട് എന്നാണ് മനസ്സിലാക്കാനാകുന്നത്. എന്താണ് കാണാനാകുന്നത് അശ്വിൻ? സ്മൃതി, ഞാനുള്ളത് ആക്കുളം കഴക്കൂട്ടം ബൈപ്പാസിലാണ്. ഇവിടെ നിന്നും 2 കാര്യങ്ങളാണ് പ്രധാനമായും കാണിക്കാനുള്ളത്. എൻ്റെ വലതുഭാഗത്തായി ഏകദേശം നമുക്ക് കാണാം 200 മീറ്ററോളം വരുന്ന ഒരു വലിയ ഒരു കുന്ന്, അത് തുരന്നാണ് ഈ റോഡ് ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു സംരക്ഷണ ഭിത്തി അല്ലെങ്കിൽ റീറ്റേണിംഗ് വോളാണ് ഈ കാണുന്നത്. ഇത് ഇവർക്ക് കഴിയാവുന്ന രീതിയിൽ തന്നെ ഇത് പണിതിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഈ റോഡിൻ്റെ ഈ വശത്തേക്കാണ് ഇത് ഉള്ളത്. കുത്തനെയാണ് ഇത് വെട്ടി, ഈ കരിങ്കല്ല് ഏതാണ്ട് അലുവ കഷ്ണം മുറിക്കുന്ന പോലെ കുത്തനെയാണ് ഇത് മുറിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതൊരു വലിയ ഒരു ഭീഷണി നിലനിൽക്കുമ്പോഴും അത് അവർക്ക് കഴിയുന്ന രീതിയിൽ സുരക്ഷിതമായി അവർ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് എടുത്തു പറയേണ്ടത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഈ ഭിത്തിയുടെ തൊട്ട് താഴെയായി വലിയ വാഹനങ്ങൾ, ലോറികളൊക്കെ പാർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. ഇതിന് മുൻവശത്ത് മറ്റു ലോറികളും പാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ഈ കഴക്കൂട്ടം ഭാഗം ഒരു കോർപ്പറേറ്റ് ഭാഗമാണ്. കാരണം വിവിധ സ്ഥാപനങ്ങൾ, ഇൻഫോസിസ്, UST ഗ്ലോബൽ ടെക്നോ പാർക്ക് അടക്കം അത്തരത്തിൽ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു പ്രദേശം, വലിയ വാഹനങ്ങളുടെ ഷോറൂമുകൾ ഉള്ള ഒരു പ്രദേശം, നിരവധി ഫ്ലാറ്റുകളുള്ള സ്ഥലം, സ്കൂളുകൾ ഉള്ള സ്ഥലം, അങ്ങനെ വലിയ രീതിയിൽ വാഹനങ്ങളും അതുപോലെ തന്നെ തിരക്കുമുള്ള ഒരു സ്ഥലമാണ് ഇവിടെ. ഇനി എൻ്റെ ഇടതുഭാഗത്തായി മറ്റൊരു ദൃശ്യം ഞാൻ കാണിച്ചു തരാം. ഇവിടെയാണ് നേരത്തെ സൂചിപ്പിച്ച രീതിയിൽ കരിങ്കല്ല് കൊണ്ട് ഭിത്തി കെട്ടി അത് ഒരു സംരക്ഷണ വോള് കെട്ടിയിട്ടുള്ളത്. അതിൻ്റെ മുകളിലത്തെ ഭാഗം കൂടി ഒന്ന് കാണേണ്ടതുണ്ട്. കാരണം കറക്റ്റ് ഒരു 90 ഡിഗ്രി, ഒരു സ്കെയിൽ എങ്ങനെ നേരെ വെച്ചാൽ ഇരിക്കുമോ അതേ രീതിയിലാണ് ഉള്ളത്. അതിൻ്റെ ചുറ്റും നമുക്ക് ദൃശ്യങ്ങൾ തന്നെ വ്യക്തമായി കാണാം. വലിയ രീതിയിലുള്ള ഒരു കുന്നുപോലെ അവിടെ കാട് പിടിച്ച് കിടക്കുന്ന, എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു വീഴാൻ കഴിയുന്ന സാഹചര്യമാണ് അവിടെയുള്ളത്. ആ ഒരു ഭാഗത്തു നിന്നും ഇടിഞ്ഞു വീഴുമ്പോൾ അതിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ആകെയുള്ളത് ഇത് മാത്രമാണ്, ആ ഒരു സംരക്ഷണ ഭിത്തി മാത്രമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കാരണം ഈ ആക്കുളം ഭാഗം എന്ന് പറയുന്നത് നിരവധി ഊറ്റുള്ള സ്ഥലമാണ്. ഇവിടെ പാറക്കെട്ട് ഏറ്റവും കൂടുതലുണ്ട്. അതുപോലെ തന്നെ തൊട്ടപ്പുറയാണ് ആക്കുളം കായലുള്ളത്. അതുകൊണ്ടും ഈ ഒരു പ്രദേശത്ത് ഊറ്റ് അല്പം കൂടുതലാണ്. ഇതിനിടയിലൂടെ വരുന്ന ഈ ഊറ്റ് വെള്ളമൊക്കെ തടഞ്ഞ് എന്നിട്ട് വേണം ഈ ഒരു ഭിത്തി ഇത്തരത്തിൽ കെട്ടിപ്പൊക്കാൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കാരണം ഇപ്പോൾ ഇവർ ചെയ്തിരിക്കുന്നത് ഈ ഊറ്റുവെള്ളം തടയുന്നതിന് വേണ്ടി ക്യാപ്പ് കെട്ടി അതിനു മുകളിലൂടെ സിമൻറ്റ് ഇട്ടടച്ച് പിന്നീട് ഇത്തരത്തിൽ കരിങ്കല്ലൊക്കെ കൂട്ടി വെച്ച് ഇത്തരത്തിലൊരു കോൺക്രീറ്റ് ഭിത്തി പോലെ പണിത് വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അത് അത്യാവശ്യം കട്ടിയിൽ തന്നെ നല്ല രീതിക്ക് ചെയ്തിട്ടുമുണ്ട്. പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഇത് കുത്തനെ 90 ഡിഗ്രി എങ്ങനെയാണോ ഉള്ളത്, ഒരു കറക്റ്റ് 90 ഡിഗ്രി ആ ഒരു ആംഗിളിലാണ് ഇത് കെട്ടിവെച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. മറ്റൊന്ന്, ഇത് ഇങ്ങനെ കെട്ടിവെക്കുമ്പോൾ അതിൻ്റെ ആ ഒരു കല്ലിൻ്റെ ഭാഗം, അതിൻ്റെ ഒരു ഡെപ്ത് അല്ലെങ്കിൽ വിഡ്ത്ത് അത് വളരെ കുറവാണ് എന്നുള്ളതാണ്. പക്ഷേ ഇതിൽ നമുക്ക് ആ ഒരു നേരത്തെ TV പ്രസാദ് അടക്കമുള്ളവർ സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺട്രാക്റ്റുകാരനെ ഒന്നും പറയാനും പറ്റില്ല. കാരണം അദ്ദേഹം ഇപ്പോൾ നേരത്തെ അവർ സൂചിപ്പിച്ചതുപോലെ, റോഷിപ്പാലക്ക് സൂചിപ്പിച്ചതുപോലെ 45 ഇതാണ് റോഡിന് വീതിയെങ്കിൽ അവിടെ അത്രയും റോഡ് വേണം. ബാക്കി ഭാഗത്ത് എങ്ങനെയെങ്കിലും അവർ ആ പണി പൂർത്തിയാക്കി എന്തെങ്കിലും തടഞ്ഞു പോകുകയാണ് പതിവ്. പക്ഷേ ഇവരിപ്പോൾ ഇവിടെ വൃത്തിയായി തന്നെ അത് ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്കിലും അതിലും അപാകതകളുണ്ട്. അതാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ കാണാം. ഇത്തരത്തിൽ ഇതിൻ്റെ അകത്തുള്ള വെള്ളവും അതുപോലെ തന്നെ ഊറ്റുവെള്ളവും ഒക്കെ ഇറങ്ങിപ്പോകുന്നതിന് വേണ്ടി 2 മീറ്റർ ഗ്യാപ്പിൽ പൈപ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് നല്ല വിള്ളലുകളും കാണുന്നുണ്ട്. ഇവിടെ വിള്ളലുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറുഭാഗത്തും വിള്ളലുകൾ വന്നിട്ടുണ്ട്. ആ വിള്ളലുകൾ വന്നു എന്ന് മാത്രമല്ല അവിടെ നിരവധി വാഹനങ്ങളും ഇട്ടിരിക്കുന്നത് നമുക്ക് കാണാം. കാരണം ഈ വാഹനങ്ങൾ എന്ന് പറയുന്നത് സ്കൂൾ വിദ്യാർത്ഥികളെ വിളിക്കാനായി വരുന്ന വാഹനങ്ങളാണ്. തൊട്ടപ്പുറയാണ് ഇത്തരത്തിൽ ഒരു സ്കൂൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതുപോലെ രാവിലെ മുതൽ തന്നെ ഇവിടെ വാഹനങ്ങൾ ഈ ഭാഗങ്ങളിലൊക്കെ നിർത്തിയിടും. നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ കാണാം. വൈസ്രോയുടെ തൊപ്പിയൊക്കെ ഉള്ള ഭാഗം, അങ്ങനെ ചിത്രപ്പണിയൊക്കെ ചെയ്തിരിക്കുന്ന ഭാഗമൊക്കെ ഏതാണ്ട് വിണ്ട് കീറി ഇടിഞ്ഞു വീഴാറായി നിൽക്കുന്ന ഒരു നിലയിലാണ് ഉള്ളത്. മാത്രമല്ല ഇതിൻ്റെ മേൽഭാഗം
ഇതിൻ്റെ മേൽഭാഗത്താണ് മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ആ ഒരു സ്ഥലം അവിടെയാണ് ഏറ്റവും ഒരു അപകടം. അതിൻ്റെ മണ്ടയ്ക്കൊരു വീടുമുണ്ട്, അതിൻ്റെ മേളിലായി ഒരു വീടുമുണ്ട്. അങ്ങനെ ഈ ഭാഗത്ത് ഇത്തരത്തിൽ വീടുകൾ കുറവാണെങ്കിലും പക്ഷേ അതിൻ്റെ മണ്ടയിൽ ഒരു വീടുണ്ട്. ഇപ്പുറം വശം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവിടെയും ഇപ്പോൾ സ്ഥിരമായ കാഴ്ചയാകുകയാണ്. പലയിടത്തും ഇങ്ങനെ ഒറ്റപ്പെട്ട വീടുകൾ നിൽക്കുന്നു, അപകടാവസ്ഥയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇവർക്ക് നഷ്ടപരിഹാരമില്ല, ഇവരെങ്ങോട്ടും പോകുന്നുമില്ല, അവരവിടെ തുടരുന്നത് വലിയ അപകടം ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. ഇതുകൂടി സർക്കാരിൻ്റെ ശ്രദ്ധയിലേക്ക് ഞങ്ങൾ വെക്കുകയാണ്. സംസ്ഥാന സർക്കാരിന് എന്തൊക്കെ ചെയ്യാനാകുമെന്നുള്ള കാര്യത്തിന് വ്യക്തത വരേണ്ടതുണ്ട്. ഇതിൽ കേന്ദ്ര സർക്കാരിന് കീഴിലാണ് നാഷണൽ ഹൈവേ അതോറിറ്റി വരുന്നത്. പക്ഷേ നാഷണൽ ഹൈവേ അതോറിറ്റി വിവിധ ഇടങ്ങളിൽ വിവിധ കരാറുകാർക്ക് റോഡ് നിർമ്മാണത്തിന് ചുമതല നൽകി അങ്ങ് ഒഴിഞ്ഞു പോവുകയാണ്. റോഡ് സുരക്ഷയുടെ ഒരു ഉത്തരവാദിത്വം, റോഡ് നല്ല രീതിയിൽ പണിയുന്നു, പക്ഷേ രണ്ട് കരകളിലുമുള്ള കുന്നായാലും പുഴയായാലും എങ്ങനെ സുരക്ഷിതമാണോ എന്നുള്ള സാഹചര്യം പരിശോധിക്കാതെയുള്ള നിർമ്മാണം എന്നുള്ളതിൻ്റെ നേർദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴക്കൂട്ടം കാരോട് 4 വരി പാതയിൽ ആക്കുളത്തിനടുത്തുള്ള റോഡിനോട് ചേർന്ന ഭാഗത്തിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ അശ്വിൻ ദിയാഗു വിവരങ്ങൾ നൽകിയത്. അവിടെ ഒരു സ്കൂൾ കൂടിയുണ്ട് എന്നുള്ളതാണ് ആശങ്ക ഉയർത്തുന്നത്. സംസ്ഥാനത്തെ ദേശീയപാതകളിൽ നാം എത്രത്തോളം സുരക്ഷിതരാണ്? പരിശോധന തുടരുകയാണ് റിപ്പോർട്ടർ പ്രതിനിധികൾ. സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നും റോഡുകളുടെയും ചുറ്റുപാടുകളുടെയും അവസ്ഥ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നു. പ്രേക്ഷകരും പങ്കെടുക്കുകയാണ് ഈ പരിപാടിയിൽ. ലൈവത്തോണിൽ ജനാർദ്ദനൻ കണ്ണൂരിൽ നിന്നും. ശ്രീ ജനാർദ്ദനൻ, പറഞ്ഞോളൂ. പ്രേക്ഷകരിലേക്ക് വരാം. വയനാട് മീനങ്ങാടി അമ്പലപ്പടി ദേശീയപാതയ്ക്കരികിൽ മണ്ണിടിച്ചിൽ അപകട ഭീഷണി ഉണ്ടാക്കുകയാണ്. സമീപത്തെ കൃഷിയിടത്തിലെ അശാസ്ത്രീയ മണ്ണെടുപ്പ് മൂലം അപകടങ്ങൾ ഇവിടെ പതിവാണ്. കഴിഞ്ഞ ആഴ്ചയും ഈ മേഖലയിൽ KSRTC ബസ് അപകടത്തിൽപ്പെട്ടു. മഴയിൽ മണ്ണിടിച്ചിലുണ്ടായി റോഡിലേക്ക് ചെളി ഒഴുകിയെത്തുന്നതാണ് അപകടത്തിന് കാരണം. ദീപക് മോഹൻ വയനാട്ടിലെ സ്ഥിതിയുടെ വിവരങ്ങൾ നൽകും. ദീപക്, ഇപ്പോൾ വയനാട് മീനങ്ങാടി അമ്പലപ്പടി ദേശീയപാതയ്ക്കരികിലാണ് ദീപക് ഉള്ളത്. എന്താണ് അവിടുത്തെ കാഴ്ച? സ്മൃതി, വയനാട് മീനങ്ങാടിയിൽ നിന്ന് ബത്തേരിക്ക് പോകുന്ന വഴിയുള്ള ദേശീയപാത 766 സമീപമാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ ഈ ദൃശ്യങ്ങളിൽ കാണാം, അശാസ്ത്രീയമായി മണ്ണെടുപ്പ് മൂലം ഈ പ്രദേശത്ത് വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടാകുന്നു. കഴിഞ്ഞ 18-ാം തീയതിയും ഇത്തരത്തിൽ വലിയ ഒരു അപകടം ഇവിടെ നടന്നിരുന്നു. അശാസ്ത്രീയമായ മണ്ണെടുപ്പ് മൂലം പിന്നീട് ഉണ്ടായ മണ്ണിടിച്ചിലാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. മഴ പെയ്ത് മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്ത് വെള്ളം ഒലിച്ചിറങ്ങിയ പാടുകൾ കാണാം. മാത്രമല്ല, റോഡിൽ നിന്ന് 1 മീറ്റർ മാത്രം അകലെയായി ഏകദേശം മുട്ടോളം തന്നെ ഉയരത്തിൽ തന്നെ മണ്ണ് അടിഞ്ഞു കൂടിയിരിക്കുന്നു. കഴിഞ്ഞ 18-ാം തീയതി അപകടമുണ്ടായ സമയത്ത് ഈ പ്രദേശത്ത് നിന്ന് കടപുഴകി വീണ ഒരു മരത്തിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഈ മണ്ണെടുത്തതിനോട് ചേർന്ന് നിന്ന ഭൂമിക്കരികിലെ ഒരു വലിയ മരമാണ് കടപുഴകി ഇപ്പോൾ ദേശീയപാതയ്ക്ക് അരികിലായി വലിയ ഭീഷണിയോടുകൂടി നിൽക്കുന്നത്. മഴ ഇനിയും കനക്കുകയാണെങ്കിൽ വീണ്ടും റോഡിലേക്ക് മണ്ണിടിയുന്ന ഒരു അവസ്ഥയുണ്ടാകും. നമുക്ക് ഇതിന് തൊട്ട് മുകളിൽ തന്നെയാണ് ഈ ജലവിഭവ വകുപ്പിൻ്റെ ഒരു റിസർവോയർ ഉള്ളത്. അതായത് കാരാപ്പുഴ പദ്ധതിയിൽ ഉൾപ്പെടെ നിന്നുള്ള വെള്ളം ശേഖരിച്ചു വയ്ക്കുന്ന ലക്ഷക്കണക്കിന് ലിറ്റർ കപ്പാസിറ്റിയുള്ള ഒരു വാട്ടർ ടാങ്ക് റിസർവോയർ ഇതിന് മുകളിലുണ്ട്. അതിന് സമീപത്തുള്ള ഈ മലഞ്ചെരുവിലാണ് ഇത്തരത്തിൽ അശാസ്ത്രീയമായ മണ്ണെടുപ്പ് മൂലം മണ്ണിടിച്ചിലുണ്ടാകുന്നത്. മണ്ണിടിച്ചിലുണ്ടായി കനത്ത മഴയിൽ മണ്ണിടിച്ചിലുണ്ടാകുന്ന ചെളിയും മറ്റും റോഡിലേക്ക് അടിഞ്ഞുകൂടി ഈ സ്ഥലത്തേക്ക് എത്തുന്നതോടുകൂടിയാണ് ഇങ്ങനെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാകുന്നത്. കഴിഞ്ഞ 18-ാം തീയതി ഉണ്ടായ അപകടത്തിൽ ഈ പ്രദേശത്ത് റോഡിൽ മുഴുവൻ ചെളി വന്ന് അടിഞ്ഞുകൂടുകയും പിന്നീടാണ് മൈസൂരിൽ നിന്ന് കോഴിക്കോട് പോകുന്ന KSRTC ബസ് അപകടത്തിൽപ്പെടുകയും ചെയ്തത്. മണിക്കൂറുകളോളം ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇവിടെ സ്ഥലത്തെത്തി റോഡിലുള്ള ചെളി നീക്കം ചെയ്തതിന് ശേഷമാണ് പിന്നീട് ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞത്. ചേട്ടാ, ഇതെങ്ങനെയാണ് ഇവിടെ ഇപ്പോൾ ഈ റോഡിൻ്റെ ഈ സൈഡിലുള്ള അശാസ്ത്രീയമായ മണ്ണെടുപ്പ് മൂലമുള്ള പ്രശ്നങ്ങൾ? ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെയാണ് ഈ മണ്ണെടുക്കൽ നടന്നത്. ഒന്ന്, ഈ മണ്ണിൻ്റെ ഘടന അങ്ങനെയാണ്. മണ്ണിങ്ങനെ ഒരു തവിട് പോലത്തെ മണ്ണാണ്, പെട്ടെന്ന് പൊടിഞ്ഞു വീഴുന്ന മണ്ണാണ്. അപ്പോൾ അത് അന്ന് തന്നെ ആളുകളുടെ ഇടയിൽ നിന്ന് ഒരു അഭിപ്രായ വ്യത്യാസം വന്ന് ജനങ്ങളൊക്കെ അങ്ങനെ പ്രതിഷേധിച്ചപ്പോഴാണ് മണ്ണെടുക്കൽ തൽക്കാലം നിർത്തിവെച്ചത്. അപ്പോൾ അതിനുശേഷം നിങ്ങൾ നേരത്തെ പറഞ്ഞ മാതിരി ഇങ്ങനെ മണ്ണിടിഞ്ഞ് റോഡിൽ ഗതാഗതം തടസ്സപ്പെടുത്തുന്ന രൂപത്തിലേക്കൊക്കെ വന്നു. ഇപ്പോൾ ഉള്ള സ്ഥിതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സൈഡ് ഭിത്തി കെട്ടി സംരക്ഷണ ഭിത്തി കെട്ടി സംരക്ഷിച്ചില്ലെങ്കിൽ ഇനി നാളെ ഒരു ദുരന്തം ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം.
പ്രദേശവാസി പറയുന്നത് പോലെ നമുക്ക് ദൃശ്യങ്ങൾ അങ്ങോട്ടേക്ക് പോകാം. പ്രദേശവാസി പറയുന്നത് പോലെ ശാസ്ത്രീയമായി ഈ പ്രദേശത്ത് ഒരു സംരക്ഷണ ഭിത്തി കെട്ടിയില്ലെങ്കിൽ വലിയ ഒരു അപകടത്തിന് തന്നെ കാരണമാകും. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം, ചെങ്കുത്തായ ഒരു പ്രദേശമാണ്. ഈ ഭാഗത്താണ് ഈ വലിയ തോതിൽ അശാസ്ത്രീയമായി മണ്ണെടുത്ത് ഈ മണ്ണാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ ഭാഗത്തു നിന്നെടുത്ത മണ്ണാണ് അവിടെ കൂട്ടിയിട്ടിരിക്കുന്നത്. അത് കുതിർന്നു കിടക്കുന്ന മണ്ണാണ്. അതായത് വലിയ മഴയിൽ തന്നെ വെള്ളം ഒഴുകിയ പാടുകൾ കാണാം. ആ മണ്ണാണ് ഇവിടെ നിന്ന് ദേശീയപാതയിലേക്ക് ഒഴുകിയെത്തി മിക്ക സമയങ്ങളിലും അപകടങ്ങൾ സൃഷ്ടിക്കുന്നത്. സ്വകാര്യ ഭൂമിയാണ്. ഈ പ്രദേശത്ത് നിന്ന് മണ്ണെടുക്കുന്നത് തന്നെ വലിയ അപകട ഭീഷണി ഉയർത്തുന്ന ഒന്നാണ്. മാത്രമല്ല ഈ ഭാഗത്തൊക്കെ നമുക്ക് കാണാം മണ്ണിടിഞ്ഞ ദൃശ്യങ്ങളുണ്ട്. ഈ ഏത് സമയവും ഈ റോഡ് തന്നെ അപകടാവസ്ഥയിലേക്ക് എത്തുന്ന ഒരു അവസ്ഥയുണ്ടാകാൻ ഉള്ള ഒരു പ്രദേശം തന്നെയാണ് സ്മൃതി. ശരി, ദീപക് മോഹനാണ് വയനാട്ടിൽ നിന്നുള്ള ചിത്രം നൽകിയത്. വലിയ രീതിയിൽ ചെത്തി നിർത്തിയ നിലയിൽ മല കാണാം. വലിയ അപകട ഭീഷണിയാണ് ഇവിടെ. പലപ്പോഴും അപകടം ഉണ്ടായിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ കഴിഞ്ഞ ആഴ്ചയും മേഖലയിൽ KSRTC ബസ് അപകടത്തിൽപ്പെട്ടു. മണ്ണിടിച്ചിലുണ്ടായി. റോഡിലേക്ക് ചെളി ഒഴുകിയെത്തിയതാണ് അപകടത്തിന് കാരണമായത്. വയനാട്ടിൽ നിന്നുള്ള ചിത്രമാണ് ദീപക് മോഹൻ നൽകിയത്. കൊല്ലം കുളത്തുപുഴ സംസ്ഥാന പാതയിൽ മുട്ടയ്ക്കാവ് നാൽപ്പങ്കൽ ഭാഗത്ത് മണ്ണിടിച്ചിൽ ഭീഷണിയിലാണ് പ്രദേശവാസികളുള്ളത്. 2 തവണ മണ്ണിടിഞ്ഞു, നടപടിയുണ്ടായില്ല. ഭാരമേറിയ വാഹനങ്ങൾ പോകുമ്പോൾ ഏത് സമയവും മണ്ണിടിഞ്ഞു വീഴാവുന്ന നിലയിലാണ് പ്രദേശമുള്ളത്. വ്യവസായ സ്ഥാപനങ്ങളേറെയുള്ള ഇതുവഴി ദിവസേന നിരവധി വാഹനങ്ങളാണ് കടന്നു പോകുന്നത്. സംരക്ഷണ ഭിത്തി കെട്ടണമെന്നാവശ്യപ്പെട്ട് കുണ്ടറ MLA PC വിഷ്ണുനാഥ് പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസിന് കത്ത് നൽകിയിരുന്നു. ഉടൻ പരിഹരിക്കാമെന്ന മന്ത്രി മറുപടി കത്ത് നൽകിയിട്ട് വർഷം 1 കഴിഞ്ഞിരിക്കുന്നു. ദിലീപ് ദേവസ്യാണ് വിവരങ്ങളുമായുള്ളത്. ദിലീപ്, എന്താണ് അവിടെ കാണാനാകുന്നത്? സ്മൃതി, ഇത്രയും നേരം നമ്മൾ സംരക്ഷണം ചെയ്തത് റോഡിലേക്ക് മണ്ണിടിഞ്ഞ് വീഴുന്ന കാര്യമാണെങ്കിൽ കൊല്ലം കുളത്തുപുഴ ദേശീയപാതയിൽ റോഡിടിഞ്ഞ് പ്രദേശവാസികളുടെ അടുത്തേക്ക് എത്തുന്ന ഒരു കാഴ്ച ഉണ്ടാകാനുള്ള സാധ്യതയാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് മുകളിൽ റോഡാണ്. ആ റോഡിൽ നിന്ന് ഏത് സമയം ഈ റോഡ് ഇടിഞ്ഞ് വീഴാവുന്ന ഒരു അവസ്ഥയാണ് ഈ പ്രദേശത്ത് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദിവസേന ഭീതിയിലാണ് ഈ പ്രദേശവാസികൾ. അതായത് 2018 ആദ്യ തവണ ഇവിടെ മണ്ണിടിഞ്ഞത്. പിന്നീട് പലതവണ മഴക്കാലമാകുമ്പോൾ മണ്ണിടിയുന്ന ഒരു സാഹചര്യവുമുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്ന മരങ്ങളെല്ലാം തന്നെ കാറ്റിൽ വലിയ തോതിൽ ഉലയുന്നതുണ്ട്. ആ സമയത്ത് മണ്ണ് ഇവിടെ ഇടിഞ്ഞു വീഴുന്നുണ്ട്. മാത്രമല്ല ഈ കഴിഞ്ഞ തവണ മണ്ണിടിഞ്ഞ ഈ സ്ഥലത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഇതിൻ്റെ മുകളിൽ വലിയ തോതിലൂടെ ഭാരമേറിയ ലോറികൾ പോകുന്ന റോഡാണ് തൊട്ട് മുകളിലുള്ളത്. ആ വശത്തു കൂടെ ലോറികൾ പോകുമ്പോൾ ഇവിടെ നിന്ന് മണ്ണുകൾ അടർന്നു വീഴുന്ന സാഹചര്യമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ നിരവധി തവണ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ല. കുണ്ടറ MLA PC വിഷ്ണുനാഥ് PA മുഹമ്മദ് റിയാസിന് കത്ത് നൽകിയപ്പോൾ ഉടൻ പരിഹാരമുണ്ടാകുമെന്ന് പറഞ്ഞിട്ട് 1 വർഷം പിന്നിട്ടിരിക്കുകയാണ്. നമുക്ക് ഇവിടുത്തെ പ്രദേശവാസികളുണ്ട്. ഈ മഴക്കാലമാകുമ്പോൾ ഈ മണ്ണിടിഞ്ഞ് വീഴാൻ സാധ്യതയുള്ളത് കൊണ്ട് ഇവരെ മാറ്റി താമസിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. ഈ ചേച്ചി, നിങ്ങളിവിടുന്ന് മാറ്റി താമസിപ്പിക്കുന്നതിൽ എല്ലാ മഴക്കാലത്തും ഉണ്ടാകുന്ന നടപടിയാണ്? എല്ലാ കാലത്തും ഉണ്ടാകുന്ന നടപടിയാണ്. 2019 തൊട്ട് ഈ ഭീഷണി ഞങ്ങളെ നേരിടുക. ഒരുപാട് നിയമാധികാരികളോട് ഞങ്ങളിത് പറഞ്ഞിട്ട് ഇതുവരെ ഇത് എല്ലാവരും വരികയും പോവുകയും ചെയ്യുന്നുണ്ട്. ഇതിനൊരു പരിഹാരം ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നീട് ഇതിനകത്ത് ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഭീഷണി ഞങ്ങൾക്ക് മാറി താമസിക്കാം. ഏറ്റവും വലിയ ഭീഷണി പൊതുജനങ്ങൾ അറിയുന്നില്ലത്. വലിയ ഭാരമേറിയ KSRTC ബസ് തന്നെ കൊല്ലം കുളത്തൂപ്പുഴ 20 എണ്ണോളം ഇതിൽ പോകുന്നുണ്ട്. അവർക്ക് നാളെ എന്തെങ്കിലും വന്നിട്ട് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. വരും മുമ്പ് പരിഹരിക്കണം. അതാണ് ഞങ്ങളെ ഏറ്റവും വലിയ ആദ്യം. ഞങ്ങൾക്കൊന്ന് മാറി താമസിക്കുമ്പോൾ ഞങ്ങൾ സുരക്ഷിതരായി. പക്ഷേ അവർ പൊതുജനങ്ങളെ കാര്യം അവരാരും അറിയാതെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. സ്മൃതി, ഇപ്പോൾ ഈ വീട്ടമ്മ പറഞ്ഞിരിക്കുന്ന ഇവരെ ഇവിടെ നിന്ന് മാറ്റി താമസിപ്പിക്കുന്ന സാഹചര്യങ്ങളാണുള്ള പല തവണ. അതായത് ഈ പ്രദേശം ക്രഷർ എല്ലാ യൂണിറ്റുകൾ പ്രവർത്തിക്കുന്ന സ്ഥലമാണ്. ഇതിലൂടെ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിലൂടെ തന്നെ കാണാം ലോറികളെല്ലാം തന്നെ ഇപ്പോൾ ഭാരമേറിയ ലോറികൾ, അത് ചെറുതല്ല. ഈ ഓരത്തുകൂടെ റോഡിൻ്റെ ഓരത്തുകൂടെ വാഹനങ്ങൾ പോകുന്നു. ഇവിടെ അപകടമുണ്ടാകാനുള്ള സാധ്യത ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇവിടെ ഇടിഞ്ഞു കിടക്കുന്ന കല്ലുകളുടെ അവശിഷ്ടങ്ങളാണ്. അതായത് നമ്മൾ നേരത്തെ അതായത് ശുരൂരിലൊക്കെ കണ്ടതുപോലെ റോഡിലേക്കാണ് മണ്ണിടിഞ്ഞ് വീണെങ്കിൽ ഇത് റോഡ് ഇടിഞ്ഞ് വീഴാവുന്ന സാധ്യതയാണ്. ഇവിടെ റോഡ് ഇടിഞ്ഞ് വീണാൽ കൊല്ലം കുളത്തുപുഴ ദേശീയപാത തന്നെ വഴിമുട്ടും. അവിടെ വലിയ തോതിൽ അപകടമുണ്ടാകും. വലിയ തോതിൽ ജനങ്ങൾ ബുദ്ധിമുട്ടിലാകും. ഇത്തരം ഈ നാട്ടുകാരായ നിങ്ങൾ പലവിധ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു?
നിരവധി തവണ പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട്. പക്ഷേ യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല. 2019 മുതൽ തുടങ്ങിയ പ്രതിഭാസമാണ്. ഏത് സമയത്തും ഇടിഞ്ഞു വീഴാറാവുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. 2-3 തവണ ഇത് ഇടിഞ്ഞു വീണിട്ടുണ്ട്. അപ്പോൾ PWD മിനിസ്റ്റർക്ക് ഇതിൻ്റെ പരാതി കൊടുക്കുകയും 1 വർഷം മുമ്പ് അടിയന്തരമായി പോകുന്ന ദൃശ്യങ്ങൾ നോക്കൂ. ബസ് പോകുന്ന ഒരു ദൃശ്യങ്ങളാണ് ആ കാണുന്നത്. അതായത് ഈ റോഡിൻ്റെ ഓരത്തുകൂടെ ബസ് പോകുന്നു, അതുപോലെയുള്ള ഭാരമേറിയ വാഹനങ്ങൾ, ഇതൊക്കെ ഈ മണ്ണിടിയാനുള്ള അത്തരം ഒരു കാറ് നിൽക്കുന്നു. അത്തരത്തിൽ റോഡും ഇതുമായിട്ട് വലിയ അടുത്തൊന്നും അല്ലാതെ അത്രമേൽ അടുത്തായി നിൽക്കുന്നുണ്ട്. ഇത് ഏത് സമയവും ഇവിടെ മണ്ണിടിയാനുള്ള സാഹചര്യങ്ങളുണ്ട്. ആ വശത്തു കൂടെ ഇനി ഭാരമേറിയ ലോറികൾ, വാഹനങ്ങൾ, ബസ്സുകൾ എല്ലാം തന്നെ പോകുന്ന റോഡാണ്. പല തവണ ചേട്ടാ ഇവിടെ മണ്ണിടിയിൽ സ്ഥിരമുള്ളതല്ലേ? 16 വീൽ ലോറി ഇതുവഴി പോകുന്നത്. 16 വീൽ ലോറി, അതായത് ഈ പറയുന്ന പാറ മറ്റിൽ അതൊക്കെ കൊണ്ടുവന്ന ഇതുവഴിയാണ്. പിന്നെ KSRTCയുടെ ബസ്സുകൾ നിരന്തരം പോകുന്നുണ്ട്. അങ്ങനെ എപ്പോഴും ലൈവായിട്ട് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. കാര്യം ഇത് കൊല്ലംകുളത്തൂപ്പുഴ ദേശീയപാതയാണ്. അപ്പോൾ അതുകൊണ്ട് വണ്ടികൾ ഒരുപാട് പോകുന്നതാണ്. നമ്മൾ അന്ന് മുതലേ പരാതികൾ പറയുന്നത്. ഓരോ മഴ വരുമ്പോഴും വീട്ടുകാർ മാറി താമസിക്കുന്നു, തിരിച്ചു വരുന്നു. മഴ തീരുമ്പോൾ അങ്ങനെ മാറി താമസം തിരിച്ചു വന്ന് നിൽക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു വീഴാവുന്ന അവസ്ഥയിൽ ഡെയിലി ഇടിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇവർ മണ്ണ് എടുത്തുകൊണ്ട് പോയി ഇവിടുന്ന്. അതായത് കുഴിച്ചിട്ട് ഇത് മണ്ണ് ടെസ്റ്റ് ചെയ്യാനെന്ന് പറഞ്ഞ് എടുത്തുകൊണ്ട് പോയപ്പോൾ അവരെടുത്ത മണ്ണാണ് കൂടുതലും. ഇത് അവരായിട്ട് JCB കൊണ്ടുവന്ന് മണ്ണെടുത്ത് ഇവിടെ ഇടിപ്പിച്ചതാണ്. അങ്ങനെ ഉണ്ടായതാണ് ഈ കാണുന്നത്. മണ്ണ് പരിശോധന വരെ നടത്തുന്നു. PWD മന്ത്രി നൽകിയ നിർദ്ദേശപ്രകാരം മണ്ണ് പരിശോധനയ്ക്ക് കൊണ്ടുപോയിരുന്നു. പിന്നീട് അതിൻ്റെ റിസൾട്ട് ഒന്നും തന്നെ എത്തിയിട്ടില്ല. പക്ഷേ ഇവിടെ നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിലുള്ളത് പോലെയല്ല, ഇവിടെ റോഡ് ഇടിഞ്ഞു വീഴാനുള്ള സാധ്യത ഏറ്റവും കൂടുതലുണ്ട്. കാരണം ദൃശ്യങ്ങളാണ് ഇപ്പോൾ ദിലീപ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ബസ്സും കാറും ഒക്കെ പോകുന്ന ഘട്ടത്തിൽ അവിടെ നിന്ന് മണ്ണിടിഞ്ഞ് താഴേക്ക് വീഴാനുള്ള സാഹചര്യമാണ്. ഇത് പരാതി നൽകിക്കഴിഞ്ഞ വിഷയമാണ്. മന്ത്രിക്ക് പരാതി നൽകിയത് PC വിഷ്ണുനാഥാണ്. ഇതിൽ 1 വർഷം മുമ്പ് നൽകിയ പരാതിയിലും ഇപ്പോൾ നടപടിയുണ്ടായിട്ടില്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ദിലീപ് ദേവസ്യ ദൃശ്യങ്ങൾ സഹിതം ചൂണ്ടിക്കാണിക്കുന്നത്. വീണ്ടും പ്രേക്ഷകരിലേക്കാണ്. കണ്ണൂരിൽ നിന്നും ജനാർദ്ദനൻ. ശ്രീ ജനാർദ്ദനൻ, പറഞ്ഞോളൂ. ഹലോ, ഈ അശാസ്ത്രീയമായ ഈ മണ്ണെടുപ്പ് അത് ദേശീയപാത നിർമ്മാണത്തോട് അനുബന്ധിച്ച് മാത്രമല്ല, പ്രൈവറ്റ് മേഖലകളിൽ സ്വകാര്യ വ്യക്തികൾ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇതെല്ലാം ഈ മണ്ണെടുപ്പ് തുടരുകയാണ്. ഇതിന് ജിയോളജി വകുപ്പിൽ ഇതിന് ഉത്തരവാദപ്പെട്ട ആളുകൾ അതിന് പെർമിഷൻ വേണം, അങ്ങനെയൊക്കെ ആണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ അതൊന്നും ഇല്ലാതെ അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് അശാസ്ത്രീയമായ മണ്ണെടുപ്പ് പ്രാദേശിക തലത്തിൽ തന്നെ പ്രദേശങ്ങളിൽ, ഗ്രാമപ്രദേശങ്ങളിൽ ആ രീതിയിൽ നടക്കുന്നുണ്ട്. അതിന്റെ ബേസ് വെച്ച് തന്നെയാണ് ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ട് ഇതെടുത്തിട്ടുള്ളത്. ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇതിലേക്ക് മണ്ണ് കൊണ്ടുവരുന്നതിനാണ് സാധാരണ കുടില് കെട്ടി നിൽക്കുന്ന ആളുകളുടെ തൊട്ടടുത്ത പ്രദേശത്ത് കുന്നും മലകളും ഇടിച്ച് മണ്ണ് ശേഖരിച്ചു കൊണ്ടുപോകുന്നത്. ഞങ്ങൾ പ്രതികരിച്ച ആളുകളാണ്. അപ്പോൾ ഇതിന് പെർമിഷൻ ഉണ്ട്, ദേശീയപാത നിർമ്മാണത്തിന് വേണ്ടിയാണ് കൊണ്ടുപോകുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ ആ ദേശീയപാത നിർമ്മാണത്തിൽ ഞാൻ പരിപാടി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം അത് തന്നെ. ദേശീയ നിർമ്മാണം അശാസ്ത്രീയമാണ്. ആ അശാസ്ത്രീയമായ പരിപാടികൾക്ക് ഈ ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് മണ്ണെടുത്ത് കൊണ്ടുപോകുന്നതും അതും അശാസ്ത്രീയമാണ്. അപ്പൊ ഇതിന് ഇടവകുപ്പില്ലേ, നിയമമില്ലേ, നിർമ്മാണമില്ലേ? അപ്പൊ ജിയോളജി ഇതിന്റെ പെർമിഷൻ എങ്ങനെ കിട്ടുന്നു ഈ കോൺട്രാക്ട് ആളുകൾക്ക്? അത് പരിശോധിക്കപ്പെടേണ്ട വിഷയമാണ്. അത് അനുഭവിക്കുന്നത് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. അതിന്റെ ദുര്യോഗമാണ് ഇപ്പൊ നമ്മൾ ശിരൂര്. പിന്നെ മറ്റൊന്ന് നമ്മളിപ്പം ഇത് ഒരു പ്രശ്നം വന്നാൽ മാത്രമാണ് നമ്മൾ അതിനെ പ്രതികരിക്കുന്നതും അതിന്റെ ഒരു കോലാഹലങ്ങൾ ഉണ്ടാകും. ആ പ്രശ്നം കഴിഞ്ഞാൽ അവിടെ കെട്ടടങ്ങും. അതൊക്കെ മാറണം. അതിന് സർക്കാർ അതിന്റെ ശക്തമായ രീതിയിലുള്ള പ്രതികരണമുണ്ട്. നമ്മൾ ഇപ്പൊ ഉദാഹരണത്തിന് ഞാനിപ്പോ പറയാ, ഈ മണ്ണിടിച്ചൽ മാത്രമല്ല, ഒരു ബസ് അപകടം വന്നപ്പോ എക്സിസ്റ്റ് ഡോർ വെച്ചു. എന്താ കാര്യം? ഞാൻ ഉദാഹരണം പറഞ്ഞ. അപ്പൊ ഒരു പ്രശ്നം വരുമ്പം മാത്രമല്ല നമ്മളെ കണ്ണു തുറക്കേണ്ടത്. അത് മാധ്യമങ്ങൾ പോലും, സർക്കാർ പോലും, ജനങ്ങൾ പോലും
ജനപ്രതിനിധികൾ പോലും അങ്ങനെ ആയിരിക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ശരി, വളരെ നന്ദി ജനാർദ്ദനൻ. താങ്കൾ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ പ്രസക്തം തന്നെയാണ്. വളരെ നന്ദി. കണ്ണൂരിൽ നിന്നുള്ള പ്രേക്ഷകരാണ് പ്രതികരിച്ചത്. വീണ്ടും റോഡ് സുരക്ഷാ വിദഗ്ധൻ ഉപേന്ദ്രനാരായണിലേക്ക് പോവുകയാണ്. ശ്രീ ഉപേന്ദ്രനാരായൺ, നമ്മൾ ഇപ്പോൾ ഒരുപാട് വീഴ്ചകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ദേശീയപാത എങ്ങനെയാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്, എത്രത്തോളം അശാസ്ത്രീയമായിട്ടാണ് എന്നതിൻ്റെ തെളിവുകൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. റോഡ് സുരക്ഷാ അതോറിറ്റി, നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് യഥാർത്ഥത്തിൽ ഇക്കാര്യത്തിൽ ഉത്തരവാദി എന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷേ എങ്ങനെ നടപടികളിലേക്ക് കടക്കും, ആര് മുൻകൈയെടുക്കും? യെസ്, വളരെ നല്ല ചോദ്യം ശ്രുതി. താങ്ക് യു വെരി മച്ച്. അതായത് നമുക്കൊരു റോഡ് സുരക്ഷാ അതോറിറ്റി കേരളത്തിലുണ്ട്. അതിനകത്ത് എക്സ്പെർട്ട് മെമ്പേഴ്സ് ഉണ്ട്. അവരെ ഉപയോഗിച്ചുകൊണ്ട് PWD എഞ്ചിനീയേഴ്സ്, ചീഫ് എഞ്ചിനീയർ ലെവൽ ഉള്ള ആൾക്കാരെ കൊണ്ട് ഒരു ഓഡിറ്റ്, അടിയന്തരമായിട്ടൊരു സേഫ്റ്റി ഓഡിറ്റ് ദേശീയപാതകളിലായാലും സ്റ്റേറ്റ് ഹൈവേകളിലായാലും നിർമ്മാണ സ്ഥലങ്ങൾ ഉടനടി ഉണ്ടാകണം. മേ ബി നാളെ തന്നെ ഉണ്ടാകണം. രണ്ടാമത്, ഈ ലാൻഡ് സ്ലൈഡിങ് സോൺസ് ഉണ്ട്, എവിടെ മലയിടിഞ്ഞ് വീഴാം എന്നുള്ളതിന് ഇന്ത്യൻ റോഡ് കോൺഗ്രസ് സ്പെസിഫിക്കേഷനകത്ത് ഒരു സൈൻ ബോർഡുണ്ട് മലയിടിയുന്നതായിട്ട്. ആ സൈൻ ബോർഡ് കേരളത്തിലോ അല്ലെങ്കിൽ ഷുരൂറിലോ കർണാടകയിലോ എങ്ങും തന്നെ ആരും വെക്കാറില്ല. അടിയന്തരമായിട്ട് നമ്മുടെ സ്റ്റേറ്റിൽ, കേരളത്തിൽ റോഡ് സുരക്ഷാ ഫണ്ട് ഉപയോഗിച്ചിട്ട് ഈ സോണുകളിൽ, മലയിടിച്ചിൽ സാധ്യതയുള്ള സോണുകളിൽ അതിനുള്ള സൈൻ ബോർഡ് 90 സെൻറ്റിമീറ്റർ എങ്കിലും ഉള്ള വലിപ്പത്തിലുള്ള റിട്രോ റിഫ്ലക്റ്റീവ് സൈൻ ബോർഡുകൾ വെക്കണം. കൂടാതെ റെഡ് കളേർഡ് സോളാർ പവേർഡ് വാർണിംഗ് ബ്ലിങ്കേഴ്സ് വെക്കണം. മഴ പെയ്താൽ ഇവിടെ ലാൻഡ് സ്ലൈഡ് ഉണ്ടാകാം. അപ്പോൾ ആൾക്കാർ വണ്ടി പാർക്ക് ചെയ്യത്തില്ല, അതിന് നോ പാർക്കിംഗ് സൈൻ വെക്കണം. അപ്പോൾ ഇതെല്ലാം കൂടി ഇപ്പോൾ താങ്കൾ കാണിച്ച വിശാലമായ കേരളത്തിൻ്റെ ഒരു പാഠമുണ്ട്. അപ്പോൾ ഇത് മാത്രം എടുത്തിട്ട് പൊതുമരാമത്ത് മന്ത്രിക്ക് പിന്നെ ചെയ്യാൻ പറ്റുന്നത് പൊതുമരാമത്ത് വകുപ്പിൻ്റെ മെല്ലെ പോക്കുകൊണ്ട് ഇതൊരിക്കലും നടക്കില്ല. അപ്പം ചെയ്യേണ്ടത് പോലീസിനെ കൊണ്ട് ചെയ്യിക്കണം. കാര്യം 1998 ബഹുമാനപ്പെട്ട EK നായനാർ സാർ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഒരു പുതിയ ഹെഡ് ഓഫ് അക്കൗണ്ട് തുടങ്ങി 2 കോടി രൂപ കേരളത്തിലെ 17 പോലീസ് ജില്ലകൾക്കായിട്ട് വിരിച്ചു കൊടുത്തു റോഡ് സുരക്ഷയ്ക്കായിട്ട്. അതേപോലെ 2 കൊല്ലം അദ്ദേഹത്തിൻ്റെ സമയം കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ ഫണ്ട് ഇതുവരെ കൊടുത്തിട്ടില്ല. ഇപ്പോൾ റോഡ് സേഫ്റ്റിയിലെ ഫണ്ട് വേറെ ഒരു കാര്യത്തിലും വിനിയോഗിക്കാതെ ഒരു 20 കോടി രൂപ കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലെയും അപകട സൂചനകൾ നടക്കുന്ന സ്ഥലങ്ങളിൽ ബോർഡ് വെക്കാനും അതിന് പ്രതിരോധ മാർഗങ്ങൾ ചെയ്യാനായിട്ട് പോലീസിനെ ഏൽപ്പിച്ചാൽ 1 മാസം കൊണ്ട് ഈ ബോർഡുകളെല്ലാം വെച്ച് കഴിയും. പൊതുമരാമത്തിൻ്റെ ഒരു റൂട്ടീൻ വർക്ക് എന്ന് പറഞ്ഞാൽ ടെൻഡർ വിളിച്ച് കോൺട്രാക്ടറെ കിട്ടി അതൊക്കെ വരുമ്പോഴേക്കും കണ്ടമാനം നാൾ നീണ്ടുപോകും. അടിയന്തര പ്രാധാന്യമായിട്ട് നമുക്ക് ബോർഡുകൾ ഇറക്റ്റ് ചെയ്യണം. സൈൻ ബോർഡുകൾ കൂടാതെ വാർണിംഗ് ബ്ലിങ്കേഴ്സ് ഉണ്ടാകണം. എവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പാടില്ല, എവിടെ മണ്ണിടിച്ചിട്ടുണ്ട്. ഇപ്പം ബസ് പോകുന്ന റൂട്ട്, 18 വീലുള്ള ടോറസ് പോകുന്ന റൂട്ടുകളിലെല്ലാം കോൺ വെക്കണം. അതായത് അല്പം ചരിഞ്ഞാൽ വണ്ടി താഴെ വീഴും. അപ്പോൾ ഇങ്ങനെയുള്ള മുന്നറിയിപ്പ് സംവിധാനം കേരളത്തിലാകമാനം 1 മാസം കൊണ്ട് ചെയ്യാൻ പറ്റും. പറ്റത്തില്ലെങ്കിൽ എന്നെ വിളിക്കും, ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഞാൻ 96 തൊട്ട് 99 വരെ കേരളത്തിൽ ഉടനീളം 3500 സൈൻ ബോർഡ് വെച്ച് 327 പേരുടെ ജീവൻ രക്ഷിച്ച ആളാണ്. എനിക്കറിയാം എവിടെ സൈൻ ബോർഡ് വെക്കണം, എവിടെ വാർണിംഗ് ബ്ലിങ്കർ വെക്കണം, എവിടെ റിഫ്ലക്ടർ വെക്കണം, ഇതൊക്കെ അറിയാം. അപ്പോൾ ഞങ്ങളിപ്പോൾ റോഡ് സേഫ്റ്റി അതോറിറ്റി ഉണ്ടെങ്കിലും ഞങ്ങളെ ഉപയോഗിക്കുന്നില്ല സർക്കാർ. അപ്പോൾ വിദഗ്ധന്മാരെ ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഉടനടി ചെയ്യണം. ഈ ഒരു വാർഫുട്ടഡ് ആയിട്ടുള്ള ഒരു പണിയിൽ മാത്രമേ നമുക്ക് നമ്മുടെ നാട്ടിൽ ചുരൂർ ഉണ്ടാകാതിരിക്കുള്ളൂ. ശരി, സമയം കടന്നു പോവുകയാണ്. വളരെ വേഗത്തിൽ കേരളത്തിൽ ഷുരൂർ ഇനി ആവർത്തിച്ചുകൂടാ, കേരളത്തിൽ അത് സംഭവിച്ചുകൂടാ. അതിൻ്റെ ജാഗ്രത ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഈ വിഷയം ലൈവത്തോണായി ഉയർത്തിയത്. സർക്കാരിൻ്റെ മുന്നിലേക്ക് ശ്രീ ഉപേന്ദ്രനാരായണൻ അടക്കം മുന്നോട്ട് വെച്ച പരിഹാര നിർദ്ദേശങ്ങൾ ഞങ്ങൾ സർക്കാരിൻ്റെ മുന്നിലേക്ക് വയ്ക്കുകയാണ്. വളരെ നന്ദി ശ്രീ ഉപേന്ദ്രനാരായണൻ ചർച്ചയിൽ ഉടനീളം പങ്കെടുത്തതിന്. കഴക്കൂട്ടം കാരോട് ദേശീയപാതയോട് ചേർന്ന സർവീസ് റോഡുകളിൽ ചില ഭാഗം കടന്നുപോകുന്നത് വലിയ കുന്നുകൾക്ക് മുകളിലൂടെയാണ്. യാത്ര ചെയ്യാൻ പേടിക്കേണ്ട സാഹചര്യം. TV പ്രസാദുണ്ട് അവിടുത്തെ വിവരങ്ങളുമായി. പ്രസാദ്, ഇപ്പോൾ നമ്മൾ ദേശീയപാതയുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഇതും ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഈ സർവീസ് റോഡുകളിൽ ചില ഭാഗം കടന്നുപോകുന്ന കുന്നുകൾക്ക് മുകളിലൂടെ എന്താണ് അവിടെ കാണാനാകുന്നത്? സ്മൃതി, അത് തന്നെയാണ്. കഴക്കൂട്ടം ഭാഗത്ത് നിന്ന് കോവളം വിഴിഞ്ഞം ഭാഗത്തേക്ക് പോകുമ്പോഴുള്ള ദേശീയപാതയോട് ചേർന്നുള്ള സർവീസ് റോഡിൻ്റെ മുകളിലാണ് ഏതാണ്ട് ഒരു 100-200 മീറ്ററിലധികം വരുന്ന കൂറ്റൻ കുന്നുകൾക്ക് മുകളിലൂടെയാണ് പല ഭാഗത്തെയും
സർവീസ് റോഡ് പോകുന്നത്. ഈ സർവീസ് റോഡിൽ നിന്ന് താഴത്തെ ദേശീയപാതയിലേക്കുള്ള ഭാഗമാണ് നമ്മളിപ്പോൾ കാണുന്നത്. തൊട്ട് എതിർവശത്തെ സർവീസ് റോഡ് നമുക്കിപ്പോൾ കാണാം. എത്രത്തോളം മുകളിലാണ് എന്നത് സംബന്ധിച്ചുള്ള ഒരു ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിൻ്റെ ഭീകരത എന്ന് പറയുന്നത് സ്മൃതി, ഭാരം കൂടിയ വാഹനങ്ങൾ ഇതുവഴി കടന്നു പോയാൽ എത്രത്തോളം ഈ കുന്നുകൾക്ക് താങ്ങാൻ പറ്റും എന്നുള്ളതാണ് ഇതിൽ വലിയ ഭീതിയായി നിൽക്കുന്നത്. ഇതുവഴി പോകുന്നവർ അത്ഭുതത്തോടു കൂടി ഈ കാഴ്ച കണ്ടിട്ടുണ്ടാകും. അതായത് ഇവിടെ നിന്ന് നമുക്ക് ഏകദേശം നോക്കിയാൽ കാണാം വലിയ താഴ്ചയാണ് അങ്ങോളമുള്ളത്. അതിൻ്റെ ഏറ്റവും മുകളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതായത് ദേശീയപാത നിർമ്മിക്കുന്നവർ സർവീസ് റോഡിനോട് കാണിക്കുന്ന ഒരു അലംഭാവമുണ്ട്. അതായത് അവരുടെ ഈ 1 കിലോമീറ്റർ പരിധി, ഓരോ കിലോമീറ്ററിനാണല്ലോ ഇത്ര രൂപ എന്ന നിലയിൽ. അപ്പോൾ സർവീസ് റോഡിന് കൊടുക്കുന്ന പ്രാധാന്യമാണ് നമ്മൾ കാണുന്നത്. നേരത്തെ ഇതിൻ്റെ കുന്നിൻ്റെ ഭാഗം കെട്ടിയ കാഴ്ച നമ്മൾ കണ്ടു. അതിൻ്റെ തൊട്ട് മുകളിലുള്ള കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. അതായത് വലിയ കുന്നുകൾക്ക് മുകളിലൂടെയാണ് ഈ സർവീസ് റോഡ് പല ഭാഗത്തും പോകുന്നത്. ഈ കഴക്കൂട്ടത്ത് നിന്ന് തുടങ്ങി കോവളം വിഴിഞ്ഞം വരെയുള്ള ഭാഗത്തേക്ക് നമ്മൾ വന്നാൽ ഈ ഒരൊറ്റൊന്ന് മാത്രമല്ല, ഇങ്ങനെ ഏതാണ്ട് 10-ലധികം കുന്നുകളാണ് പല മേഖലയിലും ഉള്ളത്. എങ്ങനെയാണോ ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ സർവീസ് റോഡ് വെച്ച് പിടിപ്പിക്കുന്ന ഒരു സ്ഥിതിയാണ്. നമുക്ക് ഇവിടുന്ന് പുറകോട്ട് നോക്കിയാൽ കാണും ഇത് എത്രമാത്രം മുകളിലാണ് എന്നുള്ളത്. താഴെ കണ്ട അതേ ഭീകരത ഇതിൻ്റെ മുകളിലുമുണ്ട് എന്നുള്ളതാണ് നമ്മളിത് എടുത്തു കാണിക്കാനുള്ള ഒരു കാരണം. സ്മൃതി. ശരി, TV പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്. റിപ്പോർട്ടർ ലൈവത്തോൺ ഇവിടെ അവസാനിക്കുന്നില്ല. ഭീഷണിയായ ഈ പ്രശ്നങ്ങൾക്കൊക്കെയും പരിഹാരമാകും വരെ റിപ്പോർട്ടർ ഇടപെടൽ തുടർന്നുകൊണ്ടേയിരിക്കും. മന്ത്രി മുഹമ്മദ് റിയാസ് പങ്കുചേരാമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ചില ഔദ്യോഗിക തിരക്കുകൾ മൂലം അല്പം വൈകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അല്പസമയത്തിനകം അദ്ദേഹം ചേരുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. സർക്കാരിൻ്റെയും മന്ത്രിയുടെയും ഇടപെടൽ റിപ്പോർട്ടർ ഉറപ്പാക്കും.